ഹലോ, ഇപ്പൊ കേൾക്കാമോ? സൗണ്ട് ഉണ്ടോ? ഇപ്പൊ ഒന്ന് പറയടാ, സൗണ്ട് ഉണ്ടോന്ന് ഇപ്പൊ ഒന്ന് പറയ്. ഹലോ, യെസ് യെസ്, ഓക്കെ ഡൺ. ഓക്കെ ഓക്കെ, കേൾക്കാം. ഓക്കെ ഡൺ. ലുക്മാൻ ആരാ? ലുക്മാൻ ഒന്ന് ശരിയാക്കി തന്നു. സോ കൊറേ പേരുണ്ടല്ലോ നമുക്ക്. ശരിക്കും ഞാൻ പറയട്ടെ, ഈ ലൈവ് ഇപ്പൊ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടല്ലേ. കാരണം ഇതിന്റെ പണ്ട് ഭയങ്കര കോഴി ഉണ്ടായിരുന്നു. കോഴിയുടെ നല്ല കുറഞ്ഞ്. ക്വസ്റ്റ്യൻ ബാങ്ക് ഫുൾ ഡിസ്കസ് ചെയ്യണേന്ന്. ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഡിസ്കസ് ചെയ്യാടാ. കൊറേ ഹലോ ദേവാംശ. ഞാനേ കഴിഞ്ഞ ലൈവ് കഴിഞ്ഞിട്ട് ചെന്നിട്ട് എന്തോ നോക്കിയപ്പോ ഫുൾ ദേവ. ഇടയ്ക്ക് ആരോ ഇങ്ങനെ ഞാൻ ദേവു എന്ന് വിളിക്കുന്നത് ഇറിറ്റേഷൻ ആണെന്ന് പറഞ്ഞതിന് കറക്റ്റ് കമന്റ് ഉണ്ട്. ദേവു ദേവു എന്ന് പറഞ്ഞിട്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുക. നമ്മൾ ചാപ്റ്റർ എല്ലാം എടുത്തു കഴിഞ്ഞു. കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ പാർട്ട്. സോ എത്ര നിങ്ങൾ പഠിച്ചെന്നൊക്കെ പറഞ്ഞാലും ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിലാണ് ഇരിക്കുന്നത്. സോ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ബയോടെക് 1 and 2. അതിൽ 1 കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതലാണ്. ബയോടെക് 1, 2 ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. അത് ഇത്രയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. In rDNA technology, precipitated DNA threads can be removed by. So complete DNA നെ നമ്മൾ ഇങ്ങനെ സോൾബിളൈസ് ചെയ്തിട്ട് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം ആഡ് ചെയ്യും. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാ? ചിൽഡ് എത്തനോൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ആ DNA നെ റിമൂവ് ചെയ്യുന്നത് എന്ത് പ്രോസസ് വഴിയാണ്? റിമൂവ്ഡ് ബൈ യെസ്, സ്പൂളിംഗ്. സോ ഇതിന്റെ ആൻസർ സ്പൂളിംഗ് ആണ്. ഇതിന്റെ ആൻസറിൽ ആരും ചിൽഡ് എത്തനോൾ എഴുതി വെക്കരുത്. എടാ ആലോചിക്ക്. ഇൻ rDNA ടെക്നോളജി പ്രസിപ്പിറ്റേറ്റഡ് DNA ത്രെഡ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാ ചോദിക്കുന്നത്. DNA നെ എങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം എന്നല്ല ചോദിക്കുന്നത്. DNA നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ് ചിൽഡ് എത്തനോൾ വഴി. ഇവര് പറയുന്നു പ്രസിപ്പിറ്റേറ്റഡ് DNA ആണെന്ന്. അതായത് DNA ഓൾറെഡി പ്രസിപ്പിറ്റേറ്റ് ആയി. അതിനെ റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന്. റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പൂളിംഗ്. ഓക്കെ, കേട്ടോ? എല്യൂഷൻ എന്റെ പൊന്നെ, എല്യൂഷൻ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല. എല്യൂഷൻ പറയാമോ എന്നൊരാൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു. വോയിസ് ക്ലിയർ അല്ല ആണോടാ? ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ല. ഞാൻ ഒന്ന് പറയട്ടെ. ഓക്കെ 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 ഡൺ. വോയിസ് എന്തോ ഇഷ്യൂ ഉണ്ട്. മൈക്ക് മാറ്റാൻ കേൾക്കും. ഓക്കെടാ അതാ മാറ്റാ. വോയിസ് ക്ലിയർ അല്ലാന്ന്. സോ വോയിസ് കട്ടായി പോകുന്നതാണോ പ്രശ്നം? പ്രശ്നം എന്താ? ബ്ലർ ആണ് സൗണ്ട്. ഓ ഓക്കെ, അപ്പൊ ഈ മൈക്കിന്റെ എന്തോ ഇഷ്യൂ ആടാ. നമുക്ക് മാറ്റാം. ഓക്കെ, റോബോ വോയിസ് ഭയങ്കര ബ്ലറിങ് ആണ്. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? പറയുന്നത് ഇപ്പൊ ക്ലിയർ ആണോ? ഒന്ന് നോക്കൂ. അത് ഇപ്പോഴും ബ്ലർ ആയിട്ട് തന്നെയാണോ കേൾക്കുന്നത്? അതോ നോർമൽ സൗണ്ടിലാണോ ഇപ്പൊ കേൾക്കുന്നത്? ബ്ലർഡ് ആണ്. ഓക്കെ. ഹലോ, ഇത് ക്ലിയർ ആണോ? ഈ സൗണ്ടോ? ഇപ്പൊ സൗണ്ട് ഓക്കെ ആയോ? ഒന്ന് പറയടാ. ഇപ്പൊ മൈക്ക് മാറ്റിയിട്ട് നമ്മള്. ഇപ്പൊ നിങ്ങക്ക് സൗണ്ട് ക്ലിയർ ആണോ? പറയോ. അല്ല, ഇപ്പോഴും ബ്ലർ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. മാറ്റാം. ലുക്മാൻ ഇല്ലേ? ലുക്മാൻ മാറ്റിത്തരും. എങ്ങനത്തെ സൗണ്ടാ കേൾക്കുന്നത്? ഇനി ലൈവ് കഴിഞ്ഞിട്ട് ചെന്നൊന്ന് കേട്ട് നോക്കണം. ഇത് എങ്ങനത്തെ സൗണ്ടാ കേട്ടതെന്ന്. റോബോട്ടിക് സൗണ്ട് എന്നൊക്കെ ആരോ പറഞ്ഞു. സോ ഇങ്ങനെ റോബോട്ടിക് സൗണ്ട് വരും എന്നൊക്കെ നോക്കാലോ. അതിലാരും ഇടയ്ക്കൊരു കമന്റ്, എനിക്ക് നല്ല സൗണ്ട് ഉണ്ട്.
സംതിങ് ഫിഷി. ഹലോ, നമ്മൾ മൈക്ക് കംപ്ലീറ്റ്ലി മാറ്റി. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ ക്ലിയർ ആണോ? നീ എന്റെ തൊണ്ടന്റെ പ്രശ്നമാണ്. അല്ല ആണോ? ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റ് ഡൺ. താങ്ക് യു ലുക്മാൻ. ക്ലിയർ ആണ്. ഓക്കെ ഡൺ. സെറ്റ്. അത് ആ മൈക്കിന്റെ ദൃശ്യം. മൈക്ക് മാറ്റിയപ്പോ ശരിയായി. ഫേസ് ബ്ലർ ആണോ? ഫേസ് ബ്ലർ ആണോടാ? സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു വന്നത്, ഇത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞത് പ്രസിപ്പിറ്റേറ്റഡ് DNA നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്നാ. അത് സ്പൂളിംഗ് വഴിയാ. DNA എങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് ചോദിച്ചാലാണ് നിങ്ങൾ ചിൽഡ് എത്തനോൾ എഴുതേണ്ടത്. സോ മറക്കരുത്. ഓക്കെ ഡൺ. ഓക്കെ, ഇനി ഒരാൾ ചോദിച്ചതാണ് മിസ് എല്യൂഷൻ എഴുതാവുന്നു. എല്യൂഷൻ എഴുതാനേ പാടില്ല, പൊട്ടത്തെറ്റാണ് എല്യൂഷൻ. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജെൽ ഇലക്ട്രോഫോർസിൽ ജെല്ലിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നതിന് പറഞ്ഞ പേരാണ് എല്യൂഷൻ. സോ അത് മറക്കരുത്. ഓക്കെ ഓക്കെ ഡൺ. നെക്സ്റ്റ്, which of the enzymes remove nucleotides from the ends of the DNA? DNA യുടെ എൻഡിൽ നിന്നും റിമൂവ് ചെയ്യുന്ന ഏത് എൻസൈമാ? റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. റെസ്ട്രിക്ഷൻ എൻസൈം തന്നെ രണ്ടെണ്ണം ഉണ്ട്, എക്സോന്യൂക്ലിയസും ഉണ്ട്, എൻഡോന്യൂക്ലിയസും ഉണ്ട്. എൻഡിൽ നിന്നും കട്ട് ചെയ്യുന്നത് എക്സോന്യൂക്ലിയസ്, വിത്തിൻ ദ DNA കട്ട് ചെയ്യുന്ന ആള് എൻഡോന്യൂക്ലിയസ്. വെരി ഗുഡ്, കറക്റ്റ്, ഡൺ. നെക്സ്റ്റ്, who constructed the first rDNA? ഫസ്റ്റ് rDNA കൺസ്ട്രക്ട് ചെയ്തത് ആരാണ്? Who constructed the first? ക്യാമറ ഫോക്കസ്ഡ് അല്ലേ എന്റെ പൊന്നെ, എന്തുവാടാ എഴുതുന്നത്? ക്ലിയർ അല്ലേ? നമ്മളെ ടാബും ഞാൻ എഴുതുന്നതും ഒക്കെ ക്ലിയർ അല്ലേ? എന്റെ ഫേസ് അല്ലേ ഉള്ളു ബ്ലർ? ക്യാമറ ഫോക്കസ്ഡ് അല്ല, ബ്ലർഡ് ആണെന്ന്. ആണോ? ഓക്കെ ശരി. ക്യാമറ ഒക്കെ കറക്റ്റ്. അപ്പൊ ഓടുന്നു. എനിക്ക് കൊറേ ഇത് വരുന്നു. ആണോ? ഇപ്പഴാണ് എനിക്കറിയാൻ വയ്യ. എനിക്ക് ശരിക്കൊന്നും കാണുന്നില്ല കേട്ടോ, കണ്ണേ കാണുന്നില്ല. ഓക്കെ കുട്ടികൾക്ക് കണ്ണ് റെഡിയായി. സോ നോക്കെ, ഫസ്റ്റ് rDNA കൊണ്ടുവന്ന യെസ് കൊഹൻ ആൻഡ് ബോയർ എന്ന് പറയുന്ന രണ്ടുപേരാണ്. സ്റ്റാൻലി കൊഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. ഈ പേരൊക്കെ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, TI plasmid which is used in genetic engineering is obtained from. TI plasmid ജനറ്റിക് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള ഈ TI plasmid എന്തിനു വേണ്ടിയിട്ടാ? പ്ലാന്റ്സിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള TI plasmid. ഇറ്റ് ഇസ് ഫ്രം എ ബാക്ടീരിയ. ആ ബാക്ടീരിയയുടെ പേരാണ് യെസ് അഗ്രോബാക്ടീരിയം tumefaciens. Correct, agrobacterium tumefaciens. Okay, very good. Next, identify the substance which is used as the matrix in gel electrophoresis. Gel electrophoresis എന്ന് വിളിക്കണമെങ്കിൽ അവിടെ ഒരു ജെൽ ഉണ്ട്. ആ ജെല്ലാണ് നമ്മളുടെ മാട്രിക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ മാട്രിക്സിന്റെ പേരാണ് അഗറോസ് ജെൽ. വെരി ഗുഡ്, അഗറോസ് ജെൽ. ഗുഡ്, കുറച്ചും കൂടി. ആ നെക്സ്റ്റ്, റൈറ്റ് നോട്ട്സ് ഓൺ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക്സ്. അതായത് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക. 1 മാർക്ക് മൈക്രോ ഇഞ്ചക്ഷൻ, 1 മാർക്ക് ബയോളിസ്റ്റിക്സ് എന്ന രീതിയിലാണ്. വാട്ട് ഇസ് മൈക്രോ ഇഞ്ചക്ഷൻ? എടാ, മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ മെത്തേഡ് ഫോർ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ, അല്ലെ? ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ഇൻ എവിടത്തേക്കുള്ളതാ? പ്ലാന്റ്സിലാണോ ആനിമൽസിലാണോ? ഇൻ ആനിമൽസ്. ആനിമൽസിൽ ഡയറക്റ്റ് ട്രീ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് മൈക്രോ ഇഞ്ചക്ഷൻ. ഇവിടെ എന്താ അവർ ചെയ്യുക? ഹിയർ ആ പെർട്ടിക്കുലർ DNA നമ്മൾ പറഞ്ഞു വരുന്ന ഡിസയർഡ് DNA, the desired DNA is injected directly into the nucleus of animal cell. Animal cellന്റെ ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. യൂസിങ് വാട്ട്? എന്ത് യൂസ് ചെയ്താണ്? യൂസിങ് മൈക്രോ സിറിഞ്ച് യൂസ് ചെയ്ത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്ന് എന്നെ കോഴിയടിക്കാൻ കുറേ ഉണ്ടല്ലോ. നൈസ്.
എന്താടാ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ബയോളിസ്റ്റിക്സ്. ഇതും ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ. ലൈക്ക് അടിക്ക് കമന്റ് മാത്രം പോരാ, ലൈക്ക് അടിക്കടാ, കുറെ ഹാർട്ട് കൊടുക്ക്, കുറെ ലൈക്ക്. സ്ക്രീൻ ഫുൾ ഇല്ലാന്നോ? സ്ക്രീൻ ഫുൾ ഇല്ല. ഓ ശരിയാ, മൈക്രോ സിറിഞ്ച് ഇല്ലല്ലേ. ഓക്കെ ഇപ്പൊ ഇല്ലേ? ഓക്കെ ഓക്കെ, ഇതാണ് നമ്മളുടെ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ബയോളിസ്റ്റിക്സ്? ബയോളിസ്റ്റിക്സ് എന്താടാ? ലൈക്ക് പോരട്ടെ, ലൈക്ക് അടിക്കടാ. ഓക്കെ, നൗ കമ്മിങ് ടു ബയോളിസ്റ്റിക്സ്. ബയോളിസ്റ്റിക്സ് എന്താ? അതും ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതും ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻ പ്ലാന്റ്സ്. യെസ്, പ്ലാന്റ്സിലുള്ള ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളതാണ് ബയോളിസ്റ്റിക്സ്. ഇവിടെ എന്താ ചെയ്യുക? ഹിയർ ദ DNA is coated with, here the DNA is coated with, DNA എന്തുമായിട്ട് കോട്ട് ചെയ്യും? ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസുമായിട്ട് കോട്ട് ചെയ്യും. ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസ് ലൈക്ക്, സ്ക്രീൻ പകുതിയുള്ളൂ കേട്ടോ, ഞാൻ എഴുതിയത് പകുതിയും താഴെയാ കണ്ടോ. ഓക്കെ ഡൺ. ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസ് ലൈക്ക്, ഏതൊക്കെ ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസ് ആണ്? ലൈക്ക് ടങ്സ്റ്റൺ, ഗോൾഡ് പോലുള്ള ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസുമായിട്ട് കോട്ട് ചെയ്യും. എന്നിട്ട് then bombarded with, എന്നിട്ട് ഇങ്ങനെ അടിച്ചു കയറ്റും, ഷൂട്ട് ചെയ്ത് വിടും. എങ്ങോട്ടാ? then bombarded with the nucleus of plant cell. പ്ലാന്റ് സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് അടിച്ചു കയറ്റി, ഇങ്ങനെ വിട്ട് അടിച്ചു കയറ്റി വിടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, ബയോളിസ്റ്റിക്സ് എന്ന് പറയാം. ബയോളിസ്റ്റിക്സും ജീൻ ഗണ്ണും, ഇത് ബയോളിസ്റ്റിക്സ് അതിന്റെ വേറൊരു പേരാ, ഓർ ജീൻ ഗൺ എന്നും വിളിക്കാം. സോ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ജീൻ ഗൺ എന്നും പറയാം. സോ അതെന്തായാലും എഴുതണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഫിഗർ ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താ? ഈ വലിയ സാധനം, യെസ്, ബയോറിയാക്ടർ. ഇനി ഈ ബ്ലേഡ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് ഏത് ബയോറിയാക്ടറാ? ഇറ്റ് ഇസ് എ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. സോ ഫുൾ നെയിം തന്നെ എഴുതി വെക്കണം കേട്ടോ, വെറുതെ ബയോറിയാക്ടർ എന്ന് എഴുതരുത്, ഇതിന്റെ ഫുൾ നെയിം എഴുതണം. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. വെരി ഗുഡ്. ബി, റൈറ്റ് ദ റോൾ ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ഇൻ ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ദിസ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് വിച്ച് കൺവേർട്സ് ദ റോ മെറ്റീരിയൽസ് ഇൻ ടു ദി സ്പെസിഫിക് പ്രോഡക്ട്സ്. അതായത് നമ്മളുടെ ഹോസ്റ്റിനെ കൾച്ചർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഒപ്റ്റിമൽ conditions for the culturing of ഹോസ്റ്റിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദി ഡിസയേർഡ് പ്രോഡക്റ്റ്, നമ്മളുടെ ഡിസയേർഡ് പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ബയോ റിയാക്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി ടു ഡിസാംഡ് പത്തോജൻ വെക്ടേഴ്സ് യൂസ്ഡ് ഇൻ rDNA ടെക്നോളജി. നെയിം ടു ഡിസ്ആംഡ് പത്തോജൻ വെക്ടേഴ്സ്. ഡിസ്ആംഡ് ആയിട്ടുള്ള പത്തോജൻ വെക്ടേഴ്സ് രണ്ടെണ്ണമാണ്. ഒന്ന് നമ്മൾ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ഒരെണ്ണവും ഒന്ന് നമ്മൾ ആനിമൽസിൽ യൂസ് ചെയ്യുന്നതും. പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് TI plasmid of agrobacterium tumefaciens. രണ്ടാമതാണ് ഡിസ്ആംഡ് റിട്രോവൈറസ്. വെരി ഗുഡ്, മിടുക്കന്മാരാട്ടോ, വെരി ഗുഡ്, മിടുക്കികളുമാണ്. നെക്സ്റ്റ്, DNA fragments of sizes 500 BP, 1600 BP. BP എന്ന് പറഞ്ഞാൽ ബേസ് പെയർസ് ആണ്. 2000 BP are separated by gel electrophoresis. So 500ന്റെ ദാ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, 1600ന്റെ ദാ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, 12,000ന്റെ ദാ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്. സോ മൊത്തത്തിൽ 3 എണ്ണമാണ് നമുക്കുള്ളത്. നീളം നോക്ക് അല്ലേ? 2000 നല്ല നീളം ഉണ്ടായിരിക്കും, 5000 കുറച്ച് ചെറുതായിരിക്കും, 1600 കുറച്ചുകൂടെ വലുതായിരിക്കും. Which fragment will migrate fast and why? ഇതിൽ ഏറ്റവും സ്പീഡിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും?
ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ആളായിരിക്കും അല്ലേ? ചെറിയ ആൾക്കാരെ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. യെസ്, 500 ബേസ് പെയറിന് ആയിരിക്കും സ്പീഡിൽ മൂവ് ചെയ്യുക. വെരി ഗുഡ്. വൈ? എന്തുകൊണ്ടാണ് 500 ബേസ് പെയറിന് സ്പീഡിൽ മൂവ് ചെയ്യുക? because smaller fragment will move faster. ചെറിയ ആള് പെട്ടെന്ന് മൂവ് ചെയ്യും, അത്രേ ഉള്ളൂ. സിമ്പിൾ. Okay, done. Next question. Observe the figure and answer the questions. Name 2 selectable markers in this cloning vector. നമ്മളെ PBR 322 തന്നിട്ടുള്ള ഇവിടുത്തെ 2 സെലക്ടബിൾ മാർക്കേഴ്സിനെ എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരൊക്കെയാ? ഒന്ന് നമ്മളുടെ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനും രണ്ടാമത്തെ നമ്മളുടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും. എഴുതാൻ നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ AMPR എന്ന് എഴുതണം. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ TTTR എന്ന് എഴുതണം. ഓക്കെ. Next, write any 2 cloning sites or restriction sites present in PBR 322. പടം തന്നിട്ടുണ്ട്. ആ പടം നോക്കിയിട്ട് എഴുതിയാൽ മതി. ഏതെങ്കിലും 2 ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും എഴുതടാ. ഞാൻ ദാ ഈക്കോ R1നെ എഴുതി, ബാം H1നെ എഴുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം എഴുതി വെക്കുക. ഓക്കെ. So A, B completed. Next, what is the function of ROP in this cloning vector? So ഇവിടെ ദാ ROP എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ഇയാളുടെ പേരാണ് റിപ്രസർ ഓഫ് പ്രോട്ടീൻ എന്നാണ് ROPയുടെ ഫുൾ ഫോം. ROPയുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുക, അതാണ് ഫംഗ്ഷൻ. ഓക്കെ. സോ ഇറ്റ് കോഡ്സ് ഫോർ the proteins for replication. റെപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുക എന്നുള്ളതാണ് ROPയുടെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ഡൺ. നെക്സ്റ്റ്, simplest question, which is the first restriction endonuclease isolated is? It is hind second എന്ന് നമ്മൾ പറയുന്നത്. അതാണ് നമ്മളുടെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ഐസൊലേറ്റ് ചെയ്യുന്നത്. ഗുഡ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് നെയിം ദ ടെക്നിക്. എന്താ ഇത്? നമ്മളുടെ അടിപൊളി സാധനം. എന്താ അത്? സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജെൽ ഇലക്ട്രോഫോറസിസ്. വെരി ഗുഡ്. ജെൽ ഇലക്ട്രോഫോറസിസ്, അതാണ് നമ്മളുടെ A. Next, how can we separate DNA fragment using this technique? എങ്ങനെയാണ് നമ്മൾ DNA fragmentsനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? By using electricity, അല്ലേ? By using electricity യൂസ് ചെയ്തിട്ട് the DNA fragments are made to move through the agarose gel. അല്ലേ? ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിട്ട് DNA ഫ്രാഗ്മെന്റ്സിനെ അഗറോസ് ജെല്ലിലൂടെ മൂവ് ചെയ്യിക്കും. ടുവേർഡ്സ് വെയർ? ടുവേർഡ്സ് ദി പോസിറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡ്സിലേക്ക് മൂവ് ചെയ്യിക്കും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ, റൈറ്റ് ദ നെയിം ഓഫ് ദ ടെക്നിക് യൂസ്ഡ് ടു റിമൂവ് DNA ഫ്രം ദ ജെൽ. ആ ടെക്നിക്കിന്റെ പേരെന്തുവാ? ആ ജെല്ലിൽ നിന്നും DNA റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേരാണ്. വെരി ഗുഡ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ അതാണ്. ഇറ്റ് ഈസ് കോൾഡ് എല്യൂഷൻ. ഓക്കെ, ഡൺ. യെസ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഫിഗർ എന്തിന്റെ ഫിഗർ തന്നിരിക്കുന്നത്? ദാ ഈ സാധനം കണ്ടാ മനസ്സിലാവും. എന്താ സാധനം? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് ഗിവൺ ഇൻ ദ ഫിഗർ. ഈ പ്രോസസിന്റെ പേരാണ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. What is the name of this technique in what is the purpose of this technique in rDNA technology? rDNA technology PCR നമ്മൾ ചെയ്യുന്നത് എന്തിനാ? For the amplification of DNA. DNA നെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? മൾട്ടിപ്പിൾ കോപ്പീസിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗുഡ്. What is the name of the thermostable DNA polymerase used in this technique? അവർ യൂസ് ചെയ്ത thermostable DNA polymerase പേരാണ് TAC polymerase. എന്തായിരുന്നു അതിന്റെ പേര്? TAC polymerase എന്നായിരുന്നു DNA polymerase പേര്. നെക്സ്റ്റ്, നെയിം ദ ബാക്ടീരിയം ഫ്രം വിച്ച് ദ DNA polymerase is extracted. ഈ TAC polymerase ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് കിട്ടിയേ? തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് കിട്ടിയത്. വെരി ഗുഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് DNA polymerase? ഈ DNA polymerase പ്രത്യേകത എന്തായിരുന്നു? അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ്
തെർമോസ്റ്റേബിൾ. അത് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരെണ്ണമായിരുന്നു. വെരി ഗുഡ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് പ്രൈമേഴ്സ് ഇൻ ദിസ് പ്രോസസ്? ഈ ആംപ്ലിഫിക്കേഷനിൽ പ്രൈമറിന്റെ മീൻസ് യൂസ് എന്താണ്, പേർപ്പസ് എന്താണ്? പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ DNA സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. സോ DNA സിന്തസിസ് നടത്തുന്നതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് പ്രൈമർ. സോ പ്രൈമർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈമർ is needed for initiation of DNA എന്താ പറയുക, DNA ഫോർമേഷൻ. സോ ആ DNA ഫോർമേഷന് പ്രൈമർ തുടങ്ങാൻ വേണ്ടി വേണം. ആൻഡ് ദെൻ അതിന് വേണ്ടി പിന്നെന്ത് ചെയ്യും? then the DNA polymerase add nucleotides to these primers. ഈ പ്രൈമറിലേക്ക് പിന്നെ DNA പോളിമറൈസ് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ റെപ്ലിക്കേഷന്റെ ഇനീഷ്യേഷന് വേണ്ടിയിട്ടാണ് ഈ പ്രൈമറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഗുഡ്. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി മേക്ക് എ ബാക്ടീരിയൽ സെൽ കോംപീറ്റന്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ? ഒരു ബാക്ടീരിയൽ സെല്ലിനെ കോംപീറ്റന്റ് ആക്കുന്നത് എങ്ങനെയാ? ആദ്യം അതിനെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി കുറച്ച് ടെമ്പറേച്ചർ മാറ്റിയൊക്കെ വെക്കാൻ നേരത്താണ് കോംപീറ്റന്റ് ആവുക. സോ ആദ്യം നമ്മൾ നമ്മളുടെ ബാക്ടീരിയൽ സെല്ലിനെ എടുക്കും. ഓക്കെ, ബാക്ടീരിയൽ സെല്ലിനെ എടുത്തു. ഈ ബാക്ടീരിയൽ സെല്ലിനെ we treat this bacterial cell with divalent cation. നമ്മൾ ആദ്യം ഇതിനെ ഒരു divalent cation ആയിട്ട് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ കാൽഷ്യം പോലുള്ള divalent cationുമായിട്ട് ആക്ട് ചെയ്തു. യെസ്, അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇറ്റ് ക്രിയേറ്റ്സ് പോർസ്. അപ്പോൾ ഈ divalent cationുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സെല്ലിൽ കുറേ പോർസ് ഉണ്ടാക്കും. പോർസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുമോ? ഇല്ല. then we keep them, we isolate or incubate at 0 degree Celsius. എന്നിട്ട് 0 degree Celsiusൽ വെക്കും. കഴിഞ്ഞില്ല, 0 degree Celsiusൽ വെച്ചില് രണ്ടാമത്തെ നമ്മൾ 42 degree Celsiusൽ വെക്കും. അതിനെയാണ് നമ്മൾ ഹീറ്റ് ഷോക്ക് എന്ന് പറയുന്നത്. തീർന്നില്ല, പിന്നെയും again at 0 degree Celsius. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ ബാക്ടീരിയൽ സെൽ കോംപീറ്റന്റ് ആയി മാറിയിട്ട് ആ DNA ഉള്ളിലേക്ക് എടുക്കും. ഓക്കെ, ക്ലിയർ? സോ ഇത്രയും കംപ്ലീറ്റ് ആയിരിക്കണം. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. കേട്ടോ? ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഡയഗ്രാം. The diagram given below is E. coli cloning vector PBR322. നമുക്കറിയാവുന്ന കാര്യം. ഐഡന്റിഫൈ ദ സെലക്ടബിൾ മാർക്കേഴ്സ്. ഇവിടുത്തെ സെലക്ടബിൾ മാർക്കേഴ്സ് ആരൊക്കെയാടാ? രണ്ട് പേരാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ഇവർ രണ്ടുപേരുമാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ORI. ROP അല്ല, ORI. സോ ORI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സോ ORIയുടെ സിഗ്നിഫിക്കൻസ് എന്താ? ഇറ്റ് ഈസ് ദി place where replication starts. So ORI is the place where replication start ചെയ്യുന്നത് ഈ ORI-ലാ. മാത്രമല്ല ഒരു പോയിന്റും കൂടെ ഉണ്ട്, കോപ്പി നമ്പറിനെ കൺട്രോൾ ചെയ്യുന്ന ആളും ഇയാളാണ്. സോ ദിസ് ORI controls the copy നമ്പറിനെ കൺട്രോൾ ചെയ്യുന്നതും ORI ആണ്. മറന്നു പോവരുത്. ഓക്കെ, ഡൺ, ഗുഡ്. നെക്സ്റ്റ്, ഒരു സിമ്പിൾ എന്താണ് ഇതിന് പറയാ, ഒരു മാച്ച് ദ ഫോളോയിങ്. സിമ്പിൾ മാച്ച് ദ ഫോളോയിങ്. ക്ലോണിംഗ് വെക്ടർ. ഇതിൽ ക്ലോണിംഗ് വെക്ടർ ആരാ? നമ്മൾ പഠിച്ചൊരു മേജർ ക്ലോണിംഗ് വെക്ടർ പറയുന്നത് PBR322. അയാളെ പടവാ തന്നിട്ടുള്ളത്. അതാണ്ട് PBR322. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വി യൂസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഉണ്ട്. ഇലക്ട്രോഫോറസിസ് തന്നിട്ടുണ്ട്. PCR എന്തിനു വേണ്ടിയിട്ടാ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്. പക്ഷെ ആംപ്ലിഫിക്കേഷൻ തന്നില്ല, പകരം എന്താ ടാക് പോളിമറൈസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, കൺവേർട്സ് റോ മെറ്റീരിയൽസ് ഇൻടു സ്പെസിഫിക് പ്രോഡക്ട്സ്. ആരാ അത് ചെയ്യാ? ബയോറിയാക്ടർ. അത് ഇവിടെ ഇല്ലാഞ്ഞതാ. ഹിന്റ് സെക്കൻഡിന് മാത്രം ഒരു പെയർ ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം. എക്സാമിനൊന്നും എഴുതി ചേർക്കരുത്, നമുക്ക് പറയാൻ വേണ്ടി പറഞ്ഞത്. സോ നമ്മളുടെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം ഐസൊലേറ്റഡ് അതാരാ?
എൻസൈം ഐസൊലേറ്റഡ്. അതാണ് നമ്മളെ ഹിന്റ് സെക്കൻഡ്. ഓക്കെ, അയാൾക്ക് വിഷമം വേണ്ട, അയാളെ മാത്രം നിർത്തി എന്നുള്ള രീതിയിൽ. ഓക്കെ, different steps in RDNA technology are given below. Arrange them in the correct sequential order. Okay, RDNA technology ആദ്യം ചെയ്യുന്നത് എന്താ? കംപ്ലീറ്റ് DNA മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐസൊലേഷൻ ഓഫ് DNA. യെസ്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് DNA. കംപ്ലീറ്റ് DNA നമുക്ക് വേണ്ട. രണ്ടാമത് നമ്മൾ ആ DNA മുറിക്കും യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. സോ സെക്കൻഡ് ഇസ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. യെസ്, രണ്ടാമത്തത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA. ഫ്രാഗ്മെന്റ്സിനെ എല്ലാത്തിനെയും നമുക്ക് വേണ്ട. സോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിസൈർഡ് ഫ്രാഗ്മെന്റിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യും. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ദി ഡിസൈർഡ് ഫ്രാഗ്മെന്റ് യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ്, യെസ്, ഇതാണ് സെപ്പറേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ്. പിന്നീട് നമ്മൾ ആ ഡിസൈർഡ് ഫ്രാഗ്മെന്റിനെ ആംപ്ലിഫിക്കേഷൻ നടത്തും PCR വഴി. പക്ഷെ അങ്ങനത്തെ സാധനം ഇവിടെ തന്നിട്ടില്ല. വേണ്ട, ആംപ്ലിഫിക്കേഷൻ നടത്താതെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ആംപ്ലിഫിക്കേഷൻ ഇല്ലാതെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഫ്രാഗ്മെന്റ് കിട്ടി, അതിനെ എവിടേക്ക് ഒട്ടിച്ച് ചേർക്കണം? വെക്ടറിലേക്ക് ഒട്ടിച്ച് ചേർക്കണം. സോ നെക്സ്റ്റ് ഇസ് ദ ലൈഗേഷൻ ഓഫ് ദി DNA ഫ്രാഗ്മെന്റ് ഇൻ ടു ദി വെക്ടർ. ഇനി വെക്ടറിനെ പിടിച്ചോണ്ടിരിക്കുന്നത്, വെക്ടറിനെ എങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം? ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് RDNA ഇൻ ടു ദി ഹോസ്റ്റ് ആൻഡ് ഫൈനലി ആ ഹോസ്റ്റിനെ നമ്മൾ കൾച്ചർ ചെയ്യണം. അതാണ് മൊത്തം. സോ ഓപ്ഷൻ C, E, F, A, D, B ഇങ്ങനെ വരിക. ഇതിനാണ് നിങ്ങൾ പറഞ്ഞത് CEFADB. ഓക്കെ, കറക്റ്റ്, പക്ക. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി വിഷ്വലൈസ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്? ജെൽ ഇലക്ട്രോഫോറസിൽ DNA ഫ്രാഗ്മെന്റ്സിനെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് വി യൂസ് എ സ്റ്റെയിൻ, അല്ലേ? നമ്മളൊരു സ്റ്റെയിൻ യൂസ് ചെയ്യും. സ്റ്റെയിനിന്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. യെസ്, എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞൊരു സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യും. എത്തിഡിയം ബ്രോമൈഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പ്ലസ് നമ്മൾ അതിനെ കൂടെ എന്തും കൂടെ അടിച്ചു കൊടുക്കും? UV ലൈറ്റും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പൊ നമ്മളുടെ DNA വിൽ അപ്പിയർ ആസ് ബ്രൈറ്റ് ഓറഞ്ച് കളർ. ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. വെരി ഗുഡ്. വെറുതെ എത്തിഡിയം ബ്രോമൈഡ് എന്ന് എഴുതിയാൽ അവർ ഫുൾ മാർക്ക് തരത്തില്ല, ഹാഫ് മാർക്ക് കുറയ്ക്കും. സോ എന്ത് എഴുതണം? എത്തിഡിയം ബ്രോമൈഡ് പ്ലസ് UV ലൈറ്റ് എന്നും കൂടെ എഴുതണം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, eco R1 is a restriction endonuclease. What does eco R1 represent? അതിൽ ഇയും കോയും ആറും വണ്ണും ഒക്കെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്? സോ eco R1 അതിന്റെ നെയിമിങ് ഞാൻ പറയാൻ പോകുന്നത്. eco R1ൽ E എന്ന് പറയുമ്പോൾ അത് അതിന്റെ ജീനസ് നെയിം, ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്ത് അതിന്റെ ജീനസ് നെയിം ആണ്. ഇവിടെ E എന്ന് പറയുമ്പോൾ ഈയുടെ ഫുൾ നെയിം എസ്കരീഷ്യ. ഓക്കെ, എസ്കരീഷ്യ എന്നാണ് ഇവിടുത്തെ ജീനസ് നെയിം. നെക്സ്റ്റ്, കോ മീൻസ് അതിന്റെ സ്പീഷീസ് നെയിം ആണ് കോ എന്ന് പറയുന്നത്. ഇവിടെ സ്പീഷീസ് നെയിം കോ സ്റ്റാൻഡ്സ് ഫോർ കോളൈ. സോ ഈ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എടുത്ത്. നെക്സ്റ്റ്, അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഇത് ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനിൽ നിന്നാണ് എടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഏത് സ്ട്രെയിനിൽ നിന്നാണ് എടുത്തത്? RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ നിന്ന് എടുത്തത്. ഫൈനലി ലാസ്റ്റ് ഒരു നമ്പർ കാണും, 1, 2, 3 എന്ന് പറഞ്ഞ ഒരു നമ്പർ കാണും. ആ നമ്പറിന്റെ അർത്ഥം ഇറ്റ് ഈസ് ദി ഓർഡർ ഓഫ് ഇൻവെൻഷൻ. സോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത എൻസൈം ആണ് RY13 സ്ട്രെയിനിൽ നിന്നും. എസ്കറേഷ്യ കോളൈ RY13 നിന്നും ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത എൻസൈം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. ഹലോ, സോ നമ്മളെ നീറ്റ് കീം CVT അതിന്റെ പരസ്യമാണ്. ക്രാഷ് തുടങ്ങല്ലേ അല്ലേ? യെസ്, ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ആ നീറ്റിലേക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു കോച്ചിങ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഠിക്കാമെങ്കിൽ, നന്നായി പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ടും ഒരു MPBS എന്ന് പറയുന്നത് വളരെ ദൂരമല്ല, പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ളതാണ്. ഓക്കെ, കേട്ടോ? ഓഫ്ലൈൻ ഉണ്ടോ എന്ന്? എടാ, ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട് നമുക്ക്. അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല, എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഡൺ. സോ കമ്മിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ. കണ്ടോ, ഒരു ചാപ്റ്ററിന് മാക്സിമം അരമണിക്കൂർ ഇല്ല. നമ്മൾ ഈ മൈക്കിന്റെ പ്രശ്നം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇത് ഇത്രയും കൂടി പോയതാ. എല്ലാ ആ ചാപ്റ്ററിൽ വരുന്ന അത്യാവശ്യം മേജർ പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ആഹാ,
നല്ല ചാപ്റ്റർ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ്. കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ്. നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ that produce human protein enriched milk. എന്തായിരുന്നു പശുവിന്റെ പേര്? നമ്മളുടെ റോസി പശു അല്ലേ? റോസി പശു ആണ് ഫസ്റ്റ്. റോസിയുടെ സ്പെല്ലിംഗ് ROSI അല്ല, ROSIE. മൊത്തം എഴുതണം റോസി പശു എന്ന് പറയുമ്പോ കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അയാൾ പ്രൊഡ്യൂസ് ചെയ്ത ഹ്യൂമൻ പ്രോട്ടീന്റെ പേര് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? ഇറ്റ് ഇസ് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. അങ്ങനെയും വേണമെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. നെയിം ദ നെമറ്റോഡ് വിച്ച് infect the roots of tobacco plants resulting in the reduction of yield. ടൊബാക്കോ പ്ലാന്റിന്റെ റൂട്ടിനെ എഫക്ട് ചെയ്യുന്ന നെമറ്റോഡിന്റെ പേരെന്താ? നമ്മുടെ സ്റ്റൈലൻ പേരുള്ള ആള് എന്തായിരുന്നു? മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ. യെസ്, വെരി ഗുഡ്. മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ. എടാ സ്പെല്ലിംഗ് തെറ്റിക്കല്ലേ, അത് തന്നെ എഴുതി വെക്കണേ. ഓക്കെ, വെരി ഗുഡ്. മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ. നെക്സ്റ്റ്. ക്ലോൺസ് with radioactivity can be detected by. റേഡിയോ ആക്ടിവിറ്റി വഴിയുള്ള ക്ലോൺസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന, റേഡിയോ ആക്ടിവിറ്റി ഉള്ള ക്ലോൺസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡിന്റെ പേരെന്താ? മെത്തേഡിന്റെ പേര് റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആളെ കണ്ടുപിടിക്കുന്നത് റേഡിയോഗ്രാഫി വഴി, ഓട്ടോ റേഡിയോഗ്രാഫി വഴി. ഓക്കെ, സോ ഓട്ടോ റേഡിയോഗ്രാഫി വഴി നമ്മൾ ബേസിക്കലി എന്താ കണ്ടുപിടിക്കുക? ഡിഫക്റ്റഡ് ജീൻസ് ഒക്കെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല, പക്ഷെ ഞാൻ വിചാരിച്ചത് നിങ്ങൾ തെറ്റിക്കുമായിരിക്കുന്നു. ഞാൻ നിങ്ങളെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അല്ലേ കുട്ടികളെ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസുലിൻ കൺസിസ്റ്റ് ഓഫ് 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് A and B. അല്ലെ, മെച്ചർ ഇൻസുലിന്റെ കാര്യം അവർ പറയുന്നത്. മെച്ചർ ഇൻസുലിന് 2 പോളിപെപ്റ്റൈഡ്സ് ഉണ്ട്, ഒന്ന് A പെപ്റ്റൈഡും ഒന്ന് B പെപ്റ്റൈഡും. ദീസ് 2 ചെയിൻസ് ആർ ജോയിൻഡ് ബൈ. ഈ 2 ചെയിൻസും ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? ഡൈസൾഫൈഡ് ബോണ്ട്. അത് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇതാണ്ട് ഡൈസൾഫൈഡ് ബോണ്ട്സ് വഴിയാണ്. ഗുഡ്. നെക്സ്റ്റ്. നെയിം 2 ജെൻസ് അല്ലാട്ടോ, നെയിം 2 ജീൻസ് that control cotton bollworms. കോട്ടൺ ബോൾവർംസിനെ കൺട്രോൾ ചെയ്യുന്ന 2 ജീൻസിനെ പറയാൻ പറഞ്ഞാൽ ഒന്ന് ക്രൈജീൻ, രണ്ടാമത്തതും ക്രൈജീൻ. ഒന്നാമത്തത് ക്രൈ 1AC എന്ന് പറയുന്നതും രണ്ടാമത്തത് ക്രൈ 2AB എന്ന് പറയുന്നതും. ഇത് രണ്ടുമാണ്. ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി. കോൺ ബോററിനെ കൊല്ലുന്ന ജീന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്രൈ 1AB. അത് മറന്നു പോകരുത്. ഓക്കെ, ക്രൈ 1AB. ഗുഡ്. നൈസ്. നെക്സ്റ്റ്. എക്സ്പാൻഡ് എലൈസ. സിമ്പിൾ. ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? വാട്ട് ഇസ് എലൈസ? എലൈസ മീൻസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് assay. Enzyme linked immunosorbent assay. Good. What is the principle of this process? ELISAയുടെ പ്രിൻസിപ്പിൾ എന്താ? സ്ഥിരം ക്വസ്റ്റൻ, 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ഗുഡ്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ, അതാണ് ELISAയുടെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ക്ലിയർ? ഡൺ. Next. Which company prepared genetically engineered human insulin? Genetically engineered human insulin produce ചെയ്ത കമ്പനിയുടെ പേരാ ചോദിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. നമ്മുടെ അമേരിക്കൻ കമ്പനിയായ എലി ലില്ലി കമ്പനിയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തത്. ഗുഡ്, നൈസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരാമേ, അതുകൊണ്ടാണ് കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത്. മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ is a nematode parasite which infects the roots of tobacco plants. ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ടിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരാളാണ് മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ. ഇറ്റ്സ് ഇൻഫെക്ഷൻ can be prevented by a biotechnological method. Yes, very good. ഇത് സ്പീഡാണ് നിങ്ങൾ. ആ സ്ട്രാറ്റജിയുടെ പേരാണ് RNAi അല്ലെങ്കിൽ RNA ഇന്റർഫെറൻസ് എന്നാ പറയാം. ഓക്കെ, RNA interference. Next, explain the principle behind the strategy.
ഈ സ്ട്രാറ്റജിക്ക് പിന്നിലുള്ള പ്രിൻസിപ്പിൾ. സോ അത് എപ്പോഴും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഏറ്റവും മിനിമം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് RNA ഇന്റർഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. സോ എന്താ നിങ്ങൾ ചെയ്യുക? RNA ഇന്റർഫറൻസ് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുക? ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മെലോയിഡിഗൈൻ ഇക്ടോഗ്നീഷ്യ എന്ന് പറയുന്ന ആ നെമറ്റോഡ് ടൊബാക്കോയുടെ റൂട്ടിനെ വന്ന് ഉപദ്രവിക്കും. എന്നിട്ട് ആ റൂട്ടിൽ മൊത്തം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റൂട്ടിൽ ഫുൾ നൊഡ്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും, റൂട്ട് നൊഡ്യൂൾസ് ഉണ്ടാക്കും. സോ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെമറ്റോഡ് മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന നെമറ്റോഡ് ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ആ mRNA ഒരു പ്രോട്ടീൻ ആയി മാറിയിട്ടാണ് റൂട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. RNA ഇന്റർഫറൻസ് വഴി നമ്മൾ എന്താ ചെയ്യുക? ആ നെമറ്റോഡിന്റെ mRNA നശിപ്പിച്ചു കളയും. അതിനെ വിളിക്കുന്ന പേരാണ് സൈലൻസിങ് ഓഫ് mRNA. വെരി ഗുഡ്. സോ സൈലൻസിങ് ഓഫ് mRNA ആണ് ചെയ്യുന്നത്. സോ അതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്, സൈലൻസിങ് ഓഫ് mRNA. അത് എങ്ങനെയാ ചെയ്യുന്നതെന്നാ പറയാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ നെമറ്റോഡിന്റെ mRNAക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ജീൻ അതിനെ എങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും? നമ്മളുടെ ടൊബാക്കോ പ്ലാന്റിലേക്ക് ഇട്ട് കൊടുക്കും. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് we transfer the nematode specific gene into tobacco. So tobacco പ്ലാന്റിലേക്ക് നമ്മൾ ആ നെമറ്റോഡ് സ്പെസിഫിക് ജീനിനെ എടുത്ത് ഇട്ട് കൊടുത്തു. ഓക്കെ, സോ ഇപ്പോ നെമറ്റോഡ് സ്പെസിഫിക് ജീൻ ആ നമ്മളുടെ ടൊബാക്കോ പ്ലാന്റിൽ എത്തി. അവിടെ വെച്ച് ആ ജീൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു സെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ആന്റി സെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ്, ദിസ് ജീൻ വിൽ പ്രൊഡ്യൂസ് സെൻസ് RNA ആൻഡ് ആന്റി സെൻസ് RNA. അതൊരു സെൻസ് RNAനെയും ഒരു ആന്റി സെൻസ് RNAനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സെൻസ് RNA ആന്റി സെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെൻസ് RNAയും ആന്റി സെൻസ് RNA എന്ന് പറയാൻ നേരത്ത് ഇവർ രണ്ടുപേരും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആൾക്കാരാ. സോ ഇവർ രണ്ടുപേരും കൂടെ ബൈൻഡ് ചെയ്ത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNAനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ സിൻസ് ദിസ് സെൻസ് RNA ആൻഡ് ആന്റി സെൻസ് RNA will produce a double stranded RNA. They bind together and they will form a double stranded RNA. So ഒരു double stranded RNA ഉണ്ടായി. ഈ double stranded RNA എന്ത് ചെയ്യും? It will silence the mRNA. This double stranded RNA will destroy the mRNA of the nematode. നെമറ്റോഡിന്റെ mRNA നശിപ്പിച്ചു കളയും. സോ ആ mRNAക്ക് ഇനി പ്രോട്ടീൻ ആവാൻ പറ്റില്ല. ദിസ് ഇസ് കോൾഡ് സൈലൻസിങ് ഓഫ് mRNA. ഇതിനെയാണ് സൈലൻസിങ് ഓഫ് mRNA എന്ന് പറയുന്നത്. ആര് mRNA? നെമറ്റോഡിന്റെ mRNA. ഓക്കെ, ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ ചാപ്റ്റർ എടുക്കുന്നത്? എടാ ഇപ്പൊ ബയോടെക് 1 നമ്മൾ കഴിഞ്ഞു, ഇപ്പൊ ദാ ഇത് ബയോടെക് 2 ഇതിപ്പോ കഴിയും. ഇനി ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഈ 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഡൺ. ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയാണ്. mRNA സൈലൻസിങ്, RNA ഇന്റർഫറൻസ് ഒരു ഷോ ക്വസ്റ്റ്യൻ ആണ്, നന്നായി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. സോ എഴുതാൻ നേരത്തെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. ഉറപ്പായിട്ടും ഒന്നുകൂടെ പറയുമോ എന്ന് പറയുന്നത് എനിക്കറിയാം. ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവരും അത്യാവശ്യം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് എനിക്കറിയാം. ഡോണ്ട് വറി. എന്താണ് RNA ഇന്റർഫറൻസ്? ചോദിക്കും ചില സമയത്ത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് കിട്ടും. ഇതുപോലെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സെറ്റ്. സോ മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന നെമറ്റോഡ് ടൊബാക്കോ പ്ലാന്റിനെ ഉപദ്രവിക്കും. എങ്ങനെ അയാൾ ഉപദ്രവിക്കുക? ഇയാൾ ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഈ നെമറ്റോഡ് ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ആ mRNA പ്രോട്ടീൻ ആയിട്ട് മാറിയിട്ട് ആ ടൊബാക്കോയുടെ റൂട്ടിനെ ഉപദ്രവിക്കും. ഇതാണ് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അയാളുടെ mRNA അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ മതി. പിന്നെ പ്രോട്ടീൻ ആവാൻ ആളില്ലല്ലോ. സോ അങ്ങനെ ആ mRNA, നെമറ്റോഡിന്റെ mRNA നശിപ്പിച്ചു കളയുന്ന ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സൈലൻസിങ് ഓഫ് mRNA. അതാണ് RNA ഇന്റർഫറൻസ്. സോ RNA ഇന്റർഫറൻസ് വഴിയാണ് ഇത് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് RNA ഇന്റർഫറൻസ് ചെയ്യുക എന്നുള്ളതാ പറയുന്നത്. ഈ നെമറ്റോഡിന്റെ mRNA ഇല്ലേ, ആ mRNAക്ക്
കോംപ്ലിമെന്ററി ആയിട്ടുള്ള, അതായത് അതിന്റെ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ജീനിനെ നമ്മൾ എങ്ങോട്ടേക്ക് എടുത്ത് ഇട്ട് കൊടുക്കും? നമ്മുടെ ബയോടെക്നോളജി വഴി, RDNA ടെക്നോളജി വഴി നമ്മൾ ഈ ടൊബാക്കോ പ്ലാന്റിലേക്ക് ഇട്ട് കൊടുത്തു. സോ നെമറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ ഇപ്പൊ എവിടെ എത്തി? ടൊബാക്കോ പ്ലാന്റിൽ എത്തി. ഇനി ആ ടൊബാക്കോ പ്ലാന്റ് ആ ജീൻ വെച്ചിട്ട് 2 RNA പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സ്ട്രാൻഡിൽ നിന്നും ഒരു RNA, അടുത്ത സ്ട്രാൻഡിൽ നിന്നും അടുത്ത RNA. ഒരു RNA വിളിക്കുന്ന പേര് സെൻസ് RNA, രണ്ടാമത്തെ RNA വിളിക്കുന്ന പേര് ആന്റി സെൻസ് RNA. സെൻസ് RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ mRNAക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA, അതിനെയാണ് നമ്മൾ സെൻസ് RNA എന്ന് വിളിക്കുന്നത് കേട്ടോ. മറ്റേത് അടുത്ത സ്ട്രാൻഡിൽ നിന്ന് വരുന്നത് ആന്റി സെൻസ് RNA. സോ ടൊബാക്കോ പ്ലാന്റിൽ സെൻസ് RNAയും ആന്റി സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്ത്. ഇതിന്റെ പ്രത്യേകത, ഈ സെൻസ് RNAയും ആന്റി സെൻസ് RNAയും രണ്ടും കോംപ്ലിമെന്ററിയാ. കാരണം ഒരു DNA-യുടെ 2 സ്ട്രാൻഡിൽ നിന്നുണ്ടാവുന്നതല്ലേ. സോ ഈ സെൻസ് RNAയും ആന്റി സെൻസ് RNAയും കൂടി കയറി ബൈൻഡ് ചെയ്യും. സോ 2 സ്ട്രാൻഡിൽ RNA ഫോം ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ സ്ട്രാൻഡഡ് RNA. സോ സെൻസ് RNAയും ആന്റി സെൻസ് RNAയുടെ കൂടി ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ആയി മാറി. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് നമ്മളുടെ താരം. ഇയാളാണ് ചെന്ന് ആരെ നശിപ്പിച്ചു കളയുന്നത്? ആ mRNA, നെമറ്റോഡിന്റെ mRNA ചെന്ന് മുറിച്ച് നശിപ്പിച്ചു കളയുന്നത് ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA. സോ ആരുടെ mRNA നശിച്ചു പോയി? നമ്മളുടെ നെമറ്റോഡിന്റെ mRNA നശിച്ചു പോയി. ഇനി ആ mRNA പ്രോട്ടീൻ ആവാൻ mRNA ഉണ്ടോ? ഇല്ല, അവിടെ പ്രോട്ടീൻ ഉണ്ടാവില്ല. ടൊബാക്കോ പ്ലാന്റ് രക്ഷപ്പെട്ടു. ഇതിനെയാണ് സൈലൻസിങ് ഓഫ് mRNA, RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും സാധനം ഒരാൾ ചോദിച്ചിരിക്കുന്നു, മിസ്സേ ഇതുപോലെ എഴുതിയാൽ മതിയൊന്നും? മതി. ഇതുപോലെ എഴുതിയിട്ട് ഒരു 1/2 മാർക്ക് പോയിട്ട് 1/4 മാർക്ക് പോലും നിങ്ങൾക്ക് ആരും കുറയ്ക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ് സാധനവും എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതണം. നാളെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? അല്ല, നാളെ മറ്റേതാ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഉറപ്പാ. മറ്റേത് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ആരും ഇത് എഴുതാതിരിക്കരുത് കേട്ടോ. നമ്മളെ കുട്ടികൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കണം. ഒരു ഡൗട്ട് ഉണ്ടാവാതെ പക്കായിട്ട് എഴുതിയിട്ട് ടീച്ചേഴ്സിന് തോന്നുമായിരിക്കുമോ നിങ്ങൾ അടുത്തടുത്തുള്ള കുറച്ച് നമ്പേഴ്സ് കുറേ പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പിള്ളേർ ഇതേ കണക്ക് ഫ്ലോ ചാർട്ട് വഴി എഴുതിക്കണമെങ്കിൽ മിസ് ആലോചിക്കുമല്ലേ, ഇനി ഇവന്മാർ കോപ്പി അടിച്ചതാണോ എന്ന് കാണാൻ ചിന്തിക്കുമോ? ഇല്ലല്ലേ. മിസ് വിചാരിക്കും ഏതോ നല്ല ആള് പഠിപ്പിച്ചോണ്ട് അവർ നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് അവർ വിചാരിച്ചോളൂ അല്ലേ. അയ്യോ, മതിയടാ, സ്റ്റെപ്സ് ആയിട്ട് എഴുതിയാൽ മതി. നിങ്ങളൊരു വലിയ പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതുപോലത്തെ ഫ്ലോ ചാർട്ട് എഴുതാൻ പറ്റൂ. സോ നിങ്ങൾ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഓക്കെ, അതൊരു പ്രശ്നമേ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. സൊമാറ്റിക് ഹൈബ്രിഡ് ഡെവലപ്ഡ് ബൈ ഫ്യൂസിങ് ടൊമാറ്റോ ആൻഡ് പൊട്ടറ്റോ സെൽസ് ആർ കോൾഡ്. പൊട്ടറ്റോയും ടൊമാറ്റോയും ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കുന്ന ആ സൊമാറ്റിക് ഹൈബ്രിഡിനെ വിളിക്കുന്ന പേര്, 2 പേരൂടെ ചേർക്കുക, പൊമാറ്റോ. വെരി ഗുഡ്, പൊമാറ്റോ എന്നാണ് നമ്മൾ വിളിക്കുക. ഗുഡ്. നെക്സ്റ്റ്, റൈറ്റ് 3 യൂസസ് ഓഫ് ട്രാൻസ്ജെനിക് ആനിമൽസ്. ട്രാൻസ്ജെനിക് ആനിമലിന്റെ ഏതെങ്കിലും 3 യൂസസ് എഴുതാനാ പഠിക്കുന്നത്. 3 എന്തിനാ, 4 യൂസോ 5 യൂസോ നമ്മൾ പറഞ്ഞുതരാം. 1, ദേ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദി നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. ടു സ്റ്റഡി the normal physiology and development. To study the normal physiology and development. രണ്ടാമത്തെ നോർമൽ ഫിസിയോളജി ഡെവലപ്മെന്റ് മാത്രമല്ല, ഒരു അസുഖത്തെ കുറിച്ച് പഠിക്കാം. രണ്ടാമത്തേതാണ് ടു സ്റ്റഡി അബൌട്ട് എ ഡിസീസ്. ടു സ്റ്റഡി അബൌട്ട് എ ഡിസീസ്. ഓക്കെ. മൂന്നാമത്തത് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി അതിനെ യൂസ് ചെയ്യാം. വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഈ നമ്മളുടെ ട്രാൻസ്ജെനിക് ആനിമൽസിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ബയോളജിക്കൽ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. സോ ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. സോ ബയോളജിക്കൽ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഇതായിരിക്കും, ഏതൊക്കെ ബയോളജിക്കൽ പ്രോഡക്ട്സിനെയാണ് നമ്മൾ ഈ ട്രാൻസ്ജെനിക് ആനിമൽസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ അതൊന്ന് ആലോചിച്ചിരിക്കണം. ഒന്ന്, എംഫിസിമ എന്ന് പറയുന്ന അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. അതിൻ്റെ പേരാണ് α1 ആൻറ്റിട്രിപ്സിൻ. സോ α1 ആൻറ്റിട്രിപ്സിനെ നമ്മൾ ഈ ട്രാൻസ്ജെനിക് ആനിമൽസ് വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക. രണ്ടാമത്തതാണ് നമ്മളുടെ റോസി പശു. റോസി പശുവിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് ഹ്യൂമൻ
ആൽഫ ലാക്റ്റാൽബുമിൻ. ഓക്കെ, മറന്നു പോകരുത്. നെക്സ്റ്റ്, നാലാമത്തെ യൂസ് ആയിട്ടുള്ളൂ. അഞ്ചാമത്തെ യൂസ് വേറെ എന്തിനൊക്കെ വേണ്ടി? വാക്സിൻ സേഫ്റ്റി അല്ലാതെ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിനും യൂസ് ചെയ്യാം. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ? താങ്ക് യു ടീച്ചർ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. താങ്ക് യു. എന്റെ ബോയ് ഫ്രണ്ട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ അടുത്ത്. നെക്സ്റ്റ് നോക്കടാ. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഹാവ് ബീൻ യൂസ്ഫുൾ ഇൻ മെനി വേസ്. ഒരുപാട് കാര്യങ്ങൾക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് വി കോൾ ദം GM പ്ലാന്റ്സ്. GM പ്ലാന്റ്സിന് ഒരുപാട് സാധനത്തിന് നമ്മൾ യൂസ് ചെയ്യും. റൈറ്റ് എനി ഫോർ യൂസസ് ഓഫ് ജനറ്റിക്കലി മോഡിഫിക്കേഷൻ. റൈറ്റ് എനി ഫോർ യൂസ് ഓഫ് ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന് സാധാ പ്ലാന്റ്സിനേക്കാളും ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണ്? പറ, എന്തൊക്കെയാ ഉള്ളത്? ഒന്നാമത്തത്, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന് സാധാ പ്ലാന്റ്സിനേക്കാളും എന്തുണ്ടാവും? അബയോട്ടിക് സ്ട്രെസ്സസിനെതിരെ കുറച്ചും കൂടി ടോളറൻസ് ഉണ്ടാവും. ദേ ഹാവ് ഇൻക്രീസ്ഡ് ടോളറൻസ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. അബയോട്ടിക് സ്ട്രെസ്സസിനെതിരെ അവർക്ക് ഇൻക്രീസ്ഡ് ടോളറൻസ് ഉണ്ടായിരിക്കും. ആർക്ക്? നമ്മളുടെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന്. രണ്ടാമത്തത്, ഈ അബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വരൾച്ച വരുന്നത്, ഭയങ്കരമായിട്ട് ഉപ്പ് കൂടുന്നത്, അതിനെയൊക്കെയാണ് നമ്മൾ അബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറയാം. ഡ്രോട്ട്, ഇൻക്രീസ്ഡ് സലൈനിറ്റി, അതൊക്കെയാണ് അബയോട്ടിക് സ്ട്രെസ്സസ്. ഓക്കെ, രണ്ടാമത്, ഇവർക്ക് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കൂടുതലായിരിക്കും കുറവായിരിക്കും? ദേ ഹാവ് ഡിക്രീസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. പിന്നെ നമ്മൾ ഈ കൊയ്തെടുത്തതിന് ശേഷമുള്ള നഷ്ടമില്ലേ, അതൊക്കെ കുറവായിരിക്കും. ദേ ഹാവ് ഡിക്രീസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് ഇവർക്ക് കുറവായിരിക്കും. ഇനി മൂന്നാമത്തത്, ഇവരൊരു ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും. ദേ ആക്ട് ആസ് ബയോ പെസ്റ്റിസൈഡ്. ഇനി ഇവർക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ്സ് അതിൻ്റെയൊക്കെ യൂസ് കൂടുതലായിരിക്കും കുറവായിരിക്കും? ദേ ഹാവ് റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും. നെക്സ്റ്റ്, അടുത്തൊരു യൂസ്, ഇവർക്ക് ന്യൂട്രീഷണൽ ക്വാളിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും ബാക്കിയുള്ളവരെക്കാളും. ദേ ഹാവ് ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ, ഇൻക്രീസ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ റൈസിന് എന്താ കൂടുതൽ? സാധാ റൈസിനേക്കാളും കൂടുതൽ എന്താ? ദേ ഹാവ് ഇൻക്രീസ്ഡ് വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആളാണ് ഗോൾഡൻ റൈസ്. വെരി ഗുഡ്. നെക്സ്റ്റ്, ലാസ്റ്റ് ആയിട്ട് ഇവരുടെ ഒരു യൂസ്, ഇവർക്ക് മിനറൽ യൂസേജ് എഫിഷ്യൻസി കൂടുതലാണ്. ദേ ഹാവ് ഇൻക്രീസ്ഡ് മിനറൽ യൂസേജ് എഫിഷ്യൻസി. ഓക്കെ, ക്ലിയർ? എടാ, അത്രയും ടൈപ്പ് ചെയ്യാൻ കാണിച്ച മനസ്സ് ഒരു വലിയ പാരഗ്രാഫ് ആയിട്ട് ഇതെല്ലാം ടൈപ്പ് ചെയ്തു. ഓക്കെ, നൈസ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ BT ടോക്സിൻ കിൽ ദ ഇൻസെക്ട്. ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ നിന്നും, ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിൽ നിന്നും നിങ്ങൾക്ക് അത്യാവശ്യം വലുതായിട്ട് എഴുതാൻ ചോദിക്കുന്ന 2-3-4 ക്വസ്റ്റ്യനേ ഉള്ളൂ. 2-3-4-5 ഇല്ല, ഒരു 3-4 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിൽ ഒന്നാണ് RNA ഇന്റർഫറൻസ്, രണ്ടാമത്തതാണ് ഈ BT ടോക്സിന്റെ ഈ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, മൂന്നാമത്തത് എലി ലില്ലി കമ്പനി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും, നാലാമത്തതാണ് ജീൻ തെറാപ്പി. ഈ 4 ക്വസ്റ്റ്യൻ ആണ് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. ബാക്കി എല്ലാം ചോദിക്കുന്നത് നമുക്ക് ചുമ്മാ എഴുതി വിടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ. ഓക്കെ, ബാ. സോ BT കോട്ടയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BT ടോക്സിൻ എങ്ങനെയാണ് ഇൻസെക്റ്റിനെ കിൽ ചെയ്യുന്നത്? സോ BT ടോക്സിൻ എന്ന് പറയുന്നത്, BT ടോക്സിൻ എങ്ങനെ ഇൻസെക്റ്റിനെ കൊല്ലുക? BT ടോക്സിനെ ആര് കഴിക്കും? BT ടോക്സിൻ ഇസ് ഇൻജസ്റ്റഡ് ബൈ ദി ഇൻസെക്ട്. സോ ഇൻസെക്ട് ആ BT ടോക്സിനെ കഴിച്ചു. BT ടോക്സിൻ ഇൻസെക്റ്റിന്റെ ഉള്ളിലെത്തി. സോ ഇൻസെക്റ്റിന്റെ ഗട്ടിൽ എങ്ങനെയാ? ആൽക്കലൈൻ pH. സോ ഡ്യൂ ടു ദി ആൽക്കലൈൻ pH ഓഫ് ദി ഗട്ട് ഓഫ് ഇൻസെക്റ്റിന്റെ ഗട്ടില് ആൽക്കലൈൻ pH ആയത് കാരണം the BT toxin gets activated. BT toxin ആക്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ അത് ആക്റ്റീവ് ഫോമിലേക്ക് ആവും. ഓക്കെ,
BT toxin active ആയി കഴിഞ്ഞാൽ എന്താ പറ്റുക? Then the BT toxin binds with എന്തുമായിട്ട് ബൈൻഡ് ചെയ്യും? Binds with the gut cells of the insect. ഇൻസെക്റ്റിന്റെ ഗട്ട് സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? It creates pores in the gut cells of insect. ഇൻസെക്റ്റിന്റെ ഗട്ട് സെൽസിൽ മൊത്തവും ഹോൾസ് ഉണ്ടാക്കും. ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താ പറ്റുക? This causes, അങ്ങനെ ഹോൾസ് ഉണ്ടായി കഴിഞ്ഞാൽ this causes the swelling അല്ല, this causes swelling. എന്താണ് പോത്തെ? This causes swelling and lysis of the gut cells of insect. അങ്ങനെ ഇൻസെക്റ്റിന്റെ ഈ ഗട്ട് സെൽസ് ഫുൾ ചീഞ്ഞളിഞ്ഞ് നാറിപ്പോവും. അങ്ങനെ എന്ത് സംഭവിക്കും? ഇൻസെക്റ്റ് ചത്തുവും, ഇൻസെക്റ്റ് ഡെത്ത് സംഭവിക്കും. ഇങ്ങനെയാണ് BT ടോക്സിൻ ഇൻസെക്റ്റിനെ കൊല്ലുന്നത്. എങ്ങനെയാ? ഇൻസെക്റ്റ് തിന്നു. സോ ഇവിടെ ഫുൾ ആൽക്കലൈൻ pH ആ, അത് കാരണം ടോക്സിൻ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ടോക്സിൻ ആ ഗട്ട് സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യും, അതിനകത്ത് ഹോൾസ് ഉണ്ടാക്കും. ആ ഹോൾസ് വഴി വെള്ളം ഉള്ളിലേക്ക് കയറി സെല്ല് ഫുൾ പൊട്ടി ഗട്ട് ഫുൾ നശിച്ച് അങ്ങനെ ഇൻസെക്റ്റ് ചത്തുപോകും. ഇതാ നടക്കുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first clinical gene therapy was given to a 4-year-old girl child. First gene therapy 4-year-old girl child. What was her disorder? Gene therapy. What was her disorder? Gene therapy കൊടുക്കാൻ കുട്ടിയുടെ അസുഖം ADA deficiency. Very good. ADA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം എഴുതിക്കോ, അതാ നല്ലത്. അഡിനോസിൻ, എന്താ എഴുതി വെച്ചേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ ഇന്ന് മൊത്തം. അഡിനോസിൻ ഡീഅമിനേസ്, അതാണ് ADA. Adenosine deaminase deficiency ആയിരുന്നു ആ കുട്ടിയുടെ അസുഖം. What is the cause of this disorder? ഈ കുട്ടിക്ക് അസുഖം വരാനുള്ള കാരണം എന്താ? എന്തുകൊണ്ട് adenosine deaminase deficiency വന്നത്? കാരണം ആ ജീൻ ആ കുട്ടിക്കില്ല, ഡ്യൂ ടു ദി ഡിലീഷൻ ഓഫ് ദ ജീൻ ഫോർ ADA. കോസ് എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ദി ഡിലീഷൻ ഓഫ് ദി ജീൻ ഫോർ ADA. ADA പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീൻ നശിച്ചു പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പോയത് കൊണ്ടാണ് ആ കുട്ടിക്ക് ADA ഡെഫിഷ്യൻസി വന്നത്. ഇനി ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അത് ഓപ്ഷനും കൂടെ പറയണം. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ടെമ്പററി ഓപ്ഷൻസും ഉണ്ട്, പെർമനൻ്റ് ഓപ്ഷൻസും ഉണ്ട് ADA ഡെഫിഷ്യൻസിക്ക്. എന്തൊക്കെയാണ് ടെമ്പററി ഓപ്ഷൻസ്, എന്തൊക്കെയാണ് പെർമനൻ്റ് ഓപ്ഷൻസ്? ടെമ്പററി ആയിട്ട് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം, അല്ലെങ്കിൽ രണ്ടാമത് എൻസൈം കുത്തിവെക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. വെരി ഗുഡ്. സോ ടെമ്പററി ആയിട്ടുള്ളത് 2 എണ്ണമാണ്. ഒന്ന് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി, ഗുഡ്. രണ്ടാമത്തത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, ഓക്കെ. ഇത് രണ്ടുമാണ് ടെമ്പററി മെത്തേഡ്സ്. പെർമനന്റ് മെത്തേഡ് എന്താ? ജീൻ തെറാപ്പി. എപ്പോ ചെയ്യണം പെർമനന്റ് ആവണമെങ്കിൽ? എംബ്രിയോയിൽ ചെയ്യണം. സോ ജീൻ തെറാപ്പിയാണ് പെർമനന്റ് മെത്തേഡ്. ജീൻ തെറാപ്പി ഇൻ എംബ്രിയോ എന്ന് കൂടെ എഴുതണം. എംബ്രിയോയിൽ ജീൻ തെറാപ്പി ചെയ്താൽ മാത്രമേ അതൊരു പെർമനന്റ് മെത്തേഡ് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ അതും ഒരു ടെമ്പററി മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോമാ ക്ലോൺസ് ആൻഡ് സൊമാറ്റിക് ഹൈബ്രിഡ്സ്. സോമാ ക്ലോൺ എന്ന് കേട്ടിട്ടുണ്ടോ? സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ പറ. അത് 2 തമ്മിലുള്ള വ്യത്യാസം എന്താ? കേൾക്കാൻ നേരത്തെ ഒരേ കണക്കിരിക്കും, പക്ഷേ 2 തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് സോമാ ക്ലോൺ ആൻഡ് വാട്ട് ഈസ് സൊമാറ്റിക് ഹൈബ്രിഡ്? എന്താ? സോമാ ക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ ഒരേ കണക്കുള്ള കുറെ സാധനത്തെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ, അവരെ വിളിക്കുന്ന പേരാണ് സോമാ ക്ലോൺ. സോമാ ക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനെയും വിളിക്കുന്ന പേരാണ് സോമാ ക്ലോൺസ്. സൊമാറ്റിക് ഹൈബ്രിഡ് ആണെങ്കിലോ അത് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ? അല്ല, ഇറ്റ് ഈസ് ദി പ്ലാന്റ്
produced through somatic hybridization. So somatic hybridization വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ആളെ hybridization. So somatic hybridization വഴി പ്രൊഡ്യൂസ് ചെയ്ത ആളെ somatic hybrid എന്നും ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്ത ആളെയാണ് സോമ ക്ലോൺസ് എന്ന് വിളിക്കുക. ഈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴിയുള്ള ഒരു സൊമാറ്റിക് ഹൈബ്രിഡിന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ അത് പൊമാറ്റോ. ഓക്കെ, പൊമാറ്റോ. ഡൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the structural difference between pro-insulin and mature insulin? Pro-insulin, mature insulin തമ്മിലുള്ള structural difference എന്താ? Pro-insulin എന്ന് പറയുമ്പോൾ അവിടെ 3 പെപ്റ്റൈഡ്സ് ഉണ്ടാവും. 3 പെപ്റ്റൈഡ്സ് എന്ന് പറയുമ്പോൾ എ പെപ്റ്റൈഡ് ഉണ്ടാവും, ബി പെപ്റ്റൈഡ് ഉണ്ടാവും, സി പെപ്റ്റൈഡ് ഉണ്ടാവും. ഇങ്ങനെ വരിക. ഇത് എ പെപ്റ്റൈഡ്, അടുത്തൊരു സി പെപ്റ്റൈഡ്, അത് കഴിഞ്ഞതാ ഒരു ബി പെപ്റ്റൈഡ്. സോ 3 എണ്ണം ഉണ്ടാവും. എ ഉണ്ട്, ബി ഉണ്ട്, സി. ഇങ്ങനെ 3 പെപ്റ്റൈഡ്സ് ഉണ്ടാവും. നേരെ മറിച്ച് മെച്വർ ഇൻസുലിൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എത്ര പെപ്റ്റൈഡ്സ് ഉണ്ടാവുള്ളൂ? അവിടെ 2 പെപ്റ്റൈഡ്സ് ഉണ്ടാവുള്ളൂ. 2 പെപ്റ്റൈഡ്സ് ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാ? എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും. And they are joined using disulfide bond. Disulfide bond. ടീച്ചറിനെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? എ പെപ്റ്റൈഡ്, ഇത് എ പെപ്റ്റൈഡും ഇത് ബി പെപ്റ്റൈഡ് എന്ന് വരച്ചു. എന്നിട്ട് ഇതാ എസ് എന്ന് എഴുതിയിട്ട് ഡൈസൾഫൈഡ് ബോണ്ട് വഴി അവർ ലിങ്ക്ഡ് ആണ് എന്നും കൂടെ എഴുതി വെക്കും. ഓക്കെ, ക്ലിയർ? സോ എങ്ങനെ പ്രോ ഇൻസുലിനെ മെച്വർ ഇൻസുലിൻ ആക്കി മാറ്റാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ബൈ റിമൂവൽ ഓഫ് ദി സി പെപ്റ്റൈഡ്. സി പെപ്റ്റൈഡിനെ റിമൂവ് ചെയ്താൽ മതി, പ്രോ ഇൻസുലിൻ മെച്വർ ഇൻസുലിനായി മാറിക്കോളും. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഹെൽത്തി പ്ലാന്റ്സ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്സ് ബൈ ടിഷ്യൂ കൾച്ചർ. അസുഖം വന്നൊരു പ്ലാന്റിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാം ടിഷ്യൂ കൾച്ചർ വഴി എന്നാ അവർ പറയുന്നത്. സോ വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഷുഡ് ബി സെലക്ടഡ് ആസ് എക്സ്പ്ലാന്റ്? അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണമെങ്കിൽ ഏത് പ്ലാന്റ് പാർട്ടിനെയാണ് എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക? വെരി ഗുഡ്, മെരിസ്റ്റം. മെരിസ്റ്റത്തെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. വാട്ട് ഇസ് ദിസ് എക്സ്പ്ലാന്റ്? എന്താ ഈ എക്സ്പ്ലാന്റ്? ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പീസ് ഓഫ് ടിഷ്യൂനെ എടുക്കത്തില്ലേ, പ്ലാന്റിന്റെ ഒരു പീസ് ഓഫ് ടിഷ്യൂ, അതിനെയാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുക. ഇനി ആ എക്സ്പ്ലാന്റിനെ ഇട്ട് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ ആ എക്സ്പ്ലാന്റ് ഒരു കംപ്ലീറ്റ് ചെടിയായിട്ട് മാറും. ആ എബിലിറ്റി ടു റീജനറേറ്റ് ആസ് എ കംപ്ലീറ്റ് പ്ലാന്റ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. വെരി ഗുഡ്. സോ സ്റ്റേറ്റ് ദ റീസൺ ഫോർ ദ സെലക്ഷൻ ഓഫ് ദിസ് പ്ലാന്റ് പാർട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മെരിസ്റ്റത്തെ തന്നെ എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക? കാരണം മെരിസ്റ്റത്തെ ഒരിക്കലും വൈറസ് ഇൻഫെക്റ്റ് ചെയ്യത്തില്ല. സോ എന്തുകൊണ്ടാണ് മെരിസ്റ്റത്തെ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെരിസ്റ്റംസ് ആർ ഓൾവേസ് വൈറസ് ഫ്രീ. വൈറസ് ഫ്രീ ആയിരിക്കും എപ്പോഴും മെരിസ്റ്റം. മെരിസ്റ്റത്തിനെ ഒരിക്കലും വൈറസ് ഇൻഫെക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ഹൗ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത് എന്നാ ചോദിക്കുന്നത്. എന്നെ എന്തിനാണോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഇന്ന് ഡ്യൂട്ടി പോലും അല്ല, പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? വാ, എലി ലില്ലി കമ്പനി എങ്ങനെയാടാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനെയാ? ആദ്യം എലി ലില്ലി കമ്പനി എ പെപ്റ്റൈഡിനും ബി പെപ്റ്റൈഡിനും ഉള്ള ജീൻസ് സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. സോ ഫസ്റ്റ് they isolate genes for A and B peptide. A പെപ്റ്റൈഡിനും ബി പെപ്റ്റൈഡിനും ഉള്ള ജീൻസ്, A peptides സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യും. They isolate gene for A and B peptide സെപ്പറേറ്റ് ആയിട്ട് എ പെപ്റ്റൈഡിനും ബി പെപ്റ്റൈഡിനുള്ള ജീൻ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തു. ഇനി ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം ഈ 2 ജീൻസിനെയും സെപ്പറേറ്റ് ആയിട്ട് 2 ഈക്കോളയിലേക്ക് ഇട്ട് കൊടുക്കും. They transfer these genes separately into 2 ഈക്കോളൈ. 2 ഈക്കോളയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ 2 ജീൻസിനെയും എടുത്തിട്ട് കൊടുക്കും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഈ ജീൻസിനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്യും. കൾച്ചർ ദീസ് ഈക്കോളൈ സെപ്പറേറ്റ്ലി. ഈ 2 ഈക്കോളൈനെയും സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്യും. സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് എ പെപ്റ്റൈഡിനെയും ബി പെപ്റ്റൈഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും.
Next, produced A and B peptide സെപ്പറേറ്റ് ആയിട്ട് എ പെപ്റ്റൈഡിനെയും ബി പെപ്റ്റൈഡിനെയും പ്രൊഡ്യൂസ് ചെയ്തു. തീർന്നില്ല. ഇപ്പൊ അവരുടെ കയ്യിൽ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ വേണ്ടി അവർ എന്ത് യൂസ് ചെയ്യും? ഡൈസൾഫൈഡ് ബോണ്ട്. ഇനി ലാസ്റ്റ് എ ആൻഡ് ബി പെപ്റ്റൈഡ് joined using disulfide bond. ബോണ്ട് ഉപയോഗിച്ച് അതിനെ ജോയിൻ ചെയ്യും. ഇങ്ങനെയാണ് എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? കണ്ണു വേദന എടുക്കുന്നുണ്ടോ? ബയോപൈറസി എന്താ എന്നൊരാൾ ചോദിച്ചിരിക്കുന്നു. എന്താടാ ബയോപൈറസി? ബയോ ചതി എന്നാണ് ബയോപൈറസിയുടെ അർത്ഥം. അതായത് ഒരു ബയോളജിക്കൽ റിസോഴ്സിനെ അത് പ്രൊഡ്യൂസ് ചെയ്ത ആളുടെ കംപ്ലീറ്റ് ഓതറൈസേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഓതറൈസേഷനോ പ്രോപ്പർ കോമ്പൻസേഷനോ കൊടുക്കാതെ ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ യൂസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ബയോപൈറസി. സിമ്പിൾ. ഞാൻ എൻ്റെതായ കണ്ടുപിടുത്തത്തിൽ ഒരു പുതിയ ബയോളജിക്കൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ കണ്ടുപിടിച്ചെടുത്ത ആ ബയോളജിക്കൽ പ്രോഡക്റ്റ്. സോ നിങ്ങളുടെ കമ്പനി എനിക്ക് കറക്റ്റ് പൈസ തരാതെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതെടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ബയോപൈറസി. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതാണ്, എൻ്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അതിനെയാണ് ബയോപൈറസി എന്ന് പറയാം. ഓക്കെ, കംപ്ലീറ്റഡ്. സോ ദിസ് വാസ് ആ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ്. കമ്മിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ. ഏതാ? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഞാൻ ഇപ്പോഴും പറയും ഓർഗാനിസം വെട്ടിക്കളഞ്ഞോ, നമുക്ക് ഓർഗാനിസംസ് ഇല്ല, നമുക്ക് ഓൺലി പോപ്പുലേഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എന്താണ് എന്തോ ചോദിച്ചിരിക്കുന്നത്, എന്തോ എൻ്റെ ഇടയിലൊന്നും കാണുന്നില്ല. ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്പർ തന്നിട്ടുണ്ടല്ലോടാ. അതാണ്ടേ ഈ നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 9207998855 ഈ നമ്പറിൽ വിളിച്ചാൽ മതി, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് ചേട്ടാ പെട്ടെന്ന് തീർക്കാം. വാ, തീർത്തിട്ട് ബിലാൽക്ക് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാ ഒരുപാട് താമസിപ്പിക്കരുത്, നീ പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ. അടുത്ത് ബിലാൽക്ക് കയറാനുണ്ടെന്ന്. ബിലാൽക്ക് ഭയങ്കര തിരക്കാം. അപ്പോൾ അടുത്ത് നിങ്ങളുടെ ബിലാൽ സാർ ആണ്. So coming to this one. Name the interaction in which both the interacting species are benefited. രണ്ട് പേർക്കും ഗുണമുള്ളത് പ്ലസ് ഇന്ററാക്ഷൻ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, മ്യൂച്വലിസം. ഒരു ഡൗട്ടും ഇല്ല, മ്യൂച്വലിസം ആണ് ആ ഇന്ററാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the relationship between an orchid plant and a mango tree. മാംഗോ ട്രീയിൽ ഓർക്കിഡ് നിൽക്കാൻ നേരത്ത് മാംഗോക്ക് ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല, ഓർക്കിഡിനാണെങ്കിൽ ഗുണമുണ്ട്. സോ +0 interaction, it is called commensalism. Okay, done. Next question. Name the interaction in which one organism captures and feeds on another. ഈ ഇന്ററാക്ഷനിൽ ഒരു ഓർഗാനിസം വന്നിട്ട് വേറൊരാളെ പിടിച്ച് തിന്നും. അതായത് ക്യാപ്ചർ ചെയ്യുന്ന ആൾക്ക് നെഗറ്റീവും മറ്റേ ആൾക്ക് പോസിറ്റീവ്, അങ്ങനെ പിടിച്ച് തിന്നുന്നോ അതിന് പറയുന്ന പേരാണ് പ്രിഡേഷൻ. പറഞ്ഞായിരുന്നോ നിങ്ങൾ? യെസ്, പ്രിഡേഷൻ. വെരി ഗുഡ്, പ്രിഡേഷൻ. നെക്സ്റ്റ്. നെയിം ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടു ഓർഗാനിസംസ് ഫോർ സെയിം റിസോഴ്സ്. ഇതിന്റെ ഉത്തരം പറ. രണ്ടുപേരും ഒരേ സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ററാക്ഷൻ, ഒരേ സാധനത്തിന് വേണ്ടിയിട്ട് രണ്ടുപേര്, അതിന് പറയുന്ന പേരാണ് കോമ്പറ്റീഷൻ. വെരി ഗുഡ്, കോമ്പറ്റീഷൻ. സോ കോമ്പറ്റീഷൻ എങ്ങനെയുള്ള മൈനസ് ഇന്ററാക്ഷൻ ആണ് കോമ്പറ്റീഷൻ. ഗുഡ്. നെക്സ്റ്റ്. A mechanism, ഇത് പറയുമോ നോക്കട്ടെ. A mechanism that promote coexistence rather than exclusion. ഇത് കോമ്പറ്റീഷന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കോമ്പറ്റീഷനിൽ കോഎക്സിസ്റ്റൻസിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ എക്സ്ക്ലൂഷനെ കുറയ്ക്കുന്നത് ഏത് മെക്കാനിസം ആണ് എന്നാ ചോദിക്കുന്നത്. എടാ, കോമ്പറ്റീഷനിലെ തന്നെ ഏത് മെക്കാനിസം എന്നാ ചോദിക്കുന്നത്. അതായത് രണ്ടാൾക്കാർ ഒരേ സാധനത്തിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടത്തുക. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചു പോകണം. അതിനെയാണ് കോ എക്സിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? റാദർ ദാൻ എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സാധനത്തിന് വേണ്ടി മത്സരിക്കുക. സോ
കൂടുതൽ കരുത്തുള്ളവൻ ജയിക്കും, മറ്റേയാള് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. ഇതാ നടക്കുക. സോ എക്സ്ക്ലൂഷൻ അല്ലാതെ കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എന്താ പറ്റുക? വെരി ഗുഡ്, നിങ്ങൾ പറഞ്ഞത് റിസോഴ്സ് പാർട്ടീഷനിങ്. അതാ ചെയ്യുക. എന്താ ചെയ്യുക? അവര് റിസോഴ്സ് പാർട്ടീഷനിങ് നടത്തും. എന്താണ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാക് ആർതറിന്റെ ഇല്ലേ 5 വാർബ്ലേഴ്സിന്റെ ആ ഒരു എക്സാമ്പിൾ, അതാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. അതായത് 5 കുരുവികളും ഒരേ സാധനത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഒഴിവാക്കി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? 5 പേരും പല സമയത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങും, പല രീതിയിൽ ഫുഡ് പിടിക്കും. സോ ഒരേ സാധനങ്ങളാണെങ്കിൽ പോലും പല സമയത്തും പല രീതിയിലും ആയത് കാരണം കോമ്പറ്റീഷൻ ഒഴിവാക്കി പോകാം. ക്ലിയർ? ഓക്കെ, മറന്നു പോരുത്. ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, ഇതുപോലത്തെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 1 മാർക്ക് അവിടെ പോത്തില്ലേ? സോ അതാലോചിക്കണം. ഇത് വേണം. ഇതിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ മാക് ആർതർ ആണ്. എക്സാമ്പിൾ ആരാ വരിക? മാക് ആർതറിന്റെ 5 സ്പീഷീസ് ഓഫ് വാർബ്ലേഴ്സ്. ഇതാണ് എക്സാമ്പിൾസ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ്. നെയിം ദി ഇന്ററാക്ഷൻ ഇൻ വിച്ച് one species is harmed minus and the other is neither benefited nor harmed -0. അതിനെ വിളിക്കുന്ന പേരാണ് അമൻസാലിസം. അത് അറിയാവുന്ന സാധനമല്ലേ? അതെനിക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കും അറിയാം, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയാം അല്ലേ? യെസ്. നെക്സ്റ്റ്. The number of individuals present per unit area at a given time is called. The number of individuals present per unit area at a given time. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു സ്ഥലത്ത് എത്രമാത്രം ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്ന് പറയുന്നതിന് പറയുന്ന പേരെന്താ? വെറുതെ പോപ്പുലേഷൻ എഴുതിയാൽ പോരാ, പെർ യൂണിറ്റ് ഏരിയ എന്നവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് എഴുതണം കേട്ടോ. വെറുതെ പോപ്പുലേഷൻ എഴുതിയാൽ പോയി, ആ 1 മാർക്ക് പോയി, അവർ തരത്തില്ല. ചിലപ്പോൾ കാരുണ്യം തോന്നി ആ മിസ്സിന് ഒരു 1/2 മാർക്ക് തരാൻ തന്നു. അല്ലാതെ പോപ്പുലേഷൻ എന്ന് എഴുതിയാൽ 1 മാർക്ക് കിട്ടത്തില്ല, 1/2 മാർക്ക് ചിലപ്പോൾ 0 മാർക്ക് കിട്ടത്തുള്ളൂ. പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ഗിവൺ ടൈം പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെൻസിറ്റി അത് കേട്ടോ. നെക്സ്റ്റ്. ഇതുപോലത്തെ കുഞ്ഞു സാധനം ഒന്നും തെറ്റിച്ച് വെക്കലിട്ടോ, എനിക്ക് അറ്റാക്ക് വരും. നെക്സ്റ്റ്. മൈക്കോറൈസ എക്സാമ്പിൾ ഫോർ മ്യൂച്വലിസം. യെസ്, മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ മ്യൂച്വലിസം ആണ്. അങ്ങനെയാണെങ്കിൽ ലൈസ് ഓൺ ഹ്യൂമൻസ്, തലയിൽ പെയിൻ വരുന്നത് എന്ത് ഇന്ററാക്ഷനാ? യെസ്, പാരസൈറ്റിസം ആണ്. പാരസൈറ്റിസം. എന്ത് ടൈപ്പ് ഓഫ് പാരസൈറ്റ് ആയി? ലൈസ് പുറത്തുള്ളതല്ലേ, സോ എക്ടോ പാരസൈറ്റ് ആണ്. നെക്സ്റ്റ്. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ ഗിവൻ പീരീഡ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിംഗ് ഗിവൻ പീരീഡ്, അതിന് വിളിക്കുന്ന പേരെന്താ? ജനനം. നെയ്റ്റാലിറ്റി. വെരി ഗുഡ്, നെയ്റ്റാലിറ്റി. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ ഗ്രോത്ത് മോഡൽ എ ആൻഡ് ബി. എ എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് മോഡലും ബി എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് മോഡലും തന്നിട്ടുണ്ട്. ഏതൊക്കെയാ എയും ബിയും എന്ന് പറയണം? എയും ബിയും. എ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കോണ്ടേ ഇരിക്കുക അല്ലെ? ഇതാണ് എ. എ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുക. അത് എന്ത് ടൈപ്പ് ഗ്രോത്ത് ആണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. വെരി ഗുഡ്. സോ അതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. നെക്സ്റ്റ്. ബി എന്ന് പറയാൻ നേരത്തോ ബി അതിങ്ങനെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം അല്ലേ? കേട്ടോ, ഇങ്ങനെ കൂടി വന്നു, പിന്നെ ഒരിടത്ത് നമ്മളെ ക്യാരിങ് കപ്പാസിറ്റി എത്തപ്പോഴത്തേക്കും പിന്നെ സ്ട്രെയിറ്റ് ആയി, അത്രയും മാക്സിമം പോകത്തുള്ളൂ. സോ ബി ആണ് നമ്മളുടെ ലോജിസ്റ്റിക് growth curve. Logistic growth curve is also called, one mark question. Logistic growth curve is also called Verhulst-Pearl growth curve. Okay, madi. Verhulst-Pearl growth curve. Nice. Good. Next question. First one കഴിഞ്ഞു. Identify which type of growth model is considered to be more realistic and why. ഇത് എക്സ്പോണൻഷ്യലും ലോജിസ്റ്റിക്കിലും ഏതാണ് മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്? നമ്മളുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ് മോർ റിയലിസ്റ്റിക്. വൈ? എന്തുകൊണ്ടാണ് ലോജിസ്റ്റിക് മോർ റിയലിസ്റ്റിക്? ബിക്കോസ് ഹിയർ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. റിസോഴ്സസ് ലിമിറ്റഡ് ആവുമ്പോൾ ഉള്ള ഗ്രോത്ത് ആണത് അല്ലെ? റിസോഴ്സസ് ലിമിറ്റഡ് ആവുമ്പോൾ ഉള്ള ഗ്രോത്ത്, അതാണ് ശരിക്കും ഉള്ള ഗ്രോത്ത്. നമ്മളുടെ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം, ഒരു നാച്ചുറൽ പോപ്പുലേഷൻ എന്നൊക്കെ നമ്മൾ പറയാൻ നേരത്ത് അവിടെ എപ്പോഴും റിസോഴ്സസ് എങ്ങനെ ആയിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും.
സോ അങ്ങനെ ഒരു ലിമിറ്റഡ് റിസോഴ്സസിൽ എങ്ങനെയാണ് ഓർഗാനിസം വളരുന്നത് എന്ന് കാണിക്കുന്ന ഗ്രോത്ത് കർവ് ആണ് ശരിക്കുമുള്ള ഗ്രോത്ത് കർവ്. അല്ലാതെ ഇങ്ങനെ മേപ്പോട്ട് കയറിപ്പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അത് എപ്പോഴും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതൊന്നും നമുക്ക് നടക്കണ കാര്യമൊന്നുമല്ല. നടക്കണ കാര്യം വല്ലതും പറയാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് എക്ടോപാരസൈറ്റ്സ് ആൻഡ് എൻഡോപാരസൈറ്റ്സ്. എന്താണ് എക്ടോപാരസൈറ്റ്, എന്താണ് എൻഡോപാരസൈറ്റ്? എന്താടാ, എന്താ എക്ടോപാരസൈറ്റ്സ്, എൻഡോപാരസൈറ്റ്? എക്ടോപാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പാരസൈറ്റ്സ് ദാറ്റ് live outside the body of organism, the body of host organism. Host organismത്തിന്റെ ബോഡിയുടെ പുറത്ത് താമസിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ectoparasite. Then what are endoparasite? These are the parasites that live inside the body of host organism. തീർന്നിട്ടില്ല, അവർ അതിന്റെ എക്സാമ്പിൾസും കൂടി ചോദിച്ചിട്ടുണ്ട്. സോ അതിന്റെ എക്സാമ്പിൾസും കൂടെ പറയണം. എക്ടോപാരസൈറ്റിന്റെയും എൻഡോപാരസൈറ്റിന്റെയും എക്സാമ്പിൾ. എക്ടോപാരസൈറ്റിന്റെ എക്സാമ്പിൾ, പുറത്ത് താമസിക്കുന്ന ആരാ? ലൈസ് ഓൺ ഹ്യൂമൻസ്. നമ്മുടെ തലയിൽ പേൻ വരില്ലേ, അത് എക്ടോപാരസൈറ്റാ. അതുപോലെ ഈ പട്ടിയുടെയൊക്കെ ദേഹത്ത് ചെള്ള് വരില്ലേ, അതും എക്സാമ്പിൾ ആടാ. സോ ടിക്സ് ഓൺ ഡോഗ്സ്, ഇത് രണ്ടും എക്ടോപാരസൈറ്റ്സ്. ഇനി എൻഡോപാരസൈറ്റ്സിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാലോ, നമ്മളെ ബോഡിയിൽ ടേപ്പ് വേം, ലിവർ ഫ്ലൂക്ക് ഒക്കെ വരത്തില്ലേ, അതൊക്കെ ഇതിന് എക്സാമ്പിളാ. ലിവർ ഫ്ലൂക്ക്, ടേപ്പ് വേം, ഇതൊക്കെ എൻഡോപാരസൈറ്റ്സിന് എക്സാമ്പിളാ. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, വാട്ട് ഈസ് മെന്റ് ബൈ ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ? ഗിവ് ആൻ എക്സാമ്പിൾ. പറഞ്ഞോ. ഇന്റർ, ഇത് ഇന്നലെ പഠിപ്പിച്ച സാധന, ഇന്നലെ അല്ലേ ഞാൻ ഇവിടുത്തെ, അല്ലേടാ മെനഞ്ഞാന്നല്ലേ. ഓക്കെ, ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ, ഗിവ് എക്സാമ്പിൾ. ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്പീഷീസ്, ക്ലോസ്ലി റിലേറ്റഡ് അല്ലാത്ത രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ കോമ്പറ്റീഷൻ നടത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് interspecific competition. So interspecific competition means it is the competition between ആരൊക്കെ തമ്മിലുള്ളയാ? between two different species. രണ്ട് ഡിഫറെന്റ് സ്പീഷീസിൽ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പറ്റീഷൻ. ഫോർ സെയിം റിസോൾട്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരേ റിസോൾട്ട്സിന് വേണ്ടിയിട്ട് രണ്ട് ഡിഫറെന്റ് സ്പീഷീസിലുള്ള ആൾക്കാർ. ഒരു എക്സാമ്പിൾ പറ. യെസ്, അബിങ്ടൺ ടോർട്ടോയിസ് ആൻഡ് ഗോട്ട്, അത് എഴുതാം. എന്താ? അബിങ്ടൺ ടോർട്ടോയിസ് ആൻഡ് ഗോട്ട്. വേറൊരു എക്സാമ്പിൾ പറയാമോ അബിങ്ടൺ ടോർട്ടോയിസ് അല്ലാതെ? ഈ ഫ്ലെമിംഗോസ് വന്നിട്ട് ആ ലേക്കിലെ സൂപ്ലാങ്ക്ടൺസിന് വേണ്ടിയിട്ട് ആരുമായിട്ട് കോമ്പറ്റീഷൻ നടത്തും? ഫിഷുമായിട്ട്. സോ അതും എഴുതാം നമുക്ക്. ഫ്ലാമിംഗോസ് ആൻഡ് ഫിഷസ്, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്തിനു വേണ്ടിയിട്ട്? സൂ പ്ലാങ്ക്ടണ് വേണ്ടിയിട്ടുള്ളത്. ഇവർ എന്തിനു വേണ്ടിയിട്ടാ കോമ്പറ്റീഷൻ? ഗ്രാസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്, നൈസ്. പറയാന്നല്ലേ ഞാൻ ഇങ്ങനെ നിങ്ങൾ തെറ്റിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച ക്വസ്റ്റൻ ആണ്, നിങ്ങൾ തെറ്റിച്ചിട്ടില്ലടാ. ഗുഡ്. നെക്സ്റ്റ്, the density of a population in a given habitat during a given period fluctuates due to changes in four basic processes. ശരിയാ, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സ്റ്റഡി ആയി നിൽക്കുന്ന ഒരു സാധനമല്ല, അതിങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ വരും. ലിസ്റ്റ് ദം ഔട്ട്. സോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. സോ 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തതാണ് നെയ്റ്റാലിറ്റി. രണ്ടാമത്തതാണ് മോർട്ടാലിറ്റി, അല്ലെ? അടുത്തത് ഇമിഗ്രേഷൻ. നാലാമത്തത് എമിഗ്രേഷൻ. ഓക്കെ, സോ ഇതില് നെയ്റ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോപ്പുലേഷനിൽ എത്ര പേര് പുതുതായി ജനിച്ചു എന്നുള്ളത്, ബർത്ത് ആണ് നെയ്റ്റാലിറ്റി. സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നമ്മൾ ബി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ആ പോപ്പുലേഷനിൽ മരിച്ചു എന്നുള്ളതാ. സോ ഡെത്ത് ആണ് മോർട്ടാലിറ്റി കാണിക്കുന്നത്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡി.
ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊരു പോപ്പുലേഷൻ ഒന്നും എത്ര പേര് ഇങ്ങോട്ട് വന്ന് താമസിച്ചു എന്നുള്ളതാണ് ഇമിഗ്രേഷൻ. സോ നമ്മൾ ലെറ്റർ ഐ. എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷനിൽ നിന്നും എത്ര പേര് പുറത്തേക്ക് പോയി താമസിച്ചു എന്നുള്ളത്, അതാണ് ഇ. സോ ഇവിടുന്ന് കുറെ പേര് ഇപ്പൊ ലണ്ടനിലേക്കും അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ പോകുന്നില്ലേ. സോ അവരൊക്കെ ഇ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത് എമിഗ്രേറ്റ് ചെയ്യുന്നവരാ. ഇനി ദുബായിലൊക്കെ ഉണ്ടായിരുന്നവര് തിരിച്ച് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്നില്ലേ, അതാണ് ഇമിഗ്രേഷൻ. എമിഗ്രേഷൻ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ഹൗ ഡു ദീസ് പ്രോസസ് അഫക്ട് ദി പോപ്പുലേഷൻ ഡെൻസിറ്റി? ഈ ഫാക്ടേഴ്സ് പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ അഫക്ട് ചെയ്യുക? നെയ്റ്റാലിറ്റി, ജനിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഇൻക്രീസ് ചെയ്യും. മോർട്ടാലിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഡിക്രീസ് ചെയ്യും. ഇമിഗ്രേഷൻ, ഇങ്ങോട്ട് വന്ന് താമസിക്കുകയോ, സോ അത് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഇൻക്രീസ് ചെയ്യും. എമിഗ്രേഷൻ, അങ്ങോട്ട് പോയി താമസിക്കുകയാണ്, സോ അത് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരാള് ഫുൾ എൻ്റെ അടുത്ത് സ്കിഡിന്റെ കാര്യം ചോദിക്കുന്നത്, SCID. ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താ സ്കിഡിന്റെ ചോദിക്കാൻ കാരണം. എന്താ ഇപ്പോ ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാടാ, സ്കിഡ് പറഞ്ഞുതരാം. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അതല്ലേ പറയുന്നേ? ഒന്നുമില്ല, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു പ്രൈമറി ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയാണ്. നമ്മളെ ബോഡി നോർമലി വർക്ക് ചെയ്യണം. നോർമലി നമുക്ക് കുറെ അസുഖങ്ങൾ വരാം, പക്ഷെ അങ്ങനെ അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ ഇരിക്കുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ആ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യേണ്ട പല സാധനങ്ങളും കാണത്തില്ല, കാരണം അതിന് വേണ്ട ജീൻസും കാര്യങ്ങളും ഒക്കെ ഡിലീറ്റഡ് ആയി പോയിട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമൽ ഫങ്ഷനിങ് ചെയ്യാത്തതിനെ വിളിക്കുന്ന പേരാണ് സ്കിഡ് എന്ന് പറയുന്ന അസുഖം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഡൺ. ഇനി ഇവിടെ ആ ഒരു ഇക്വേഷനും കൂടി ഒന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ആ ഇക്വേഷൻ ഒന്ന് പറയാവോടാ. അതായത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി NT ആണ്, കുറച്ച് കഴിയുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി NT+1 ആകും എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? NT is equal to NT+1 is equal to NT plus ആരെ തമ്മിൽ കൂട്ടണം? കൂട്ടുന്ന ആൾക്കാരെ തമ്മിൽ കൂട്ടുക, അതിൽ നിന്നും കുറയ്ക്കുന്ന ആൾക്കാരെ തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, B+I minus D+E. ഓക്കെ, നെക്സ്റ്റ്. Predation is an interaction which has great significance in nature. Predation അതായത് ഒരാൾക്ക് പ്ലസും ഒരാൾക്ക് മൈനസും ആയിട്ടുള്ള ഇന്ററാക്ഷൻ. റൈറ്റ് ഡൗൺ ടു സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിഡേഷൻ. പ്രിഡേഷൻ കൊണ്ട് നമ്മളുടെ നേച്ചറിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ട്. ഇപ്പൊ ടൈഗർ ഇല്ലായിരുന്നെങ്കിൽ കുറെ ഡിയേഴ്സ് വരും, പിന്നെ ആ ഡിയേഴ്സിന്റെ ഇടയിൽ തന്നെ കോമ്പറ്റീഷനായി അവർ ചത്തുപോകും. സോ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി പ്രിഡേഷൻ വേണം. ഫോർ കൺട്രോളിങ് പ്രേ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രിഡേഷൻ വേണം. പിന്നെ ഗ്രാസ് ഹോപ്പർ കഴിച്ചു, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിച്ചു, ഫ്രോഗിനെ സ്നേക്ക് കഴിച്ചു. ഇങ്ങനെ ഫുഡ് ചെയിൻ നടന്നു പോയാലല്ലേ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. സോ എനർജി ട്രാൻസ്ഫറിന് വേണ്ടി എന്ത് വേണം? പ്രിഡേഷൻ വേണം. ഇത് പ്രിഡേഷൻ അല്ലേ, ഒരാളെ തിന്നുന്ന പ്രിഡേഷൻ അല്ലേ. സോ പ്രിഡേഷൻ എനർജി ട്രാൻസ്ഫറിന് വേണം. ഫോർ എനർജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും ഫുഡ് ഈ നമ്മളുടെ പ്രിഡേഷൻ വേണം. പിന്നൊന്ന് എന്താ, രണ്ടെണ്ണം മറ്റുള്ളവരോട് നമുക്ക് എഴുതാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി, വെരി ഗുഡ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും എന്ത് വേണോടാ? നമ്മളുടെ പ്രിഡേഷൻ വേണം. ഫോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. Observe the equation. dN/dt is equal to Rn into K minus N/K. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് വരിക. നമ്മൾ എഴുതിയപ്പോൾ ഒരു കറക്റ്റ്നെസ് ഇല്ല. dN/dt is equal to Rn into K minus N/K. ഇതാണ് ഇക്വേഷൻ. ഇത് ഏത് ഗ്രോത്ത് കർവിന്റെ ഇക്വേഷനാ? നമ്മളുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ഇക്വേഷൻ ആണിത്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ഇക്വേഷൻ. അതിൽ N എന്താണ്, R എന്താണ്, K എന്താണ് എന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് N എന്ന് പറഞ്ഞാൽ എന്താ? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. യെസ്, നമ്മൾ എപ്പോഴും പറയുന്ന സ്ഥിരം സാധനം പോപ്പുലേഷൻ ഡെൻസിറ്റി, അതാണ് N. വാട്ട് ഈസ് R? R എന്ന് പറഞ്ഞാൽ എന്താ? It is the intrinsic rate of natural increase. R is intrinsic rate of natural
increase. ഇനി K എന്താ? K is the carrying capacity. K is carrying capacity. ഓക്കെ, കഴിഞ്ഞു. ഇനി അവർ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്, ഡിഫൈൻ K എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ബി പാർട്ടായിട്ട് ഒരു ഡിഫൈൻ K. K എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹാബിറ്റാറ്റിൽ താമസിക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം, ആ പോപ്പുലേഷന്റെ മാക്സിമം, അതിനെയാണ് നമ്മൾ carrying capacity. So carrying capacity means K is carrying capacity. Carrying capacity. What is carrying capacity? It is the maximum number of individuals in a population. Individuals in a population that can exist in the given habitat. ആ തന്നിട്ടുള്ള ഹാബിറ്റാറ്റിൽ ആ പോപ്പുലേഷന്റെ എത്ര ആൾക്കാർക്ക് മാക്സിമം താമസിക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ carrying capacity എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞു. കമ്മിങ് ടു ആർ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലേ, രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ ഇത്, സ്പീഷീസ് എയും സ്പീഷീസ് ബിയും തന്നിട്ടുണ്ട്, ഇന്ററാക്ഷന്റെ പേര് എഴുതിയാൽ മാത്രം മതി. പ്ലസ് മൈനസ് പാരസൈറ്റ്സോ എന്ന് അവർ പറഞ്ഞു. മൈനസ് എന്താ? മൈനസിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്ലസിനെ വിളിക്കുന്ന പേര് മ്യൂച്വലിസം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാവരും പറയുന്ന സാധനം, അതാണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പറയാൻ. പ്ലസ് സീറോനെ പറയുന്ന പേര് കമൻസാലിസം. മൈനസ് സീറോനെ പറയുന്ന പേരാണ് അമൻസാലിസം. ഓക്കെ, ഇതാണ് നാലെണ്ണം. നെക്സ്റ്റ്, population has certain attributes that an individual organism does not has. So individual organismത്തിന് ഇല്ലാതെ പോപ്പുലേഷന് മാത്രമുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. വാട്ട് ആർ ദേ? 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഒന്നാമത്തതിന്റെ പേരാണ് ബർത്ത് റേറ്റ്, അതായത് ആ പോപ്പുലേഷനിലേക്ക് പുതിയതായിട്ട് എത്ര ആൾക്കാർ ഒരു എന്നുള്ളത്. രണ്ടാമത്തത്, ഒരു യൂണിറ്റ് ടൈമിൽ ആ പോപ്പുലേഷനിൽ എത്ര ആൾക്കാർ മരിച്ചുപോയി എന്നുള്ളത്, ഡെത്ത് റേറ്റ്. മൂന്നാമത്തതാണ് അവിടുത്തെ സെക്സ് റേഷ്യോ, അതായത് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ, എത്ര ഫീമെയിൽസും എത്ര മെയിൽസും ആ ഒരു പോപ്പുലേഷനിലുണ്ട് എന്നുള്ളത്. ഇത് മൂന്നുമാണ് ഒരു പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ്. ഇനി ഉണ്ടോ, സോറി. ഓക്കെ, നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പുലേഷൻ ഏജ് പിരമിഡ് ആണ് തന്നിട്ടുള്ളത്. സോ ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷനിൽ എല്ലാ ആൾക്കാരും ഒരേ ജനറേഷനിലുള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. 3 ജനറേഷനിൽ പെടുന്ന ആൾക്കാരാ, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. സോ ഏറ്റവും ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ. ഇനി ആ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവരെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. എൽഡർലി ആയിട്ടുള്ള അപ്പൂപ്പനമ്മമാരെയൊക്കെ നമ്മൾ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിൽ എന്ന് പറയും. ഇതിൽ ബ്ലൂ ആണ് റീപ്രൊഡക്റ്റീവ്, ബ്ലൂ ആണ് പ്രീ റീപ്രൊഡക്റ്റീവ്, റെഡ് ആണ് റീപ്രൊഡക്റ്റീവ്, പിങ്ക് ആണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. അങ്ങനെ 3 ഏജ് പിരമിഡ് തന്നിട്ടുണ്ട്. 3 ഏജ് പിരമിഡും ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, നോക്കിയേ, റീപ്രൊഡക്റ്റീവ് പ്രീ റീപ്രൊഡക്റ്റീവ് ഭയങ്കര കൂടുതൽ. ദാറ്റ് മീൻസ് അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഇസ് ആൻ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. ഇതൊരു എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആണ്. ബി ആണെങ്കിലോ, പ്രീ റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവ് ഏറെക്കുറെ സെയിം ആണ്. സോ ഇറ്റ് ഇസ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ. അത് വളരെ ഇല്ല, കുറഞ്ഞും പോകത്തില്ല, സ്റ്റേബിൾ പോപ്പുലേഷൻ. സി ആണെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഭയങ്കര കുറവാ റീപ്രൊഡക്റ്റീവിനെക്കാളും. സോ ഇറ്റ് ഇസ് എ ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഓക്കെ, ക്ലിയർ? ഡൺ. സോ എ ബി സി കഴിഞ്ഞു. നെക്സ്റ്റ്, compare the nature of population growth in A, B and C. എയിലെയും ബിയിലെയും സിയിലെയും പോപ്പുലേഷൻ ഗ്രോത്ത്, നേച്ചർ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാ? ഇവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ഇൻക്രീസിങ് അല്ലെ? പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഇവിടെ ഇൻക്രീസിങ് പോപ്പുലേഷൻ ഗ്രോത്ത് ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ നോ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അവിടെ കൂടുന്നുമില്ല കുറയുന്നുമില്ല പോപ്പുലേഷൻ ഗ്രോത്ത്. ഇവിടെ ആണെങ്കിലോ പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ഡിക്രീസിങ്. പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഫ്ലോ ഇതുപോലത്തെ ഒരു ടേബിൾ ആണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ആണെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞേടാ. എക്സാമ്പിൾസ് ആ, ജസ്റ്റ് ഇന്ററാക്ഷൻ പ്ലസ് മൈനസ് തന്നാൽ നിങ്ങൾ എല്ലാവരും എഴുതും. ഇത് എക്സാമ്പിൾ തന്നിരിക്കുക ഇന്ററാക്ഷന്റെ, എന്നിട്ട്
ഏതാണ് എന്ന് പറയണം. ഓർക്കിഡ് ഓഫ്രിസും ബീസും ആയിട്ടുള്ള, അതായത് നമ്മളെ മെഡിറ്ററേനിയൻ ഓഫ്രിസ്, ഓർക്കിഡ് ഇല്ലേ ഓഫ്രിസ്, ആ ഓഫ്രിസും ബീസും ആയിട്ടുള്ളത് എന്താ? രണ്ടു പേർക്കും ഗുണമാണ്. ഇയാൾക്ക് പോപ്പുലേഷനും നടക്കും, ഇയാൾക്ക് കോപ്പുലേഷനും നടക്കും. പോളിനേഷനും നടക്കും, കോപ്പുലേഷനും നടക്കും. അതിന് പറയുന്ന പേരാണ് മ്യൂച്വലിസം. വെരി ഗുഡ്. സോ എ എന്ന് പറയാൻ നേരത്ത് മ്യൂച്വലിസം. നെക്സ്റ്റ്, ടിക്സും ഡോഗ്സും. ടിക്സിന് പ്ലസും ഡോഗ്സിന് മൈനസും. പാരസൈറ്റാ, സോ ഇറ്റ് ഇസ് പാരസൈറ്റിസം. നെക്സ്റ്റ്, ബർണക്കിൾസും വെയിലും. ബർണക്കിൾ വെയിലിന്റെ മുകളിൽ ഇരിക്കുന്ന കാരണം ബർണക്കിളിന് ഗുണമാണ്, വെയിലിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല, 0. സോ +0 ഇന്ററാക്ഷൻ ആണ് കമൻസാലിസം. വെരി ഗുഡ്, കമൻസാലിസം. നെക്സ്റ്റ്, ഫംഗസ് എന്ന് പറയുമ്പോൾ ഫംഗസും ഫോട്ടോസിന്തറ്റിക് ആൽഗയും ഇവർ രണ്ടുപേരോട് ഒരുമിച്ചായിരിക്കും. എന്നിട്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൈക്കോറൈസ എന്നാ വിളിക്കുക, അല്ലെ? മൈക്കോറൈസ, ഫംഗസും ഫോട്ടോസിന്തറ്റിക് ആൽഗയുമായിട്ടുള്ളത്. അയ്യേ സോറി, മൈക്കോറൈസ എങ്ങനെയാടാ അതാവുക? അത് നമ്മളെ ലൈക്കൻസ് അല്ലേ? സോറി ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയതാട്ടോ. ലൈക്കൻ. സോ ലൈക്കൻസ് എങ്ങനെയാ വരിക? ഫംഗസിനും പ്ലസ് ഫോട്ടോസിന്തറ്റിക് ആൽഗയ്ക്കും പ്ലസ്. സോ പിന്നെയും അത് മ്യൂച്വലിസം ആണ്. ഓക്കെ, നെക്സ്റ്റ്, അബിങ്ടൺ ടോട്ടോയിസ് ഗോട്ട്. രണ്ടുപേരും പുല്ലിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻസ്, രണ്ടു പേർക്കും അത് മൈനസ് ആണ്. മൈനസ് ഇന്ററാക്ഷൻ, ഇറ്റ് ഇസ് കോൾഡ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ്, സീ അനിമോണും ക്ലൗൺ ഫിഷും. ഈ ക്ലൗൺ ഫിഷ് ഒളിച്ചിരിക്കാൻ വേണ്ടി സീ അനിമോണിന്റെ സ്റ്റിങ്ങിങ് ടെന്റക്കിൾസിന്റെ ഇടയിൽ കയറിയിരിക്കും. സീ അനിമോണിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല, 0. ക്ലൗൺ ഫിഷിനാണെങ്കിൽ ഗുണമുണ്ട്, പ്രിഡേറ്റേഴ്സ് ആരും വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. സോ അത് എന്ത് ടൈപ്പ് ഇന്ററാക്ഷൻ ആയിട്ടാ വരിക? എന്ത് ടൈപ്പ് ഇൻട്രാക്ഷൻ അത്? അതാണ് കമൻസാലിസം. എന്താ? കമൻസാലിസം. ഓക്കെ, ഇത് കമൻസാലിസം ആണ് ലാസ്റ്റ് വൺ. കമൻസാലിസം. ഡൺ, കംപ്ലീറ്റഡ്. ക്ലിയർ ആണോ? ഇത്രയും സാധനമേ ഉള്ളൂ. സോ ഈ 3 ചാപ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ ടോപ്പിക്കിലെയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആണോ? പക്ക. ദാങ്കു സോ മച്ച്. ഇത്ര നേരം എന്നെ സഹിച്ചിരുന്നില്ലേ? ദാങ്കു. സോ നിങ്ങളെ ബിലാൽ സാർ വന്നിട്ടുണ്ട്. ബിലാൽക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം കേട്ടോ. ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എളുപ്പമായിരിക്കും. എടാ നമ്മളെ തന്നെ വിശ്വസിക്ക്, എന്നെ മാത്രമല്ല നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് ആർക്കും ടെൻഷനൊന്നും, ബയോളജിക്കൊന്നും നിങ്ങൾക്ക് ടെൻഷനേ ഇല്ലാതെ എനിക്കറിയാം. നിങ്ങൾ ഫുൾ പഠിച്ചിട്ടിരിക്കുക. എന്നാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ പോലും അങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിരിക്കും. വേറെ ഒരു സബ്ജക്റ്റിനെ കണക്കാല ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാം നടക്കാൻ പോവാ ബയോളജി. ബി ഹാപ്പി, സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ബൈ, സീ യു. ഞാൻ ബിലാൽക്കെ പെട്ടെന്ന് പറഞ്ഞു വിടാമേ. പൂമാരൻ നിനക്കീത വരുന്നു മോളെ. ഹായ് ഗായ്സ്, ഹലോ. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് ഗായ്സ്. ഹായ്, ഹലോ. എടാ നമ്മുടെ PPT നമ്മളെ ലുക്മാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളെ ക്രാഷിനെ കുറിച്ച് ദേവമിസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ക്രാഷ് പ്രോഗ്രാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതെനിക്കറിയില്ല കേരളത്തിലെ ഏറ്റവും വലിയ ക്രാഷ് പ്രോഗ്രാം ആണോ എന്നായിരിക്കണം. പക്ഷെ നമ്മുടെ ക്രാഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കിഡിലനായിട്ടുള്ള ഒരു അത്രയും റിസർച്ച് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് നമ്മുടെ ക്രാഷിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കേരളത്തിലെ 70-ലധികം സിറ്റികളിലുണ്ട് നമ്മൾ പ്രത്യേക സെൻറ്ററുകളുണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാം എഴുതി പഠിക്കാൻ പറ്റും. അതിന് കൂടെ ഈ ഒരു കാരണം അത്രയധികം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സാധനം ലുക്കുമാനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മളതാണോ?
ഓക്കെ, ശരി. അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം കേരളത്തിലല്ല, ഇന്ത്യയിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല. അഡാപ്റ്റീവ് ലേണിംഗ് ആണ് എജുപോർട്ടിനെ ബാക്കി എല്ലാത്തിനും വ്യത്യസ്തമാക്കിയിട്ട് നിർത്തുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആ ഒരു അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റത്തിലൂടെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു നീറ്റ് കോച്ചിങ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, അപ്പോൾ എല്ലാവരും തന്നെ ചേരാത്ത ആളുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ബിക്കോസ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ എക്സാം സെൻറ്ററുകളൊന്നും കിട്ടാണ്ടാവും. അപ്പോൾ ഓൾറെഡി ഭയങ്കര സ്പീഡിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് സീറ്റുകളെല്ലാം തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫ്ലൈൻ സീറ്റുകൾ ഓൾമോസ്റ്റ് ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ, സെൻറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യണം. ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളൂ കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സാർ ഫുൾ പവറാണല്ലോ. ഫുൾ പവർ തന്നെ. ഓക്കെ, ശരി, മതി ഇനി ക്ലാസ്സിലേക്ക് പോലെ. അപ്പോൾ ഈ ഒരു കാര്യം നോക്ക്, വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത ബെസ്റ്റ് ഓപ്ഷൻ. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ്, അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഈ ഒരു അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റം. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രം മനസ്സിലാക്കേണ്ടതാണ്. നോബഡി ക്യാൻ റീപ്ലേസ് ഇറ്റ്. അതിനേക്കാളും മനോഹരമായിട്ട് എൻട്രൻസ് കോച്ചിങ് ഇന്ത്യയിൽ ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ എനിവേ, കം ഹിയർ. സോ ലുക്ക് ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അത് കഴിഞ്ഞാൽ മോളിക്കുലാർ ബേസ്, അത് കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. സോ ലുക്ക് ഗൈസ്, സാർ ഇന്നലെ ഹാഫ് ഡെഡ് ആയിരുന്നു, ഇന്ന് ഹാഫ് ഡെഡ് അല്ല, ഇന്ന് അത്യാവശ്യം നല്ല എനർജി ഉണ്ട്. ഓക്കെ, സോ ഗൈസ് ശ്രദ്ധിക്കുക, ഇന്നലെ പകലായിരുന്നു ഹാഫ് ഡെഡ്, രാത്രിയിലും വലിയ കുഴപ്പമില്ലായിരുന്നു. സോ ലൈക്ക് നോക്ക്, ആദ്യം തന്നെ മാച്ച് ദ ഫോളോയിങ് നോക്ക്. ഈ ഒരു ചാപ്റ്ററിന് പ്രിൻസിപ്പിളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചുള്ള ജനറ്റിക് ഡിസോർഡറുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്ലിൻഫെൽട്ടർ സിൻഡ്രോമിന്റെ പ്രത്യേകത എന്താ കുട്ടികളെ? യെസ്, പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ എക്സ് ക്രോമസോം ആണ് അല്ലേ. 44A + XXY ആണ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോമിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഡീഷണൽ എക്സ് ക്രോമസോം. ഇനി ഡൗൺ സിൻഡ്രോമോ? വെരി ഗുഡ്, ട്രൈസോമി ഓഫ് 21st ക്രോമസോം, 21ാമത്തെ ക്രോമസോമിന്റെ ട്രൈസോമിയാണ്. നൗ ടെർണർ സിൻഡ്രോം എന്താടാ? ലാക്ക് ഓഫ് എക്സ് ക്രോമസോം അല്ലെ, ലാക്ക് ഓഫ് 1 എക്സ് ക്രോമസോം, ദാറ്റ് ഈസ് 44 ഓട്ടോസോം + X0. അങ്ങനെയല്ലേ മക്കളെ? നൗ ഫീനൈൽ കീറ്റോണ്യൂറിയ എന്താ കുട്ടികളെ? ഡ്യൂ ടു ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് അല്ലേ. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണ്. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഫീനൈൽ കീറ്റോണ്യൂറിയനെ കുറിച്ച് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഫീനൈൽ കീറ്റോണ്യൂറിയനെ കുറിച്ച് നമ്മൾ വേറൊരു പേര് പറയാറുണ്ട്. ഇന്നലെ ഞാൻ പഠിപ്പിച്ചതാണ്, ഇന്നലെ രാത്രി ഞാൻ പഠിപ്പിച്ചതാണ്. ഫീനൈൽ കീറ്റോണ്യൂറിയെ കുറിച്ച് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട്. വാട്ട് ദാറ്റ് നെയിം ഈസ്? എന്താ കുട്ടികളെ മറ്റൊരു പേരെന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ നിങ്ങളെ പേര് ഞാൻ വിളിക്കും, ഇതിനകത്ത് ലൈവിനകത്ത് വിളിക്കും. ഓക്കെ, വെരി ഗുഡ്. നെജ്മൽ പറഞ്ഞിട്ട് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. നോക്കൂ, ഫീനൈൽ കീറ്റോണ്യൂറിയ ഈസ് അതർവൈസ് കോൾഡ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. വൈ ഇറ്റ് ഈസ് കോൾഡ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം? നിങ്ങൾക്കറിയാം, ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസീസാണ്. അതിനപ്പുറത്ത് നമ്മുടെ ബോഡിയിൽ ഞാൻ ഇന്നലെ പഠിപ്പിച്ചൊന്നാണ്, ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. അത് നിരന്തരമായിട്ട് തൈറോസിൻ എന്ന് പറയുന്ന മറ്റൊരു അമിനോ ആസിഡായി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ കൺവേർഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്താ? ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലൈസ്. PH എന്നൊന്നും എഴുതി വെക്കരുത്, ഞാൻ ചുരുക്കി എഴുതിയതാണ്. ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലൈസ്. ഈ എൻസൈം ഡെഫിഷ്യൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ഡിസീസ് ദ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലൈസ് ഈസ് ഡെഫിഷ്യൻറ്റ്. സോ ദ കൺവേർഷൻ ഓഫ് ഫീനൈൽ അലാനിൻ ടു തൈറോസിൻ ഈസ് ഇൻഹിബിറ്റഡ്. അത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഫീനൈൽ അലാനിൻ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണമാണ് എല്ലാത്തരം പ്രശ്നങ്ങളും ഉണ്ടാവുക. ഇത്തരം കുട്ടികൾക്ക് ഫീനൈൽ അലാനിൻ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് കാരണം ഈ ഫീനൈൽ അലാനിൻ പിന്നീട് ഫീനൈൽ പൈറൂവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡായിട്ട് മാറുകയും തലച്ചോറിലൊക്കെ പോയി അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന ഈ ഫീനൈൽ അലാനിന് ഫീനൈൽ പൈറൂവിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡായിട്ട് മാറുകയും അത് തലച്ചോറിലൊക്കെ പോയി അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കാരണം ഈ കുട്ടികൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. എന്തുണ്ടാവുക? മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. അവരുടെ യൂറിനിൽ ഈ ഫീനൈൽ പൈറൂവിക് ആസിഡിന്റെ പ്രസൻസ് കാണാൻ പറ്റും. അതൊരു കീറ്റോൺ ബോഡിയുള്ള സ്ട്രക്ചറാണ് ഫീനൈൽ പൈറൂവിക് ആസിഡിന്. അതുകൊണ്ടാണ് ഫീനൈൽ കീറ്റോണ്യൂറിയ എന്ന് പറയുന്ന അത്തരം ആളുകളുടെ യൂറിനിൽ ഈ കീറ്റോൺ ബോഡി അടങ്ങിയ അല്ലെങ്കിൽ കീറ്റോൺ സ്ട്രക്ചർ അടങ്ങിയ പൈറൂവിക് ആസിഡ്, ഫീനൈൽ പൈറൂവിക് ആസിഡ് യൂറിനിൽ പ്രസന്റ് ആകുന്നത് കൊണ്ടാണ് നമ്മൾ ഫീനൈൽ കീറ്റോണ്യൂറിയ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ലുക്ക് അനദർ ക്വസ്റ്റ്യൻ. ക്രോസ് ബിറ്റ്വീൻ red flower and white flower bearing plants of snapdragon produced all plant with pink flowers in F1 generation. അതായത് ട്രൂ ബ്രീഡിങ് റെഡും അതുപോലെ തന്നെ ട്രൂ ബ്രീഡിങ് വൈറ്റും കൂടെ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷൻ നോക്കട്ടെ, ഇവിടെ നിന്നുണ്ടാവുന്ന ഗ്യാമീറ്റ് ഏതാ? സ്മോൾ ആർ അല്ലേ. നമ്മൾ സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്ന് പറയുന്ന ചെടിയിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിക്കാൻ വേണ്ടി ട്രൂ ബ്രീഡിങ് റെഡ് പ്ലാന്റും ട്രൂ ബ്രീഡിങ് വൈറ്റ് പ്ലാന്റും കൂടെ ക്രോസ് ചെയ്തു. ട്രൂ ബ്രീഡിങ് റെഡിൽ നിന്ന് ഒരൊറ്റ ടൈപ്പ് ഗ്യാമീറ്റേ ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ R. നോക്ക്, ഇവിടുന്ന് ഒരൊറ്റ ടൈപ്പ് ഗ്യാമീറ്റേ പോസിബിൾ ഉള്ളൂ. അല്ലടാ,
അല്ലേ മക്കളെ? ക്യാപിറ്റൽ ആർ. ഇവിടുന്നോ സ്മോൾ ആർ അല്ലേ? വെരി ഗുഡ്. ഓക്കെ, എനിവേ അങ്ങനെ അവർ ക്രോസ് ചെയ്താൽ F1 ജനറേഷനിൽ ഓൾ വിൽ ബി പിങ്ക് ഇൻ ദ F1 ജനറേഷൻ. നമുക്കറിയാം. നെയിം ദ ജനറ്റിക് ഫിനോമിനൻ ഇൻ ദിസ് ക്രോസ്. ഏതാടാ? വെരി ഗുഡ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലേ? ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നോ, ഇല്ലസ്ട്രേറ്റ് F2 ജനറേഷൻ ഓഫ് ദിസ് ക്രോസ് യൂസിങ് പുന്നറ്റ് സ്ക്വയർ. പുന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇതിൻ്റെ F2 ജനറേഷൻ ഉണ്ടാക്കണം. അപ്പോൾ F2 എങ്ങനെ ഉണ്ടാക്കുക? ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോഴല്ലേ F2 കിട്ടുക. ദാറ്റ് ഈസ് F1 സെൽഫിങ്. അപ്പോഴാണ് F2 കിട്ടുക. ഇവിടുന്ന് എത്ര ടൈപ്പ് ഗ്യാമീറ്റാ മക്കളെ? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇവിടെ നിന്നോ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പോൾ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക. പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ ഒരു സൈഡിലെ ഗ്യാമീറ്റ് നമ്മൾ മുകളിൽ എഴുതുക, മറ്റേ സൈഡിലേത് സൈഡിൽ എഴുതി കൊടുക്കുക അല്ലേ? ലെഫ്റ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താക്കുക? ബോക്സ് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ രണ്ടാളുകൾ ഇവിടെ ഉണ്ട്, ഇവിടെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട്. എന്നിട്ടോ നമ്മൾ പോസിബിൾ കോമ്പിനേഷൻസ് എഴുതുന്നു. ക്യാപിറ്റൽ ആർ, സൈഡിൽ നിന്ന് ക്യാപിറ്റൽ ആർ, മുകളിൽ നിന്ന് സ്മോൾ ആർ, മുകളിൽ നിന്ന് സ്മോൾ ആർ, സൈഡിൽ നിന്ന് ക്യാപിറ്റൽ ആർ, സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് സ്മോൾ ആർ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് 2 മാർക്സ്. 2 മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടും. സെറ്റ് ആണല്ലോ മക്കളെ? ഓക്കെ, സോ അടുത്ത ചോദ്യം. TH Morgan carried out several dihybrid crosses in Drosophila. Mention 2 reasons for selecting Drosophila as an experimental organism. ഡ്രോസോഫിലിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ 2 റീസൺസ്, ഏതെങ്കിലും 2 റീസൺ പറയാനാണ്. യു ക്യാൻ ഗിവ് 3 റീസൺസ് ഓർ 4 റീസൺസ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താ മക്കളെ? ആരെങ്കിലും ആൻസർ പറഞ്ഞു കൊടുക്കുക. പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താ? വെരി ഗുഡ്, വെരി ഗുഡ്. ഷോർട്ട് ലൈഫ് സ്പാൻ അല്ല, ലൈഫ് സൈക്കിൾ. ലൈഫ് സ്പാൻ എന്ന് പറയരുത്, തെറ്റാണ്. ലൈഫ് സ്പാൻ എന്ന് എഴുതി നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരൂല. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മനുഷ്യൻ ജനിച്ച് മരിക്കണീൻ്റെ ഇടയിലുള്ള സമയം, അതാണ് ലൈഫ് സ്പാൻ. അതല്ല ലൈഫ് സൈക്കിൾ. നിങ്ങൾ ജനിച്ചു, നിങ്ങൾ മരിച്ചിട്ടാണോ? അല്ല, നിങ്ങളെ പേരൻസ് മരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അടുത്ത തലമുറ ഉണ്ടാവുക? അല്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഒരാൾ മരിച്ചിട്ട് നമുക്ക് അടുത്ത തലമുറ അല്ല, ഓരോ തലമുറ അങ്ങനെ ഉണ്ടായി വരുമല്ലോ. അപ്പം നമുക്ക് എപ്പോഴാണ് അടുത്ത തലമുറ ഉണ്ടാവാൻ പറ്റുക? നമ്മൾ ജനിച്ച് നമുക്കൊരു 15-16 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ സെക്ഷൽ മെച്യൂരിറ്റി എത്തി പിന്നെ പ്രസവിക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ഈസ് ലൈഫ് സൈക്കിൾ. ഓക്കെ, സോ ഇറ്റ് ഹാസ് ഷോർട്ട് ലൈഫ് സൈക്കിളാണ്, ഷോർട്ട് ലൈഫ് സൈക്കിളാണ് ഇയാൾക്ക്. ദാറ്റ് ഈസ് 2 വീക്കാണ് ലൈഫ് സൈക്കിൾ. 2 ഈസി ടു ഗ്രോ ഇൻ ലാബ്. ലാബിൽ വളർത്താൻ എളുപ്പമാണ്. ദെൻ ക്യാൻ യു ഗിവ് എനി അതർ റീസൺ? സിംഗിൾ മേറ്റിംഗ്, വെരി ഗുഡ്. സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ്. ഒരൊറ്റ മേറ്റിങ്ങിൽ തന്നെ ഒരുപാട് ഓഫ് സ്പ്രിങ്ങുകളെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം പറയാൻ പറ്റും അല്ലേ? പിന്നെ അതുപോലെ ദ എക്സ്ഹിബിറ്റ് ക്ലിയർ സെക്ഷുവൽ ഡൈമോർഫിസം. നിങ്ങൾക്ക് മെയിലിനെയും ഫീമെയിലിനെയൊക്കെ വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവരെ ക്രോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. വെരി ഗുഡ്. നൗ വേരിയസ് സിംബൽസ് ആർ യൂസ്ഡ് ഇൻ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ്. ഐഡന്റിഫൈ ദ ഫോളോയിങ് സിംബൽസ്. ഞാൻ ഇന്നലെയും കുറേ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ലുക്ക്, ഐഡന്റിഫൈ ദ ഫോളോയിങ് സിംബൽസ്. ഇത് ഏതാടാ? മുകളിലുള്ള ഏതാ? കൺസാങ്ക്യൂനസ് മേറ്റിംഗ് അല്ലേ? ദാറ്റ് ഈസ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. അങ്ങനെ പറഞ്ഞാലും മതി, ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലേ? മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? സെക്സ് അൺസ്പെസിഫൈഡ് അല്ലേ? സെക്സ് അൺസ്പെസിഫൈഡ്. വെരി ഗുഡ്. നമ്മൾ പെഡിഗ്രി ഈ ചാപ്റ്ററിലെ 2nd സ്ഥാനത്തുള്ള ഒരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചാൽ 2nd റാങ്കുള്ള ഭാഗമാണ് പെഡിഗ്രി. അപ്പോൾ പെഡിഗ്രി എല്ലാ സിമ്പിൾസും, പെഡിഗ്രിയിലെ മൊത്തം സിമ്പിൾസ് അതുപോലെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എങ്ങനെയാണ് നമുക്കൊരു പെഡിഗ്രി കിട്ടിയാൽ അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ, ഓട്ടോസോമൽ റെസസീവ് ആണോ, എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണെന്ന് എങ്ങനെ പറയാന്നുള്ളത് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ വരാൻ പോകുന്നുണ്ട്. അടുത്ത്, ക്യാരക്ടേഴ്സ് ഓഫ് സർട്ടൈൻ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗിവൺ ഡിസോർഡേഴ്സ്. നോക്കടാ, സെറ്റാണല്ലോ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, ശരി. ലുക്ക്, സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദറ്റ് അഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ അഫക്ട് ചെയ്യുന്ന സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ഏതാ മക്കളെ? ഉറക്കെ പറ. വെരി ഗുഡ്. ഹീമോഫീലിയ അല്ലടാ, ഹീമോഫീലിയ. അടുത്തത്, ദ ഡിസോർഡർ കോസ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ദാറ്റ് ഈസ് റീപ്ലേസ്മെന്റ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ. ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് വാലിനെ കൊണ്ടുവരുന്നു. വെരി ഗുഡ്. സിക്കിൾ സെൽ അനീമിയ. യു ആർ റൈറ്റ്, സിക്കിൾ സെൽ അനീമിയ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഗ്രേറ്റ്. നോക്കണം, ഞാൻ അത്യാവശ്യം സ്പീഡ് തന്നെ ഞാൻ ഈ 3 ചാപ്റ്ററുകൾ, അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണല്ലോ. ഇതിൻ്റെ വെയിറ്റേജ് 5 മാർക്കാണ്. ഇത് നമ്മളെ ന്യൂറൽ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ വെയിറ്റേജ് 6 മാർക്സ് ആണ്. ആൻഡ് ഓൾസോ ബയോഡൈവേഴ്സിറ്റിക്ക് ഇപ്രാവശ്യം കൊടുത്തുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 മാർക്കാണ്. സാധാരണ 2 മാർക്കൊക്കെയാണ്. 2 to 3 എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് റീകോൾ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ ഒരു ആക്റ്റീവ് റീകോൾ പോസിബിൾ ആവും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ.
Okay, so look, the inborn error of we already told about that, like inborn error of metabolism. So what is this? Phenylketonuria, PKU, phenylketonuria. Right. Now, distinguish between male heterogamity and female heterogamity with example. So what is male heterogamity? In male heterogamity, males produce two different types of gametes, അല്ലേ? രണ്ട് വ്യത്യസ്ത ഗാമീറ്റുകളെ മെയിലാണ് ഉണ്ടാക്കിയ ഇൻ മെയിൽ ഹെറ്ററോഗാമിറ്റി. സോ ഇൻ മെയിൽ ഹെറ്ററോഗാമിറ്റി, സെക്സ് ഓഫ് ഓഫ്സ്പ്രിങ്ങിൻ്റെ സെക്സ് ഓഫ് ഓഫ്സ്പ്രിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെയിൽ, അല്ലേ? ഓഫ്സ്പ്രിങ്ങിൻ്റെ സെക്സ് മെയിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻ മെയിൽ ഹെറ്ററോഗാമിറ്റി. Female heterogamity lo, females produce two different types of gametes and the sex of offspring is determined by female. Okay, നേരെ ഓപ്പോസിറ്റ് എഴുതി കൊടുത്താൽ മതി regarding female heterogamity. Okay, so guys ശ്രദ്ധിക്കുക, മെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ എക്സാമ്പിൾ എന്താ? XXXY മെക്കാനിസം, അല്ലേ? ഇൻ ഹ്യൂമൻസ് ഡ്രോസോഫിലയിലൊക്കെ കാണുന്ന XXXY മെക്കാനിസം ഒരു ഉദാഹരണമാണ്. സോ ഹിയർ ഫീമെയിൽ ഈസ് XX and male is XY. So male produce gamete with X chromosome, gamete with Y chromosome, but female only produce gamete with X chromosome. ഫീമെയിൽ ഒരൊറ്റ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നോ, ഫീമെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേർഡ്സ്, അല്ലേ? ZW മെക്കാനിസം. സോ ഹിയർ ZW ഈസ് ഫീമെയിൽ. സോ ഫീമെയിൽ പ്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്, വൺ വിത്ത് Z ക്രോമസോം, വൺ വിത്ത് W ക്രോമസോം, അല്ലേ? ബട്ട് മെയിൽ പ്രൊഡ്യൂസ് ഓൺലി Z ക്രോമസോം, ഗാമീറ്റ് വിത്ത് Z ക്രോമസോം. ഈസ് ദാറ്റ് ക്ലിയർ? റെഡിയാണോ? ബേർഡ്സ്, വെരി ഗുഡ്. സോ ബേർഡ്സ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ, ബേർഡ്സ്, അല്ലേ? ബേർഡ്സ്. ഇത് നമുക്ക് എന്ത് പറയാം? ഹ്യൂമൻസ് പറയാം, ഡ്രോസോഫില പറയാം, കേട്ടോ, ഡ്രോസോഫില പറയാൻ പറ്റും. ആൻഡ് ദെൻ യു ക്യാൻ സി ഗ്രാസ് ഹോപ്പർ, എക്സോ മെക്കാനിസം നമ്മൾ ആരുടെ കേസിൽ കാണുന്നുണ്ട്? ഗ്രാസ് ഹോപ്പറിൻ്റെ കേസിൽ കാണുന്നുണ്ട്. അപ്പോൾ അയാളും എന്താണ്? മെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ ഉദാഹരണമാണ്. ആരോ ചോദിക്കുന്നുണ്ടല്ലോ നമ്മുടെ ക്രാഷ് കോഴ്സ് ഓൺലൈൻ ആണോ? നമ്മുടെ ഓൺലൈൻ മാത്രമല്ല, വി ഹാവ് ദറ്റ് ഓഫ്ലൈൻ ക്രാഷ് കോഴ്സ് ടു. നമ്മുടെ ഓഫ്ലൈൻ സീറ്റ്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓഫ്ലൈൻ ക്യാമ്പസ് ഒരു പക്ഷേ നീറ്റ് ഓഫ്ലൈൻ ക്യാമ്പസ് എഡ്യൂപോർട്ടിനായിരിക്കും ഉണ്ടാവുക. ലൈക്ക് നമ്മുടെ എന്താ പറയുക, അത്രയധികം ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മുടെ നീറ്റിൻ്റെ ചാനലിലൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ഓഫ്ലൈൻ സെൻറ്ററിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ഇന്ത്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പറയാം, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്, വി ഹാവ് ബോത്ത് ഓഫ്ലൈൻ ക്രാഷ്, ഓൺലൈൻ ക്രാഷ് ആൻഡ് റിപ്പീറ്റേഴ്സ് ബാച്ച് ഓൾസോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എയ്തർ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്, ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്. പക്ഷേ റിപ്പീറ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഐ ഓൾവേസ് പ്രിഫർ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്. ഓക്കെ, എനിവേ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ലുക്ക്, കൺസിഡർ ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഹീമോഫീലിയ ഡിസോർഡർ. ഇറ്റ് ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനൻറ്റ് ഡിസീസ്. അല്ല, ഇത് തെറ്റാണ്, അല്ലേ? ഏതാ കറക്റ്റ്? ദ ഹെറ്റിറോസൈഗസ് ഫീമെയിൽ, ദാറ്റ് ഈസ് കാരിയർ ഫീമെയിൽ, അല്ലേ? നോക്കൂ, ഹീമോഫീലിയയുടെ കാരിയർ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? X capital H എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോർമൽ ഫീമെയിൽ ആണ്, അല്ലേ? നോർമൽ ഫീമെയിൽ ആണ്. X small h എന്ന് പറഞ്ഞാൽ എന്താ? അഫക്റ്റഡ് ഫീമെയിൽ ആണ്, രോഗമുള്ള അഫക്റ്റഡ് ഫീമെയിൽ ആണ്. XX എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണല്ലോ. നൗ X capital H X small h ഇവരാണെന്ത്? നോർമൽ ബട്ട് കാരിയർ ഫീമെയിൽ, കാരിയർ ആയിട്ടുള്ള ഫീമെയിൽ. ഇവരെ പറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ഇവർ ഹെറ്റിറോസൈഗസ് ആണ്. ദിസ് ഈസ് ഹെറ്റിറോസൈഗസ്, അല്ലേ? ഇനി നോക്ക്, X capital H Y എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ മെയിൽ. നൗ X small h Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റഡ് മെയിൽ, അല്ലേ? അല്ലെങ്കിൽ ഹീമോഫീലിയാക്ക് മെയിൽ. അപ്പോൾ ഹെറ്റിറോസൈഗസ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇവരാണ്. നോക്കൂ, ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ. എപ്പോഴും ഈ ഡിസീസ് കാരിയർ ഫീമെയിലിൽ നിന്ന്, നിങ്ങൾ പെഡിഗ്രി നിങ്ങളൊന്ന് വരച്ചു നോക്കിയാൽ മനസ്സിലാവും, കാരിയർ ഫീമെയിലിൽ നിന്ന് അവരുടെ ആൺകുട്ടികൾക്കാണ് കിട്ടുക, പെൺകുട്ടികൾ. ഇപ്പം നിങ്ങളുടെ അമ്മ ഒരു കാരിയർ, നിങ്ങളുടെ അമ്മ ഹീമോഫീലിയയുടെ കാരിയർ ആണെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സഹോദരി എപ്പോഴും കാരിയർ ആവാനേ സാധ്യതയുള്ളൂ. അവർ രോഗം ഉണ്ടാവില്ല, രോഗം എപ്പോഴും ഉണ്ടാവില്ല ഒരു കാരിയർ ഫീമെയിലിൻ്റെ ആൺകുട്ടികൾക്കാണ്. ക്ലിയർ അല്ലേ? എല്ലാ ആൺകുട്ടികൾക്കും ഉണ്ടാവില്ല, 50% ഓഫ് ആൺകുട്ടികൾക്കാണ് പോസിബിലിറ്റികൾ. അപ്പോൾ ഞാനൊരു കാരിയർ ഫീമെയിൽ ആണെങ്കിൽ എനിക്ക് ജനിക്കാൻ പോകുന്ന പകുതി ആൺകുട്ടികൾക്കും, അല്ലെങ്കിൽ എനിക്ക് ജനിക്കാൻ പോകുന്ന ആൺകുട്ടികളിൽ പകുതി പേർക്ക് ഹീമോഫീലിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ കാരിയർ ഫീമെയിൽ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് to 50% of her male progenies. അവരുടെ ആൺകുട്ടികളുടെ 50% കിട്ടാൻ സാധ്യതയുണ്ട്. സർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ ചെയ്യുമോന്ന്?
अरे बंगाली भाई, ये प्रिंसिपल्स ऑफ इनहेरिटेंस का श्योर क्वेश्चंस है, हम वो ചെയ്യൽ ഹും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമന്റ് സെഷനിൽ സർ പ്രിൻസിപ്പൽസിന്റെ വീഡിയോ ചെയ്യുമോ? ഡേയ് ഇങ്ക പാക്കടേ, ഇത് ഭാഷയിൽ പറഞ്ഞു കൊടുക്കൂ റബ്ബേ. എന്തൊരു എന്തോ കം ഹിയർ. എന്താ ചെയ്യാ? ശരി, വാ. Name the genetic disorder in which the blood clotting protein is affected, leading to non-stop bleeding even through a simple wound. ഒരു സിമ്പിൾ വൂണ്ടിന് കൂടെ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് വരുന്ന കണ്ടീഷൻ വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി കാരണം അല്ലേ, ജനറ്റിക് ഡിസോർഡർ കാരണം ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻ്റ് ആവുന്നു. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് കൂടെ ധാരാളം ബ്ലഡ് വരുന്നു. സോ ദാറ്റ് ഈസ് ഹീമോഫീലിയ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, ഇഫ് എ ഫാദർ ഈസ് വിത്ത് O blood group and mother is B blood group, write the possible blood group of their children. നോക്ക്, ഫാദർ O ബ്ലഡ് ഗ്രൂപ്പ്, അപ്പോൾ സ്മോൾ ഐ അല്ലേ. ഫാദർ O ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഐ. മദർ B ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IB സ്മോൾ ഐ. റെഡി അല്ലടാ? ഓക്കെ, ശരി. അപ്പോൾ ഫാദറിൽ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിൾ ആടാ മക്കളെ? ഞാൻ പറയുന്നു ഫാദർ ഒരൊറ്റ ടൈപ്പ് ഉണ്ടാക്കുള്ളൂ, ദാറ്റ് ഈസ് വിത്ത് സ്മോൾ ഐ. മദറോ? മദർ പ്രൊഡ്യൂസ്, മദർ നോക്ക്, മദർ B ബ്ലഡ് ഗ്രൂപ്പാണ്, അപ്പോൾ മദർ IB സ്മോൾ ഐ ആയിരിക്കാം, അല്ലെങ്കിൽ IBയും ആയിരിക്കാം. ശരി, സോ മദർ പ്രൊഡ്യൂസ് IB ഉള്ള ഗാമീറ്റ് ഉണ്ടാക്കും, അതുപോലെ സ്മോൾ ഐ ഉള്ള ഗാമീറ്റ് ഉണ്ടാക്കും അല്ലേ. നൗ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ IB സ്മോൾ ഐ, ദാറ്റ് ഈസ് B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. വെരി ഗുഡ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ സ്മോൾ ഐ ദാറ്റ് ഈസ് O ബ്ലഡ് ഗ്രൂപ്പ്. സോ ദീസ് ആർ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ. അടുത്തത്, മൈക്രോഗ്രാഫ് ഓഫ് റെഡ് ബ്ലഡ് സെൽ ഓഫ് 2 persons A and B are shown below. Person B is affected with a specific genetic disorder. Identify the genetic disorder. So look at this. എന്താടാ കുട്ടികളെ, വാട്ട് ഈസ് ദിസ് ഡിസോർഡർ? വെരി ഗുഡ്, ദിസ് ഈസ് സിക്കിൾ സെൽ അനീമിയ. നോക്കടാ, ഇൻ സിക്കിൾ സെൽ അനീമിയ, സെറ്റല്ലേ കുട്ടികളെ? ഇൻ സിക്കിൾ സെൽ അനീമിയ ദ RBC ഷേപ്പ് ബിക്കം സിക്കിൾ. RBC സിക്കിൾ ഷേപ്പ്ഡായി മാറും. ഈ കാണുന്നത് സിക്കിൾ ഷേപ്പാണ്, RBC സിക്കിൾ ഷേപ്പിലേക്ക് മാറും. റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഡിസോർഡർ. അപ്പോൾ നമ്മൾ പറയാ, നോക്കൂ, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ. നോക്കൂ, ഹ്യൂമൻ ബീറ്റാ ഗ്ലോബിൻ ചെയിനിൻ്റെ എന്താ പറയുക സീക്വൻസ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. എന്താ നമ്മുടെ കോഡ്? വാലിൻ. നോക്ക്, എൻ്റെ കൂടെ പറയാം, വാലിൻ ആൻഡ് ഹിസ്, വാലിനും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ല്യൂതറും കൂടെ, വാലിൻ ആൻഡ് ഹിസ് ഫ്രണ്ട് ല്യൂതർ, ഹിസ് ഫ്രണ്ട് എന്ന് വേണ്ട, വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ഇതാണടാ നമ്മുടെ നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിനിൻ്റെ സീക്വൻസ്. നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ, നമ്മുടെ ഹീമോഗ്ലോബിനിൽ 2 ആൽഫ ഗ്ലോബിനും 2 ബീറ്റാ ഗ്ലോബിനും ഉണ്ട്. നോർമൽ ബീറ്റാ ഗ്ലോബിൻ്റെ സീക്വൻസ് വരുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, രണ്ടാമത്തെ പൊസിഷനിൽ ഹിസ്റ്റിഡിൻ, മൂന്നാമത്തെ പൊസിഷനിൽ ലൂസിൻ, നാലാമത്തെ പൊസിഷനിൽ ത്രയോണിൻ, അഞ്ചാമത്തെ പൊസിഷനിൽ പ്രോലിൻ, ആറാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ്, ഏഴാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ്, എട്ടാമത്തെ 9ാമത്തെ പൊസിഷനിലുള്ള നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ ബീറ്റാ ഗ്ലോബിൻ്റെ സീക്വൻസ് വരുന്നത്. പക്ഷേ സിക്കിൾ സെൽ അനീമിയുള്ള ആളുകളുടെ കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഗ്ലൂട്ടാമിക് ആസിഡ് ആറാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് മാറിയിട്ട് അവിടെ വാലിൻ വരും. അതാണ് സംഭവിക്കുക. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ, ദാറ്റ് ഈസ് റീപ്ലേസ്മെന്റ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. അത് കാരണമാണ് RBCയുടെ ഈ നോർമൽ ബൈകോൺകേവ് ഷേപ്പ്, ദിസ് ഈസ് ആക്ച്വലി എ ബൈകോൺകേവ് ഷേപ്പ്, രണ്ട് ഭാഗത്തും കുഴിഞ്ഞ ഷേപ്പാണ്. അവിടുന്ന് RBC സിക്കിൾ ഷേപ്പിലേക്ക് മാറുകയും RBC പെട്ടെന്ന് നശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി സിക്കിൾ സെൽ അനീമിയയുടെ ജീനോ ടൈപ്പ് എന്താ? നോക്ക്, HbA എന്നാണെങ്കിൽ നിങ്ങൾ നോർമൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇനി HbS ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളാണെന്ന് നമുക്ക് പറയാം. സിക്കിൾ സെൽ അനീമിയാക്ക്. ഓക്കെ, നൗ HbS ദാറ്റ് ഈസ് ഹെറ്റിറോസൈഗസ് ആണ്. ഇയാളെ പറ്റി നമ്മൾ പറയും, ഇയാൾ നോർമലാണ് ബട്ട് കാരിയർ ആണ്. നോർമൽ ബട്ട് കാരിയർ, ഇയാൾ ഡിസീസിൻ്റെ കാരിയർ ആണ്. സാധാരണ സിക്കിൾ സെൽ അനീമിയ എപ്പോഴാണ് കിട്ടുക എന്ന് വെച്ചാൽ, 2 കാരിയർ പാരൻസ് തമ്മിൽ കല്യാണം കഴിക്കുക. അവർക്ക് 2 പേർക്കും രോഗമില്ല, അവർ കാരിയർ ആണ്. 2 കാരിയർ പേരൻസ് കല്യാണം കഴിക്കുമ്പോൾ അവരുടെ കുട്ടികൾക്കാണ് സാധാരണ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകാറ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റെഡി അല്ലേ കുട്ടികളെ? ഓക്കെ, now look, a monohybrid cross is given below.
പാരൻസ് ടോള് ഡോർഫ് പാരൻ്റൽ ജനറേഷൻ, ഇവിടുന്ന് ഉണ്ടാവുന്ന ഗാമീറ്റ് ഇതാ, അങ്ങനെ F1 ജനറേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ചോദിക്കുന്ന കാര്യം എന്താ? ഫൈൻഡ് ദ F2 ഫീനോടൈപ്പിക് ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ. ഇത് മെൻ്റലിൻ്റെ നോർമൽ മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലേ? നോക്ക്, മെൻ്റലിൻ്റെ നോർമൽ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പോൾ F2 ഫീനോടൈപ്പിക് റേഷ്യോ എന്താ? 3:1. 3 tall is to 1 dwarf. F2 genotypic ratio എന്താ? 1 capital T is to 2 capital T small t is to 1 small t. ശരിയല്ലേ? ദിസ് ഈസ് ദ ജീനോടൈപ്പിക് റേഷ്യോ. മെൻ്റലിൻ്റെ സാധാരണ മോണോ ഹൈബ്രിഡ് ക്രോസിലെ റേഷ്യോ പറഞ്ഞാൽ മതി. നൗ ശ്രദ്ധിക്കടാ. സെലക്ട് എ ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റിക് ആനിമൽ ഫ്രം ദ ഫോളോയിങ്. ഈ കൂട്ടത്തിൽ ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റിക് ആനിമൽ ആരാ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റി നമ്മൾ കാണുന്നത് ബേർഡ്സിൻ്റെ കേസിൽ മാത്രമാണെന്ന്. റെഡി അല്ലേ? വെരി ഗുഡ്. സോ ലുക്ക് നെക്സ്റ്റ്, ക്ലിൻഫെൽട്ടർ സിൻഡ്രോം. ക്ലിൻഫെൽട്ടർ സിൻഡ്രോമിൽ ആളുടെ ഫീച്ചർ സ്റ്റെറൈൽ മെയിൽ ആയിരിക്കും അല്ലേ? ടോളായിട്ടുള്ള, കുട്ടികൾ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത, അതാണ് സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിലായിരിക്കും. ഇയാൾക്ക് എന്തും കൂടി ഉണ്ടാകും? ഗൈനക്കോമാസ്റ്റി ഉണ്ടാവും അല്ലേ? ഗൈനക്കോമാസ്റ്റി ഉണ്ടാവും. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഇൻ മെയിൽ. ഇയാളുടെ ജീനോടൈപ്പ് എന്താ? വെരി ഗുഡ്. 44 ഓട്ടോസോം പ്ലസ് XXY, ദാറ്റ് ഈസ് ടോട്ടൽ 47 ക്രോമസോം ഇയാൾക്ക് ഉണ്ടാകും. ഇനി 44A പ്ലസ് X0, ഇതേതാ കണ്ടീഷൻ കുട്ടികളെ? വെരി ഗുഡ്. ടെർണർ സിൻഡ്രോം ആണ് അല്ലേ? ടേണേഴ്സ് സിൻഡ്രോം ആണിത്. ഓക്കെ, വെരി ഗുഡ്. ഇതെന്താ കുട്ടികളെ? സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും അല്ലേ? സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. റുഡിമെൻ്ററി ഓവറി, പൂർണ്ണ വളർച്ച എത്താത്ത റുഡിമെൻ്ററി ഓവറി ആയിരിക്കും ഇവർക്കുണ്ടാവുക. ആൻഡ് ദേ വിൽ ബി ഷോർട്ട്, നീളം കുറവുള്ള ആളുകളായിരിക്കും. നൗ ട്രൈസോമി 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ മക്കളെ? വെരി ഗുഡ്, ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം ആണ്. ആൻഡ് ഇത്തരം ആളുകൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ ഇന്നലെ കറക്റ്റ് ഇങ്ങനെ അവരുടെ ഇതൊക്കെ കാണിക്കുന്നത്, പാർഷ്യലി ഓപ്പൺഡ് മൗത്ത് ആയിരിക്കും, ബിഗ് അല്ലെങ്കിൽ ലാർജ് ഫറോവ്ഡ് ടങ് ആയിരിക്കും അവർക്ക്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ദാറ്റ് ഇസ് വെരി ഗുഡ്. നൗ ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഷോയിങ് മെൻഡൽസ് എക്സ്പെരിമെൻറ്റ് യൂസിങ് പീ പ്ലാന്റ്. ഐഡൻറ്റിഫൈ ദ ക്രോസ്. സെയിം മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മെൻഡൽസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. വിച്ച് ആർ ദ ലോസ് പ്രപ്പോസ്ഡ് ബൈ മെൻഡൽ ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻ. മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്ത് മെൻഡൽ ഉണ്ടാക്കിയത് 2 ലോകളായിരുന്നല്ലോ മക്കളെ. ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? ഒന്ന്, ലോ ഓഫ് ഡോമിനൻസ്. മെൻഡൽ ഉണ്ടാക്കിയ ഒന്നാമത്തെ ലോ ആയിരുന്നു ലോ ഓഫ് ഡോമിനൻസ്. രണ്ടാമത്തെ ലോ എന്താ കുട്ടികളെ? ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലേടാ? ലോ ഓഫ് സെഗ്രിഗേഷൻ. ഈ 2 ലോകളാണ് മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്ത് മെൻഡൽ ഉണ്ടാക്കിയത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ക്രോസ് ഓഫ് എ പ്യോർ വയലറ്റ് ആൻഡ് പ്യോർ വൈറ്റ് ഫ്ലവർ. ദാറ്റ് ഈസ് ട്രൂ ബ്രീഡിംഗ് വയലറ്റും ട്രൂ ബ്രീഡിംഗ് വൈറ്റും തമ്മിലുള്ള ഒരു ക്രോസ് ആണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് എന്നിട്ട് അതിലെ F1 ജനറേഷൻ അവർ കാണിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ W സ്മോൾ w. എന്നിട്ട് look, by using F1 progeny design a test cross. ഈ F1 പ്രോജനിയെ ഉപയോഗിച്ചുകൊണ്ട്, ദാറ്റ് ഈസ് ഈ ക്യാപിറ്റൽ W സ്മോൾ w ഉള്ള പ്ലാന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നിങ്ങളോട് ആരെ ഉപയോഗിച്ച് ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളോട് ഏത് പ്ലാന്റിൻ്റെ ടെസ്റ്റ് ക്രോസ് ആണോ ഉണ്ടാക്കാൻ പറഞ്ഞത്, ആ പ്ലാന്റിനെ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കടാ മക്കളെ, 2 ടൈപ്പ് ഗാമീറ്റ് പോസിബിൾ ആണ്, ക്യാപിറ്റൽ W ഉള്ള ഗാമീറ്റ്, സ്മോൾ w ഉള്ള ഗാമീറ്റ്. ബട്ട് ലുക്ക് അറ്റ് ഹിയർ, ഇവിടെ എങ്ങനെയൊക്കെ ഗാമീറ്റ് ഉണ്ടായാലും സ്മോൾ w ഉള്ള ഗാമീറ്റേ ഉണ്ടാവുള്ളൂ. പുന്നറ്റ് സ്ക്വയർ വരച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അല്ലേ? ഇതുകൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ W സ്മോൾ w, ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ സ്മോൾ w. നൗ മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്? നിങ്ങൾക്കൊരു പ്ലാന്റ് കിട്ടി, യു ഗോട്ട് എ ടോൾ പ്ലാന്റ് അല്ലെങ്കിൽ യു ഗോട്ട് എ വയലറ്റ് പ്ലാന്റ്. അതൊന്നുകിൽ ഇങ്ങനെയാവാം അല്ലെങ്കിൽ ഇങ്ങനെയാകാം. ക്യാപിറ്റൽ W ആവാം അല്ലെങ്കിൽ ക്യാപിറ്റൽ W സ്മോൾ w ആവാം. സോ ടു ഫൈൻഡ് ദ ജീനോ ടൈപ്പ് ഓഫ് ദിസ് അൺനോൺ പ്ലാന്റ്, ഒരു പ്ലാന്റിൻ്റെ ജീനോ ടൈപ്പ് അറിയില്ല. സോ ടു ഫൈൻഡ് ദ ജീനോ ടൈപ്പ് ഓഫ് എ പ്ലാന്റ്, ഒരു പ്ലാന്റിൻ്റെ ജീനോ ടൈപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് കുട്ടികളെ? ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യുന്നത്. നൗ ഈച്ച് സിംറ്റംസ് ഓഫ് 2 ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഡിസോർഡർ. ഗൈനക്കോമാസ്റ്റിയ ഇതിലേക്കാണ്. വെരി ഗുഡ്. ഇൻ ക്ലിൻഫെൽട്ടർ സിൻഡ്രോം, റുഡിമെൻ്ററി ഓവറി ആൻഡ് ലാക്ക് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്.
ഫീമെയിലിൻ്റെ ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറും ഉണ്ടാവില്ല, ഒരു ഓവറിയും വളരില്ല. ഏത് കേസിലെ കുട്ടികളെ? വെരി ഗുഡ്. ഇൻ ടേണേഴ്സ് സിൻഡ്രോം അല്ലേ? അപ്പോൾ ഡിസോർഡർ നമ്മൾ പഠിച്ചു. ഗീവ് ദ റീസൺ ഫോർ ദീസ് ഡിസോർഡേഴ്സ്. ഈ ഡിസോർഡേഴ്സിൻ്റെ റീസൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ലുക്ക് ഇൻ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ദർ ഈസ് 44A plus XXY. So there is one extra X chromosome in Klinefelter syndrome, and in Turner syndrome one X chromosome is absent അല്ലേ? ഒരു X chromosome ആബ്സെൻ്റ് ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, ആൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പറയാം, ബോത്ത് ദീസ് ഡിസീസ് ആർ ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് മിയോസിസ് എന്നും പറയാം. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് മിയോസിസ് എന്നും പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇങ്ങനെ പറയുന്നതായിരിക്കും. വൺ എക്സ്ട്രാ എക്സ് ക്രോമസോം ഈസ് പ്രസൻറ്റ് ഇൻ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ആൻഡ് വൺ എക്സ് ക്രോമസോം ഈസ് ആബ്സെൻറ്റ്, ദാറ്റ് ഈസ് മോണോസോമി ഓഫ് എക്സ് ക്രോമസോം ഇൻ ടേണേഴ്സ് സിൻഡ്രോം. അങ്ങനെ പറഞ്ഞാലും മതി. നൗ the amino acid composition of the relevant portion of beta globin of two hemoglobin molecules A and B are shown below. തന്നിട്ടുണ്ട്. ഈ സീക്വൻസ് ഇതുപോലെ പഠിക്കണം. ഞാൻ കുറച്ച് മുന്നേ അതിന് കോഡും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ കോഡ്? വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. അതാണ് നോർമൽ ചെയിൻ. ഓക്കെ, നോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അബ്നോർമൽ? ഇതിൽ ഏതാ അബ്നോർമൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ലുക്ക് അറ്റ് ദ സിക്സ്ത് പൊസിഷൻ. സിക്സ്ത് പൊസിഷനിൽ വാലിൻ വരുന്നത് ഇവിടെയാണ്. സോ ദിസ് ഈസ് അബ്നോർമൽ. ഇതാണ് അബ്നോർമൽ അല്ലേ? വെരി ഗുഡ്. അടുത്തത്, നെയിം ദ ഡിസോർഡർ കോസ്ഡ് ബൈ ഇറ്റ്. ഏതാ? സിക്കിൾ സെൽ അനീമിയ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് അബ്നോർമാലിറ്റി? ഈ അബ്നോർമാലിറ്റിയുടെ റീസൺ എന്താ? ദറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ of glutamic acid by valine at the sixth position. Now what is the effect of this abnormality in such individuals? അത്തരം ആളുകളിലെ പ്രശ്നം എന്താ സംഭവിക്കുക? the RBC നോക്കൂ, നോർമൽ ഷേപ്പ് ഓഫ് RBC is biconcave. okay, but in sickle cell biconcave disc shape എന്ന് പറയും നമ്മൾ. biconcave disc shaped ആണ്. Normal RBCs are biconcave disc shaped. But in sickle cell anemia, RBC shape, look, but in sickle cell anemia, the RBC becomes sickle shaped. അരിവാളിൻ്റെ ഷേപ്പിലേക്ക് മാറും RBC. And that lead to increased destruction of RBC. ഇവരുടെ ബോഡിയിൽ RBC വളരെയധികം നശിച്ചു പോകാൻ തുടങ്ങും. ഡിസ്ട്രക്ഷൻ ഓഫ് RBC, RBCയുടെ ഷേപ്പ് മാറുന്നത് കാരണം. അങ്ങനെ RBC കുറേ നശിച്ചു പോയ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും, RBCയുടെ അളവ് കുറയും. ദാറ്റ് ഈസ് കോൾഡ് അനീമിയ. അതിനെയാണ് നമ്മൾ ശരിക്കും അനീമിയ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? RBC സിക്കിൾ ഷേപ്പ് ആയി എന്ന് കരുതിയിട്ട് അതിനെ അനീമിയ എന്ന് വിളിക്കാൻ പറ്റൂല. അനീമിയയുടെ അർത്ഥം ഇതാണ്, ബ്ലഡിൽ RBC കുറയുക അല്ലെങ്കിൽ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കുറയുക എന്നുള്ളതാണ് അനീമിയയുടെ മീനിങ്. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയുടെ കാരണം RBC ബിക്കം സിക്കിൾ ഷേപ്ഡ്. ദാറ്റ് ലീഡ് ടു ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. RBCയുടെ ഡിസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് കൂടാൻ കാരണം അങ്ങനെ ബ്ലഡിൽ RBC കുറയും. നൗ ലുക്ക് നെക്സ്റ്റ്. ഒബ്സർവ് ദ ഫോളോയിങ് ക്രോസ് ബിറ്റ്വീൻ ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് പ്രോജനി. അതായത് ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഡോമിനൻ്റ് ഫീനോടൈപ്പ് കാണിക്കുന്ന പ്രോജനി ഏതാണ്? ക്യാപിറ്റൽ W സ്മോൾ w ആൻഡ് ഹോമോസൈഗസ് റെസസീവ് പാരന്റ് സ്മോൾ w കൂടെ തന്നിട്ടുള്ള ക്രോസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നൗ ഐഡന്റിഫൈ ദ ക്രോസ്. ഈ ക്രോസ് ഏതാണ്? എന്നിട്ട് ഇത് ഇവിടെ 15 തന്നത് തെറ്റിയതാണ്, മാറിപ്പോയത്. രണ്ട് ഭാഗത്തും 50-15 തന്നിട്ടുണ്ട്. എന്താ ഇത്? വെരി ഗുഡ്, ദിസ് ഈസ് ടെസ്റ്റ് ക്രോസ് ആണ്. ഒരാളെ നിങ്ങൾ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടെസ്റ്റ് ക്രോസ്. വെരി ഗുഡ്. നമുക്ക് ടെസ്റ്റ് ക്രോസിൽ 50-50 ദാറ്റ് ഈസ്, നോക്കൂ, ഇയാൾ നിങ്ങൾ നോക്കിയാൽ ക്യാപിറ്റൽ W സ്മോൾ w ആണ്. ഇയാൾ വയലറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 50% ഓഫ് ഫ്ലവേഴ്സ് ആർ വയലറ്റ്. ആൻഡ് ഇത് സ്മോൾ w ആണ്. ഇത് വൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് 50% വൈറ്റ്. അതാണ് 1:1 റേഷ്യോ. സോ ഇൻ എ ടെസ്റ്റ് ക്രോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ 50-50 റേഷ്യോ, ഒരു ടെസ്റ്റ് ക്രോസ് നിങ്ങൾ ചെയ്തു, പ്രോജനികളുടെ ഫീനോടൈപ്പ് നോക്കിയപ്പോൾ ദർ ഈസ് 50-50 റേഷ്യോ. വാട്ട് ഇറ്റ് മീൻസ്? ഇറ്റ് മീൻസ് ദാറ്റ് ദ ടെസ്റ്റ് പ്ലാന്റ് ഈസ് ഹെറ്ററോസൈഗസ്. നമ്മുടെ ടെസ്റ്റ് പ്ലാന്റ് ഒരു ഹെറ്ററോസൈഗസ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നൗ മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടു ഫൈൻഡ് ദ ജീനോടൈപ്പ് ഓഫ് ആൻ അൺനോൺ പ്ലാന്റ്. നൗ ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് എ ചൈൽഡ് ഈസ് O. ഒരു ചൈൽഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. ഹിസ് ഫാദർ ഈസ് A ഗ്രൂപ്പ് ആൻഡ് മദർ ഈസ് B ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ കുട്ടി O ആണെന്ന് പറഞ്ഞാൽ കുട്ടി സ്മോൾ ഐ ആണ്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫാദർ A ഗ്രൂപ്പാണ്, ഓക്കെ, മദർ B ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ കുട്ടി O ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഒരു സ്മോൾ ഐ മദറിൽ നിന്നും ഒരു സ്മോൾ ഐ ഫാദറിൽ നിന്നും, നമ്മുടെ ക്രോമസോമുകളുടെയൊക്കെ നമ്മുടെ ജീനുകളുടെയൊക്കെ അലീലുകളുടെ ഓരോ പേരിൽ ഒരെണ്ണം ഫാദറിൽ നിന്നും ഒരെണ്ണം മദറിൽ നിന്നും ആണല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു അലിയിൽ ഫാദറിൽ നിന്നും ഒരു അലിയിൽ മദറിൽ നിന്നുമാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടും സ്മോൾ ഐ ആണ്.
ഇനി അമ്മ ബി ആയതുകൊണ്ട് തന്നെ അമ്മ ഇനി ബി ആവണമെങ്കിൽ ഒന്ന് സ്മോൾ ഐ ആണെങ്കിൽ മറ്റേത് ഐ ബി ആയിരിക്കണം. അപ്പോൾ അമ്മയുടെ ജീനോടൈപ്പ് ഐ ബി സ്മോൾ ഐ ആയിരിക്കും. അച്ഛൻ എ ആവണമെങ്കിൽ ഒന്ന് സ്മോൾ ഐ ആണ്, അപ്പോൾ മറ്റേത് എന്തായാലും ഐ എ ആയിരിക്കണം. അപ്പോൾ അച്ഛൻ്റെത് ഐ എ സ്മോൾ ഐ ആയിരിക്കും. സെറ്റാണോ ഗൈസ്? ഓക്കെ. Now look. Construct a monohybrid cross between homozygous violet and homozygous white flowered plant. നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്തൂടെ? എങ്ങനെയാ? നമ്മൾ രണ്ട് ട്രൂ ബ്രീഡിങ് വയലറ്റിനെയും ട്രൂ ബ്രീഡിങ് വൈറ്റിനെയും കൂടെ ഇവരെ പാരൻ്റൽ ജനറേഷൻ ആക്കി എടുക്കുക, ക്രോസ് നടത്തുക. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ്? ഓൺലി വൺ ടൈപ്പ്. ഇവിടെ നിന്നും ഓൺലി വൺ ടൈപ്പ്. അത് ഫ്യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് F1 ജനറേഷൻ അല്ലേ? സോ ഇവിടുന്ന് ക്യാപിറ്റൽ W. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ W സ്മോൾ W. ദിസ് വിൽ ബി യുവർ F1 ജനറേഷൻ. ഇതാണ് F1 ജനറേഷൻ. പിന്നെ നിങ്ങൾ ക്യാപിറ്റൽ W സ്മോൾ Wനെ അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുക, അതാണ് അതുകൊണ്ട് തന്നെ പോളിനേഷൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് സെൽഫിങ് അല്ലേ? സെൽഫിങ് ഓഫ് F1 സെൽഫിങ്, അതാണല്ലോ അടുത്ത സ്റ്റെപ്പ്. നോക്കൂ, യു ഗോട്ട് F1 ജനറേഷൻ. അടുത്തതിൽ നിങ്ങൾ ഈ F1 പ്ലാന്റുകളെ സെൽഫ് പോളിനേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യു വിൽ ഗെറ്റ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്, ഇവിടെ യു വിൽ ഗെറ്റ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. അവർ ഫ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുട്ടി കിട്ടും അല്ലേ? സോ ദാറ്റ് ഈസ് യുവർ F2 ജനറേഷൻ. ശരി, ഇത് നിങ്ങളോടുള്ള ചോദ്യം. നിങ്ങൾ എനിക്ക് ഉത്തരം തരേണ്ടത് ഇതിനല്ല കേട്ടോ. ശ്രദ്ധിക്കുക. നിങ്ങൾ ഉത്തരം തരേണ്ടത്, ലുക്ക്, ഡിറ്റർമൈൻ how can one determine whether the F1 progenies are homozygous or heterozygous? എങ്ങനെയാണ് ഒരാൾക്ക് F1 പ്രോജനി ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക? അതായത് F1 ഒരു വയലറ്റ് പ്ലാന്റ് കിട്ടി, അത് ഇങ്ങനെയാണോ എന്ന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക? വെരി ഗുഡ്, ത്രൂ ടെസ്റ്റ് ക്രോസ്. അതായിരിക്കണം ആൻസർ. റെഡി ആണല്ലോ കുട്ടികളെ? നോ, ഫ്രം എ ക്ലിനിക്കൽ ലബോറട്ടറി രാമുസ് ബ്ലഡ് ഗ്രൂപ്പ് വാസ് ഐഡന്റിഫൈഡ് as AB group, but his father has A blood group and mother has B blood group. Is Ramu's blood group identification correct? Correct ആണോ? അല്ലേ? അച്ഛൻ എയും അമ്മ ബിയും ആയ കുട്ടി എ ആവാം, ബി ആവാം, AB ആവാം, O ആവാം. എടാ, ഇതൊക്കെ പഠിച്ചതൊക്കെ ഉപകാരപ്പെടും കേട്ടോ. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ സാധാരണ അയാൾ ഇത് കേട്ടാൽ എന്താ കരുതുക? അയ്യോ, ഞാൻ എ, വൈഫ് ബി, കുട്ടി O, അല്ലെ, പണി പാളും. സോ ലൈക്ക് നമുക്ക് വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡൗട്ടുകളൊന്നും നമുക്ക് വരില്ല. അപ്പോൾ അച്ഛൻ എയും അമ്മ ബിയും ആയ കുട്ടി എ ആവാം, ബി ആവാം, AB ആവാം, O ആവാം, ഏതും ആവാം. നോ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ യൂസിങ് കോഡോമിനൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻസർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ അച്ഛൻ എ ആണെങ്കിൽ IA സ്മോൾ ഐയും അമ്മ ബി ആണെങ്കിൽ IB സ്മോൾ ഐയും ആക്കി എടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ഗ്യാമീറ്റുകൾ എഴുതിയിട്ട് അങ്ങോട്ട് ആ ക്രോസ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ആൻസർ കിട്ടും. അത് പറഞ്ഞാൽ മതി. റെഡി ആണല്ലോ? ആ സീൻ പാളും. അത് ശരിക്കും എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ ഒരു ദിവസം, ഇപ്പോൾ അടുത്തൊന്നുമല്ല, ഞങ്ങളോട് മുമ്പ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അൻസാർ പെരുമ്പിലാവ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയേഴ്സ് ബാക്ക് ഇൻ 2018 or 17, നമ്മൾ ഏത് കാലം ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ് അല്ലേ? സോ അപ്പോൾ അന്ന് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വരുന്നത്. അപ്പോൾ എനിക്ക് പണ്ട് പരിചയമുള്ള ഒരു ഉസ്താദാണ്. അപ്പോൾ മൂപ്പര് എനിക്ക് കോൾ ചെയ്തിട്ട്, വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കോൾ ചെയ്തിട്ട് ഒരു അർജൻറ്റ് കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ അർജൻറ്റ് കാര്യമുണ്ട്, അത്യാവശ്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി, ഇപ്പോൾ എന്താ സംഭവിച്ചിട്ട്. അപ്പോൾ എന്നോട് ചോദ്യം ഇതാണ്, ഉമ്മയെയും വാപ്പ ബിയും ആയാൽ കുട്ടി O ആവോ? സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാനെങ്ങാനും അപ്പോൾ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അപ്പം വീട്ടിൽ കെടുക്കുമെന്ന് പെണ്ണ്. ഞാൻ പറഞ്ഞു സാധ്യത ഉണ്ട് മൊയിലേരെ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞു തന്ന കാര്യം, ദിസ് ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങനത്തെ സംശയം വരും. ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് സെറ്റ് അല്ലേ? ഇനി അച്ഛനും അമ്മയും O ആണെങ്കിൽ കുട്ടി A ആവോ? അതിനൊരു സാധ്യതയില്ല. അപ്പം പണി പാടും അല്ലേ? ലുക്ക്, ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോളോയിങ് പെഡിഗ്രി അനാലിസിസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നോക്കടാ ചെക്കന്മാരെ, പെമ്പിള്ളേരെ നോക്ക്. കാരിയർ ഫീമെയിൽ, നോർമൽ ഫാദർ, കാരിയർ മദർ, അഫക്റ്റഡ് സണ്ണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാരിയർ മദറിൽ നിന്ന്, ശ്രദ്ധിക്ക്, കാരിയർ മദറിൽ നിന്ന് ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഡിസീസ് ഏതാ? കാരിയർ മദറിൽ നിന്ന് ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഡിസീസ് ഏതാ? കാരിയർ മദറിൽ നിന്ന് ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഡിസീസ് ഏതാ? വേഗം പറ.
എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് കേട്ടോ. നിങ്ങളിങ്ങനെ കാരിയർ മദറിൽ നിന്ന് ആൺകുട്ടികൾക്ക് ഡിസീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആയിരിക്കും എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉറപ്പിക്കാം. നൗ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെൻഡേലിയൻ ഡിസോർഡർ ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് വിത്ത് എക്സാമ്പിൾ. ഇതൊരു അടിപൊളി ചോദ്യമാണ്. എന്താണ് മെൻഡേലിയൻ ഡിസോർഡർ, എന്താണ് ക്രോമസോമൽ ഡിസോർഡർ? നോക്കൂ, മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആർ ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓഫ് എ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീനിലെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് മെൻഡേലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുക. നമ്മുടെ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡർ, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ, സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡറുകൾ, ഇതെല്ലാം മെൻഡേലിയൻ ഡിസോർഡറുകളാണ്. ഇതിനൊക്കെ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ പറയാം. Now what is chromosomal disorder? These are disorders due to absence of one chromosome or excess of chromosome. So ഒന്നുകിൽ ക്രോമസോമിൻ്റെ എണ്ണം കുറയുക അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ എണ്ണം കൂടുക, അത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുക. അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. Now observe the following diagram. നമ്മൾ ഇന്നലെയും എനിക്ക് തോന്നുന്നു ഈ +2 ബാച്ചിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത ചോദ്യം ഇതാണ്. നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ടാവും? വെന്നെവർ ഐ ആം ടീച്ചിങ് യു പ്രിൻസിപ്പിൾസ് ഉറപ്പായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ്. ബിക്കോസ് ഇതൊരു അങ്ങനത്തെ ഒരു ചോദ്യം ആയതുകൊണ്ടാണ്. സോ ഇവിടെ ഒരു മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ചോദിക്കുന്ന കാര്യം എന്താ അറിയോ? നെയിം ദ പ്രോസസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് റൈറ്റ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഈ പ്രോസസ്സ് എന്താണ്? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്താണ് ഈ പ്രോസസ്സ്? എന്താണ് ഈ പ്രോസസ്സ്? വെരി ഗുഡ്. നോക്ക്, നമ്മളൊരു ബൈസെക്ഷൽ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ? അതിൽ ഫീമെയിൽ സെക്സ് ഓർഗാനും ഉണ്ടാവും, അതുപോലെ തന്നെ മെയിൽ സെക്സ് ഓർഗാനും ഉണ്ടാവും അല്ലേ? സോ ദിസ് ഈസ് ദ ഫീമെയിൽ സെക്സ് ഓർഗാൻ അറൗണ്ട് വിച്ച് യു ക്യാൻ സീ ദ സ്റ്റെയ്മൻ അല്ലേ? അങ്ങനെയാണല്ലോ. സോ ഈ സ്റ്റെയ്മെന്നെ നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഈ പോളൻ ഗ്രെയിൻസ് നേരെ പോയിട്ട് നോക്കൂ, ഇവിടെ സ്റ്റിഗ്മയിൽ വന്ന് വീണ് സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ ബൈസെക്ഷൽ പ്ലാന്റുകളെ ക്രോസ് പോളിനേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റുകളുടെ സ്റ്റെയ്മെന്നെ കട്ട് ചെയ്ത്, മെയിൽ ഓർഗൻസിനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ അല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഇമാസ്കുലേഷൻ. നിങ്ങൾ ഒരുപാട് പേര് ഓൾറെഡി ആൻസർ ചെയ്തു. This is called emasculation. It is to prevent what? To prevent self-pollination. Self-pollination prevent ചെയ്യാൻ വേണ്ടിയിട്ടാണ് emasculation നമ്മളെ സഹായിക്കുന്നത്. Now observe the figure given below and answer the questions. Look, identify the figure. ഈ ഫിഗർ ഏതാ മക്കളെ? This is a pedigree analysis. Now what shows the shaded symbols used? ഈ ഷെയ്ഡഡ് സിമ്പിൾ എന്തിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത് കുട്ടികളെ? വേഗം പറ. അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് അല്ലെ, രോഗമുള്ള ആളുകളെ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. വാട്ട് ഈസ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി? ഹു പ്രപ്പോസ്ഡ് ദാറ്റ്? ഇറ്റ് ഈസ് ബൈ സർ ഫ്രാൻസിസ് ക്രിക്ക് അല്ലേ? ഫ്രാൻസിസ് ക്രിക്ക് ആണ് സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് സെൻട്രൽ ഡോഗ്മ? ലുക്ക്, ഫ്രം DNA RNA ഉണ്ടാകുന്നു ബൈ എ പ്രോസസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. വെരി ഗുഡ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ RNA ഉണ്ടാകുന്നു. RNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആരുണ്ടാകുന്നു? പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഇനി DNA-യിൽ നിന്ന് എങ്ങനെ DNA ഉണ്ടാകുന്നത്? ത്രൂ റെപ്ലിക്കേഷൻ. സോ ദിസ് ഈസ് കോൾഡ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി അല്ലേ? സോ ദ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ DNA ടു RNA, ദെൻ RNA ടു പ്രോട്ടീൻ. സാർ യു മിസ്ഡ് എ ക്വസ്റ്റ്യൻ. അത് ഞാൻ മനഃപൂർവ്വം മിസ് ചെയ്താണ്. നമ്മൾ 2 വട്ടം ഡിസ്കസ് ചെയ്തത്. ഇതിൽ ആരാണ് ഹോമോഗാമിറ്റിക് എന്നാ ചോദ്യം. ഹെറ്റിറോഗാമിറ്റിക് അല്ലാത്തത് ആരാണ്? 2 തരത്തിലുള്ള ഗാമീറ്റ് ഉണ്ടാക്കാത്തത് ആരാണ്? എടാ ലുക്ക്, ഡ്രോസോഫിലയിലെ ഫീമെയിൽ ഹോമോഗാമിറ്റിക് അല്ലേ? ഡ്രോസോഫിലയിലെ ഫീമെയിൽ നമ്മുടെ ഫീമെയിലിൻ്റെ മാതിരി XXXY മെക്കാനിസം ആണ്. അപ്പോൾ ഫീമെയിൽ ഓൺലി പ്രൊഡ്യൂസ് 1 ടൈപ്പ് ഓഫ് ഗാമീറ്റ്. ബേർഡ് മെയിൽ only produce 1 type of gamete, that is ZZ ആണ്. So it produce only 1 type of gamete. Human female XX ആണ്, they produce only 1 type of gamete. Now bird female എന്താ? ZW ആണ്, they produce 2 different type of gamete. അപ്പോൾ ചോദ്യം നോക്ക്, which of the following do not have similar sex chromosome?
അതായത് ആരാണ് ഇതിൽ ഹോമോഗാമറ്റിക് അല്ലാത്തത് എന്ന ചോദ്യം. ദാറ്റ് ഈസ് ബേർഡ് ഫീമെയിൽ. ഓക്കെ, ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ്, അത് നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായതുകൊണ്ട്. നൗ എ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ. ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്സ് എ ആൻഡ് ബി. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ കുറിച്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക? വി വിൽ ബി ഹാവിങ് എ പ്രൊമോട്ടർ, അല്ലേ, ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ടാകും. ആൻഡ് ദെൻ ദിസ് സീക്വൻസ് ഈസ് കോൾഡ്, എന്താ വിളിക്കാം മക്കളെ? വെരി ഗുഡ്, ടെർമിനേറ്റർ സീക്വൻസ്, അല്ലേ, ദിസ് ഈസ് ടെർമിനേറ്റർ സീക്വൻസ്. ആൻഡ് പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? സ്ട്രക്ചറൽ ജീൻ എന്നാണല്ലേ വിളിക്കുക, സ്ട്രക്ചറൽ ജീൻ. ഈ സ്ട്രക്ചറൽ ജീനിൽ 2 സ്ട്രാൻഡുകൾ കാണാൻ പറ്റും. വി ഹാവ് എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആൻഡ് ദെൻ വി ഹാവ് ദിസ് സ്ട്രാൻഡ് വിച്ച് ഈസ് കോൾഡ് കോഡിംഗ് സ്ട്രാൻഡ്. കോഡിംഗ് സ്ട്രാൻഡ് ഏത് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് RNA ഉണ്ടാവുക? ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, അല്ലേ. ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് RNA ഉണ്ടാവുക. കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് ഒരു കോപ്പും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു കോപ്പും ഉണ്ടാവാത്ത സ്ട്രാൻഡാണ് ആര്? കോഡിംഗ് സ്ട്രാൻഡ്. Now write the role of template strand in this transcription. It act as template. It act as template for synthesis of RNA molecule, അല്ലേ. RNA മോളിക്യൂളിൻ്റെ ഫോർ സിന്തസിസ് ഓഫ് RNA സിന്തസിസിൻ്റെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ ഫംഗ്ഷൻ. നൗ എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് പെർഫോംഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് വിത്ത് ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഗ്രിഫിത്ത് എന്താ ചെയ്ത കുട്ടികളെ? ഗ്രിഫിത്ത് ആദ്യം എസ്ട്രെയിൻ ബാക്ടീരിയനെ എടുത്തു, അല്ലേ. സോ എസ്ട്രെയിൻ ബാക്ടീരിയനെ എടുത്തു, എലികളിലേക്ക് കുത്തിവെച്ചു. ഇഞ്ചക്റ്റഡ് ടു മൈസ്, എലികളിലേക്ക് കുത്തിവെച്ചു. വാട്ട് ഹാപ്പൻ? മൈസ് ഡൈഡ്. നൗ അദ്ദേഹം പിന്നെ ചെയ്തത് എന്താ? ബാക്ടീരിയനെ എടുത്തു, സ്ട്രെയിൻ ബാക്ടീരിയനെ എടുത്തു, മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. മൈസ് ലീവ്, അല്ലേ, മൈസ് ജീവിച്ചു. മൈസ് വാസ് എലൈവ്. നൗ ദെൻ അദ്ദേഹം ചെയ്തത് എന്താ? ഹീറ്റ് കില്ലഡ്, ഓർമ്മയുണ്ടോ? ഹീറ്റ് കില്ലഡ് എസ് ബാക്ടീരിയൻ എടുത്തു, മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. മൈസ് ലീവ്, മൈസിന് കുഴപ്പമില്ല, ജീവിച്ചു. വെരി ഗുഡ്. ദെൻ പിന്നെ എന്താ ചെയ്ത കുട്ടികളെ? മിക്സ്ചർ ഓഫ് ലിവിങ് സ്ട്രെയിൻ ബാക്ടീരിയ പ്ലസ് ഹീറ്റ് കില്ലഡ് എസ്ട്രെയിൻ ബാക്ടീരിയ. ഹീറ്റ് കില്ലഡ് എസ്ട്രെയിൻ ബാക്ടീരിയയുടെയും ബാക്ടീരിയയും കൂടെ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. മൈസ് ഡൈഡ്. അത് മാത്രമല്ല, ആ ചത്ത മൈസിനെ അയാൾ പോസ്റ്റ്മോർട്ടം നടത്തി നോക്കി. അപ്പോൾ മൈസിൻ്റെ ഉള്ളിൽ അദ്ദേഹം പരിശോധിച്ചപ്പോൾ ഹി ഫൗണ്ട് ദ പ്രസൻസ് ഓഫ് ലിവിങ് എസ് ബാക്ടീരിയ ഇൻ മൈസ്, അല്ലെങ്കിൽ ഹി ഫൗണ്ട് ലിവിങ് എസ് ബാക്ടീരിയ ഇൻ മൈസ്. മൈസിൽ അദ്ദേഹത്തിന് ലിവിങ് എസ് ബാക്ടീരിയനെ കാണാനും പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ എന്തായിരുന്നു? ശരിക്കും എസ് ബാക്ടീരിയയും ബാക്ടീരിയയും തമ്മിലുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. സപ്പോസ് ദിസ് ഈസ് യുവർ ബാക്ടീരിയ, ഇതാണ് സ്ട്രെയിൻ ബാക്ടീരിയ എന്ന് ഇമാജിൻ ചെയ്യൂ. എസ്ട്രെയിൻ ബാക്ടീരിയക്ക് ആകെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇയാളിൽ നിന്നുള്ളത് ഒരു മ്യൂക്കസ് കോട്ടാണ്, എ മ്യൂക്കസ് കോട്ട് അറൗണ്ട് ഇറ്റ്. അപ്പോൾ ബാക്ടീരിയ ആയിരുന്നെങ്കിലും ആ ബാക്ടീരിയ പിന്നീട് ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച് അതിന് ചുറ്റും ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ടാക്കിക്കൊണ്ട് ബാക്ടീരിയയായി മാറുകയാണ് ചെയ്തത് എന്നാണ് ഗ്രിഫിത്ത് പറഞ്ഞത്, അല്ലേ. സോ ഗ്രിഫിത്ത് കൺക്ലൂഡഡ് ദാറ്റ് ദ ബാക്ടീരിയ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ബാക്ടീരിയ ബൈ സിന്തസൈസിങ് എ പോളിസാക്കറൈഡ് കോട്ട് അല്ലെങ്കിൽ മ്യൂക്കസ് കോട്ട് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും ഒരു മ്യൂക്കസ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കിക്കൊണ്ട്, അല്ലേ. ദിസ് ഈസ് എ സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട്, ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇയാൾ ബാക്ടീരിയയായി ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു എന്നാണ് ഗ്രിഫിത്ത് പറഞ്ഞത്. ആക്ച്വലി അയാൾ മുൻപ് എന്തായിരുന്നു? ബാക്ടീരിയ ആയിരുന്നു. ബട്ട് അയാൾ ബാക്ടീരിയയായി ട്രാൻസ്ഫർമേഷൻ നടന്നു എന്നാണ് ഗ്രിഫിത്ത് പറഞ്ഞത്. റെഡിയാണോ കുട്ടികളെ? യെസ് ഓർ നോ? ഓക്കെ, അടുത്തത് മെൻഷൻ ദ ട്രിപ്ലറ്റ് കോഡോൺ ദറ്റ് ആക്ട് ആസ് ഇനീഷ്യേറ്റർ കോഡോൺ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ട്രിപ്ലറ്റ് ആരടാ? ട്രാൻസ്ലേഷൻ്റെ സമയത്ത് ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന കോഡോൺ ഏതാ? വേഗം പറ. ആരെങ്കിലും പറ. വെരി ഗുഡ്, AUG, അല്ലേ. AUG ആക്ട് ആസ് ദ സ്റ്റാർട്ട് കോഡോൺ ഓർ ഇനീഷ്യേറ്റർ കോഡോൺ. അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ കോഡ് ഫോർ വിച്ച് അമിനോ ആസിഡ്? മെത്തിയോണിൻ, അല്ലേ. ഇറ്റ് കോഡ് ഫോർ മെത്തിയോണിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനാണ് അയാൾ കോഡ് ചെയ്യുന്നത്. നൗ ആരൊക്കെയാണ് നമ്മുടെ സ്റ്റോപ്പ് കോഡോൺസ്? സ്റ്റോപ്പ് കോഡോൺ ആരൊക്കെയാ പറയാൻ പറ്റുമോ? സ്റ്റോപ്പ് കോഡോൺ ആരൊക്കെ? വേഗം പറ. ചോദിക്കും, സ്റ്റോപ്പ് കോഡോൺ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും. കഴിഞ്ഞ കൊല്ലം ചോദിച്ചിരുന്നു, ഈ കൊല്ലം ചോദിക്കും എന്ന് പ്രതീക്ഷിക്കാം. ചോദ്യപേപ്പർ ഇട്ട് എൻ്റെ അപ്പനൊന്നും അല്ലെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. വെരി ഗുഡ്. അതിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അല്ലേ, ഓർമ്മയുണ്ടോ? ഊന്ന് എഴുതുക, പിന്നെ താഴോട്ട് ആഗ് എന്ന് എഴുതുക.
പിന്നെ താഴോട്ട് ആഗ എന്ന് എഴുതുക. ഊ ആഗ് ആഗ, ഊ ആഗ് ആഗ അല്ലേ? അങ്ങനെ നമ്മൾ എഴുതിയിട്ട് എങ്ങനെ വായിക്കുക? യു എ എ ഒന്നാമത്തെ കോഡോൺ, രണ്ടാമത്തെ കോഡോൺ യു എ ജി, മൂന്നാമത്തെ കോഡോൺ യു ജി എ. സോ ഇഫ് യു ടേക്ക് ആൻ mRNA, നിങ്ങളൊരു mRNA എടുത്തു കഴിഞ്ഞാൽ ആ mRNAയിൽ എവിടെ നിന്ന് എവിടം വരെ മാത്രം ആ ട്രാൻസ്ലേഷൻ നടക്കുക? ഈ സ്റ്റാർട്ട് കോഡോൺ മുതൽ എവിടെയാണോ സ്റ്റോപ്പ് കോഡോൺ ഉള്ളത് ആ സ്റ്റോപ്പ് കോഡോൺ വരെയുള്ള ഭാഗത്ത് മാത്രമാണ് ട്രാൻസ്ലേഷൻ നടക്കുക. അപ്പോൾ നോക്കൂ, ഇത്രയും ഭാഗത്ത് മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ട്രാൻസ്ലേറ്റഡ് റീജിയൺ എന്ന് പറയാം, ട്രാൻസ്ലേഷൻ നടക്കുന്ന ഭാഗമാണ്. പക്ഷെ നോക്കൂ മക്കളെ, ഈ രണ്ട് ഭാഗത്തും ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ടോ? ഇവിടെയുമില്ല, ഇവിടെയുമില്ല. ഈ ട്രാൻസ്ലേഷൻ നടക്കാത്ത ഭാഗങ്ങളെയാണ് നമ്മൾ UTRs എന്ന് പറയാം. ദാറ്റ് ഈസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് അല്ലേ? സോ ദ റീജിയൻസ്, ലുക്ക്, ദ റീജിയൻസ് ബിഫോർ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ആഫ്റ്റർ സ്റ്റോപ്പ് കോഡോൺ. ഓക്കെ, so our deepest gaming is saying something here and it is the most relevant point in today's life. ഓക്കെ, ഡീപ്പസ്റ്റ് ഗെയിം ഒന്നുകൂടെ ഇട്ടേക്കാ കമൻറ്റ്, എല്ലാവരും കാണട്ടെ. ഓക്കെ, സോ ഇറ്റ് ഈസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ഓക്കെ, സോ ലൈക്ക് the region after stop codon and before start codon, they are untranslated region. ക്ലിയർ ആണോ മക്കളെ? നമ്മളോട് ചോദിക്കൂട്ടെ UTR എന്താന്ന്. സോ they are not translated, അവർ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ക്ലിയർ അല്ലേ കുട്ടികളെ? Is that clear? Now, describe the different stages or steps in the process of transcription. ട്രാൻസ്ക്രിപ്ഷൻ്റെ വ്യത്യസ്ത സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? We have initiation and then we have elongation and then we have termination അല്ലേ? 3 സ്റ്റെപ്പാണുള്ളത്. ആ ഡീപ്പസ്റ്റ് ഗെയിം ഇനി നിർത്തിയേക്ക്, ഇനി എൻ്റെ കുട്ടികൾ പഠിച്ചോട്ടെ, അവരെ ഇടങ്ങറാക്കല്ലേ. elongation എൻ്റെ അവസാനം we have termination. These are the 3 steps in translation അല്ലേ? എന്താണ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വേണം. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്തൊക്കെയാണ് മക്കളെ ഉണ്ടാവും? ഒന്നുകൂടെ പറഞ്ഞ്, നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് ആണ് എന്ത്? നോക്കൂ, പ്രൊമോട്ടർ സീക്വൻസ് അല്ലേ? പ്രൊമോട്ടർ സീക്വൻസ്. ഇനി നമുക്ക് വേണ്ട അടുത്തൊരു സീക്വൻസ് ആണെന്ത്? ടെർമിനേറ്റർ സീക്വൻസ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഭാഗത്തെ സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുന്നു. അതിലൊരു കോഡിംഗ് സ്ട്രാൻഡ് ഉണ്ടാവും, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഉണ്ടാവും. നോക്കൂ, നമ്മൾ ട്രാൻസ്ലേഷൻ നടക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാ കുട്ടികളെ? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. ഓർമ്മയുണ്ടോ? RNA പോളിമറൈസ്. ഇയാളുടെ പ്രത്യേകത എന്താ? നോക്കൂ, ഇയാൾ ഈ പ്രൊമോട്ടർ സീക്വൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. പക്ഷേ ഇയാൾക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ്റൂല. സോ ഫോർ ഇനീഷിയേഷൻ എ സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് സിഗ്മ ഫാക്ടർ. എന്താണ് കുട്ടികളെ? സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വന്നിട്ട് RNA പോളിമറൈസിലേക്ക് ബൈൻഡ് ചെയ്യും. സോ സപ്പോസ് ദിസ് ഈസ് യുവർ RNA പോളിമറൈസ്. ഈ RNA പോളിമറൈസിലേക്ക് ഈ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന പ്രോട്ടീൻ വന്നിട്ട് ഒന്ന് ബൈൻഡ് ചെയ്ത് കൊടുക്കും കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ദാറ്റ് ലീഡ് ടു സ്റ്റാർട്ടിങ് ഓർ ഇനീഷിയേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഇനീഷിയേഷനിലേക്ക് നയിക്കും. ആൻഡ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ന്യൂക്ലിയോടൈഡുകളെ ചേർത്ത് വെച്ച് RNA ഉണ്ടാക്കി മുന്നോട്ട് പോകും. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ടെർമിനേറ്റർ സീക്വൻസ്, ഈ RNA പോളിമറൈസ് മുന്നോട്ട് സഞ്ചരിച്ച് ടെർമിനേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് സ്വന്തമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ RNA പോളിമറൈസിലേക്ക് മറ്റൊരു പ്രോട്ടീൻ, ദാറ്റ് ഈസ് കോൾഡ് റോ ഫാക്ടർ. എന്താ വിളിക്കുക മക്കളെ? റോ ഫാക്ടർ എന്ന് പറയുന്ന പ്രോട്ടീൻ വന്നിട്ട് ബൈൻഡ് ചെയ്യും. ദാറ്റ് ലീഡ് ടു ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. സെറ്റ് ആണല്ലോ മക്കളെ? അപ്പോൾ അത് തീർന്നു. നൗ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ വേരിയസ് സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ് ഈസ് പ്രൊവൈഡഡ്. DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ വേരിയസ് സ്റ്റെപ്പ്. ഇത് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. ചോദ്യമാണ് DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന്. നോക്കൂ മക്കളെ, സ്ഥിരം ചോദിക്കുന്നതാണ്. 6 സ്റ്റെപ്പുകളും നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ എന്തിനാണ് DNA ഫിംഗർ പ്രിന്റിങ് ചെയ്യുന്നത്? നമുക്കൊരു സാമ്പിൾ, നമുക്ക് എവിടെ നിന്നോ ഒരു ക്രൈം സീനിൽ നിന്നൊരു സാമ്പിൾ കിട്ടി. അപ്പോൾ ആ സാമ്പിൾ ഓഫ് DNA ആരുടേതാണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരിക്കും നോക്കുകയെന്നറിയോ? നമുക്ക് DNAയിലെ മുഴുവൻ സീക്വൻസും സെയിം ആണോ നോക്കേണ്ടത്. അതായത് ഇപ്പോൾ ലുക്ക്, ക്രൈം സീനിൽ നിങ്ങൾക്കൊരു DNAയുടെ ഒരു പീസ് കിട്ടി, ഒരു DNA കിട്ടി, ഒരു സെല്ല് കിട്ടി. നമുക്ക് DNA കിട്ടണമെങ്കിൽ ഒരു സെല്ല് വേണമല്ലോ. അപ്പോൾ ക്രൈം സീനിൽ നിങ്ങൾക്കൊരു കോശം കിട്ടി. അപ്പോൾ ആ കോശത്തിലുള്ള DNA, ഇപ്പോൾ എന്നെയാണ് നിങ്ങൾ കുറ്റവാളിയെന്ന് സംശയിക്കുന്നത്. അപ്പോൾ എൻ്റെ DNA ആണോ ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA നിങ്ങൾക്ക് നോക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2 DNAയും പൂർണ്ണമായിട്ടും സെയിം ആണോ എന്ന് ഒത്തു നോക്കണം. അങ്ങനെ ഒത്തു നോക്കണമെങ്കിൽ നമ്മുടെ DNAയിൽ 6.6 × 10⁹ ബേസ് പെയർ ഉണ്ട്. ആ മുഴുവൻ ബേസ് പെയറും സെയിം ആണോ എന്ന് നോക്കണോ?
അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെയൊക്കെ DNA-യിൽ VNTRകൾ എന്ന് പറയുന്ന സീക്വൻസുകളുണ്ട്. എന്താ VNTR എന്ന് പറഞ്ഞ കുട്ടികളെ? വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ് ആണ് VNTRൻ്റെ ഫുൾ ഫോം. ഇത് നമ്മുടെ DNA-യിലുള്ള പ്രത്യേക സീക്വൻസുകളാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA-യിലെ VNTR സീക്വൻസുകളും എൻ്റെ ബോഡിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ സെല്ലിലെ DNA-യിലെ VNTR സീക്വൻസുകളും സെയിം ആണോ എന്ന് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ എൻ്റെ 6.6 × 10⁹ ബേസ് പെയർ ഇത്രയും ബില്യൺ ബേസ് പെയറുകൾ മുഴുവൻ സെയിം ആണോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ DNA-യിൽ നിന്ന് നമുക്ക് കിട്ടിയ സെല്ലിൽ നിന്ന്, കോശത്തിൽ നിന്ന് നമ്മൾ ആദ്യം DNA-നെ ഐസോലേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഐസോലേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെ എല്ലാ സീക്വൻസും അറിയണ്ട, VNTR മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ആ DNA ആദ്യം കഷ്ണങ്ങളാക്കി മാറ്റുക. സോ ദാറ്റ് ഈസ് ഡൈജഷൻ, ദാറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡൈജഷൻ യൂസിങ് ആരെയും നമ്മൾ യൂസ് ചെയ്യുക? റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഫ്രാഗ്മെൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്യണമല്ലോ അല്ലേ? സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ? ഇലക്ട്രോഫോറസിസ്. സോ നെക്സ്റ്റ് തിങ് ഈസ് സെപ്പറേഷൻ യൂസിങ് ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിൽ നിന്ന് ഈ DNA ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ നൈട്രോസെല്ലുലോസ് പേപ്പറിലേക്ക് അല്ലെങ്കിൽ നൈലോൺ ഷീറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫറിങ് ഓഫ് ദി സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ടു നൈട്രോസെല്ലുലോസ് ഷീറ്റ് ഓർ നൈലോൺ ഷീറ്റ്. സെറ്റാണോ? എൻ്റെ കൂടെ പറ. ടു നൈലോൺ ഷീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. സെറ്റാണോ കുട്ടികളെ? നൗ ആഫ്റ്റർ ദാറ്റ് റെഡി അല്ലേ ഗൈസ്? അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ നോക്കൂ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ കുറേ കഷ്ണങ്ങൾ ഇപ്പോൾ നൈലോൺ ഷീറ്റിലുണ്ട്. നമ്മുടെ കുറേ DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ ദർ ഓൺ നൈലോൺ ഷീറ്റ്. അതിൽ നമുക്ക് VNTRകളെ മാത്രമാണ് കാണേണ്ടത്. ആ VNTRകളെ മാത്രം കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് ദിസ് DNA യൂസിങ് VNTR പ്രോബ്. ഇതിങ്ങനെ തന്നെ പഠിച്ചോ. VNTR പ്രോബുകളെ നിങ്ങൾ ഈ DNA-യിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നോക്കൂ, VNTRകളിലേക്ക് മാത്രം ഈ പ്രോബുകൾ പോയി പറ്റിപ്പിടിക്കും. ഹൈബ്രിഡൈസേഷൻ ഓഫ് ദീസ് ട്രാൻസ്ഫേർഡ് ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട നൈട്രോസെല്ലോ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആ DNA-യിലേക്ക് VNTR പ്രോബുകളെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഈ VNTR പ്രോബുകൾ VNTRയിലേക്ക് മാത്രം പോയി പറ്റിപ്പിടിക്കും. ക്ലിയർ ആണോ? അതിനുശേഷം നമുക്ക് VNTRകളെ തിരിച്ചറിയാൻ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഓട്ടോ റേഡിയോഗ്രഫി. എന്താ മക്കളെ? ഡിറ്റക്ഷൻ യൂസിങ് ഓട്ടോ റേഡിയോഗ്രഫി. സെറ്റാണോ ഗൈസ്? നോ റൈറ്റ് എനി ടു ആപ്ലിക്കേഷൻ ഓഫ് DNA ഫിംഗർപ്രിൻറ്റിംഗ്. DNA ഫിംഗർപ്രിൻറ്റിങ്ങിൻ്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ. റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് DNA ഫിംഗർപ്രിൻറ്റിംഗ്. നമ്പർ 1 ഇൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. So you can use DNA fingerprinting in crime investigation as well as പിന്നെ എന്തിനാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഇൻ പാരന്റൽ ഡിസ്പ്യൂട്ട് അല്ലേ? അതായത് മാതൃപിതൃ തർക്കങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ കുട്ടികളെ? ജനറ്റിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ക്രൈം ഇൻവെസ്റ്റിഗേഷനും മാതൃപിതൃ തർക്കങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ് ടു സ്റ്റഡി എവല്യൂഷൻ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. യു സിംപ്ലി സ്റ്റഡി ബോത്ത് ദീസ് തിങ്സ്. റെഡി അല്ലേ ഗൈസ്? അടുത്തത്, നെയിം ദ എൻസൈം ദ ജോയിൻ DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. നമുക്കറിയാം DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്ക് 2 സ്ട്രാൻഡുകൾ. വാട്ട് ഈസ് ദിസ്? ഈ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കും. DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഈ ചെറിയ ഓപ്പണിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? ഓർമ്മയുണ്ടോ? ഇവിടെ നമുക്ക് 3' എന്നെടുക്കാം, ഇവിടെ 5' എന്നെടുക്കാം, ഇവിടെ 3' എടുക്കാം, ഇവിടെ 5' എടുക്കാം. ഓക്കെ. സോ ഗൈസ് ശ്രദ്ധിക്കുക. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. വെരി ഗുഡ്. ദിസ് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. വെരി ഗുഡ്. ഈ ഒരു റെപ്ലിക്കേഷൻ ഫോർക്കിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഈ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസിൻ്റെ പ്രത്യേകത എന്താ? അയാൾക്ക്
എപ്പോഴും DNA സിന്തസിസ് 5' to 3' ഡയറക്ഷനിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് ഈ ഒരൊറ്റ ഡയറക്ഷനിലെ റെപ്ലിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം? ഈ സ്ട്രാൻഡിൽ അയാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഈ സ്ട്രാൻഡിലോ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ. കാരണം എന്താ? ഇയാൾ 5' നിന്ന് 3'ലേക്കല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന ഈ സ്ട്രാൻഡിനെ നമ്മൾ എന്താ വിളിക്കുക? ഉറക്കെ പറ. ഈ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ നമ്മൾ വെരി ഗുഡ് ലാഗിങ് സ്ട്രാൻഡ് എന്നാണ് പറയുക അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ലാഗിങ് സ്ട്രാൻഡ്. ആൻഡ് ദിസ് ഈസ് കോൾഡ്, ഇയാൾ എന്താ വിളിക്കുക? ലീഡിങ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. ലീഡിങ് സ്ട്രാൻഡ്. അപ്പോൾ ഈ ലാഗിങ് സ്ട്രാൻഡിൽ ഉണ്ടാവുന്ന ഈ ഡിസ്കണ്ടിന്യൂസ് ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കും. വെരി ഗുഡ്, ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കും അല്ലേ? ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇവിടുന്ന് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു പോവാണ്. ദീസ് ആർ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഈ ഓക്കസാക്കി ഫ്രാഗ്മെന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കണം റെപ്ലിക്കേഷൻ നടന്നു കഴിയുമ്പോൾ. അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈം ആരാന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് DNA ലൈഗേസ് അല്ലേ? അതിന് നമ്മളെ സഹായിക്കുന്ന എൻസൈമാണ് DNA ലൈഗേസ്. DNA ligase. So that helps in the joining of these Okazaki fragments. വെരി ഗുഡ്. ഇനി DNA റെപ്ലിക്കേഷൻ നടക്കാൻ നമ്മളെ സഹായിക്കുന്ന മെയിൻ എൻസൈം ആരാ? ഉറക്കെ പറ. DNA ഡിപ്പെൻഡൻറ്റ്. നോക്കൂ മക്കളെ, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. വെരി ഗുഡ്. ദെൻ അടുത്ത ചോദ്യം നോക്കൂ. നമുക്ക് DNA അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കണം. ലൈക്ക് ദിസ് DNA വാസ് ലൈക്ക് ദിസ് അല്ലേ? ഇയാളിങ്ങനെ അൺവൈൻഡിങ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആ DNA നോക്കൂ, സാധാരണ DNA നമുക്കറിയാം ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഈ DNA ഇങ്ങനെ കിടക്കുകയായിരുന്നു. അയാൾ അൺവൈൻഡിങ് ചെയ്തിട്ട് യു ഹാവ് ടു ക്രിയേറ്റ് എ റെപ്ലിക്കേഷൻ ഫോർക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന എൻസൈം ആരാ മക്കളെ? ഉറക്കെ പറ. DNA ഹെലിക്കേസ് അല്ലേ? കുറേ എൻസൈം ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട ആളാണ് DNA ഹെലിക്കേസ്. അപ്പോൾ നമ്മളോട് DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന ഏതെങ്കിലുമൊക്കെ എൻസൈമിൻ്റെ പേര് മസ്റ്റായിട്ട് ചോദിക്കും. അപ്പോൾ യു ഷുഡ് ആൻസർ ദീസ് തിങ്സ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ദ കോഡോൺ AUG ഈസ് നോൺ ആസ് ഇനീഷ്യേറ്റർ കോഡോൺ. നെയിം ദ അമിനോ ആസിഡ് കോഡർ ബൈ AUG നമ്മൾ പറഞ്ഞു. മെത്തിയോണിൻ. റൈറ്റ്. എനി ടു സ്റ്റോപ്പ് കോഡോൺസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നോ എക്സ്പാൻഡ് ദ ടേം DNA. വാട്ട് ഈസ് DNA? DNAയുടെ ഫുൾ ഫോം എന്താ? നിങ്ങൾക്ക് എത്ര ആൾക്ക് ഓർമ്മ ഉണ്ട് നോക്കട്ടെ? DNAയുടെ ഫുൾ ഫോം എന്താ? പെട്ടെന്ന് പറ. തീരാൻ പോവാ. DNAയുടെ ഫുൾ ഫോം എന്താടാ? DNAയുടെ ഫുൾ ഫോം എന്താ? DNAയുടെ ഫുൾ ഫോം എന്താ? വെരി ഗുഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഹു പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA? DNAയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രിയപ്പെട്ട മക്കളെ ആരാടാ പ്രപ്പോസ് ചെയ്തത്? ഹു പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA? ആരാ? ജെയിംസ് വാട്സണും ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് അല്ലേ? വാട്സണും ക്രിക്കുമാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. നൗ ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNA. DNAയിലെ നൈട്രജൻ ബേസുകൾ നമുക്ക് രണ്ട് ഗ്രൂപ്പാക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പാണ് പ്യൂരിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് പിരിമിഡിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ പ്യൂരിൻ ഗ്രൂപ്പിൽ ആരൊക്കെ ഉൾപ്പെടുക? പ്യൂരിൻ ഗ്രൂപ്പിൽ നമ്മുടെ അഡീനിൻ ഉൾപ്പെടും. അഡീനിന് അതുപോലെ തന്നെ തൈമിന്, ഇത് രണ്ടും പ്യൂരിൻസ് ആണ്. പിരിമിഡിൻസിലോ പറ? സൈറ്റോസിൻ പിരിമിഡിനാണ്. ദെൻ അഡിനിൻ തൈമിൻ അല്ല, ഐം സോറി അഡിനിനും ഗ്വാനിനും അല്ലേ? ഐ എം റിയലി സോറി ബട്ട് ദീസ് അഡിനിൻ ആൻഡ് ഗ്വാനിൻ. ഇനി പിരിമിഡിനിൽ ആരൊക്കെ കുട്ടികളെ? സൈറ്റോസിന്, പിന്നെ ആരടാ? തൈമിന് അല്ലേ? തൈമിന്. പിന്നെ യുറാസിൽ വരുന്നുണ്ട്, ബട്ട് യുറാസിൽ ഈസ് ആബ്സെന്റ് ഇൻ DNA. ക്ലിയർ ആണല്ലോ? അഡിനിൻ ആൻഡ് ഗ്വാനിൻ ആണ്. ഐം സോറി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത് നോക്ക്, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ പാർട്സ് A and B. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RNA ഫ്രം DNA. Now write the complementary DNA strand by observing the strand given below. ഒരു സ്ട്രാൻഡ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് 5' നിന്ന് തുടങ്ങി ATGC ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പാർട്ട് ഇനി പറയണ്ട. ഈ സ്ട്രാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി ആരാണെന്ന് ചോദിച്ചത്. അപ്പോൾ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ആകുമ്പോൾ 3' നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം ഇത് 5' ആണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി 3' തുടങ്ങണം. മുകളിൽ A ആയതുകൊണ്ട് ഇവിടെ T ആയതുകൊണ്ട് A, G ആയതുകൊണ്ട് C ആയതുകൊണ്ട് G, പിന്നെ വീണ്ടും TA ആണോ 5'. സോ ഇതല്ലേ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്? ഇതല്ലേടാ മക്കളെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്? വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ദ ബ്ലാങ്ക്സ്. YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ദെൻ വാട്ട് ഈസ് BAC? നമ്മൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ദറ്റ് ഈസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം.
chromosome. So we have yeast artificial chromosome and bacterial artificial chromosome. Now, write the name of enzymes labeled as A, B and C. ഏതൊക്കെയാണ് ഇവിടുത്തെ എൻസൈമുകൾ എന്നാണ് ചോദിച്ചത്. ദിസ് ഈസ് റിഗാർഡിംഗ് ലാക്കോപ്രോൺ. ലാക്കോപ്രോൺ എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ. ഇന്നത്തെ ലൈവിൽ നമ്മൾ ലാക്കോപ്രോൺ പ്രത്യേകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ്. അല്ലേ? റെഡി അല്ലേ മക്കളെ? ഓക്കെ, വെരി ഗുഡ്. സോ ഈ എൻസൈം നോക്ക് ഏതൊക്കെയാടാ? എ എന്ന് പറയുന്ന എൻസൈം, സെഡ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ബീറ്റാ ഗാലക്ടോസിഡൈസ്. നമ്മുടെ നെജ്മൽ ആൻസർ പറഞ്ഞിട്ടുണ്ട് ബീറ്റാ ഗാലക്ടോസിഡൈസ്. ഇനി വൈ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ബി വരുന്നത്. വാട്ട് ഈസ് ദാറ്റ്? പെർമിയേസ്. എ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് സി വരുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ട്രാൻസ് അസെറ്റൈലേസ്. അല്ലെ? ട്രാൻസ് അസെറ്റൈലേസ്. സോ വി ഹാവ് ബീറ്റാ galactosidase, and then we have permease, and then we have transacetylase, very good. Now under microscope chromatin is seen as bead on string like structure. നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചറാണ്. ഒരു സ്ട്രിങ്ങിൽ, ഒരു നൂലിൽ കുറേ ബീഡ് കോർത്ത പോലത്തെ സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഹിയർ ദ ബീഡ്സ് റെപ്രസെൻറ്റ് ദ സ്ട്രക്ചർ കോൾഡ്. ഈ ബീഡുകൾ ആക്ച്വലി എന്താ? വെരി ഗുഡ്, ഹിസ്റ്റോൺ ഒക്ടാമറുകളാണ്. ഈ ബീഡുകൾ ഹിസ്റ്റോൺ ഒക്ടാമറുകളാണ്. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താ കുട്ടികളെ? നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ കാണാൻ പറ്റും. അതിന് ചുറ്റും DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടാവും അല്ലേ? DNA റാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ അടുത്ത് ആ കെട്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ ഒരു ഹിസ്റ്റോൺ H1 പ്രോട്ടീൻ ഉണ്ടാകും. സോ ദിസ് ഈസ് ഹിസ്റ്റോൺ H1 പ്രോട്ടീൻ, ദിസ് ഈസ് ഹിസ്റ്റോൺ ഒക്ടാമർ. സോ ദ DNA ഈസ് റാപ്പിഡ് അറൗണ്ട് അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട് റാപ്പിഡ് തന്നെ എഴുതണേ, റേപ്പിഡ് എന്ന് എഴുതി വെക്കരുത്. WRAPPED അല്ലേ? സ്പെല്ലിംഗ് ഒന്ന് മാറിയ അർത്ഥം മൊത്തം മാറും. സോ ഗൈസ് ശ്രദ്ധിക്കുക. സോ ഈ ഒന്നിച്ച് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഈസ് നത്തിങ് ബട്ട് ന്യൂക്ലിയോസോം. എന്താടാ? ന്യൂക്ലിയോസോം. സെറ്റാണോ? റെഡി അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. DNA ഈസ് റൈപ്ഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ് വൺസ് അഗെയിൻ ലുക്ക്, നമ്മുടെ ക്രാഷിൻ്റെ കാര്യമാണ്. Already I have told you we are planning an adaptive crash course. Okay, so the best എന്താ പറയുക ഓപ്ഷൻ ഫോർ ക്രാഷ് അവൈലബിൾ ഇൻ കേരള അല്ല, ഇന്ത്യ. ഈ ഒരു അഡാപ്റ്റീവ് ലേണിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്നിട്ട് അഡാപ്റ്റീവ് ലേണിംഗ് ബെറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ജോയിൻ അവർ ക്രാഷ് കോഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ എന്തായാലും നിങ്ങൾക്ക് മറ്റെവിടെ പഠിച്ച് കിട്ടുന്നതിനേക്കാൾ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ ഒരു 100 മാർക്ക് നിങ്ങളിപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് 500-550 മാർക്ക് എത്തുമെങ്കിൽ എജുപോർട്ട് പഠിച്ചാൽ എന്തായാലും 600-650 എത്തും. ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി. നിങ്ങൾ പുറത്തൊരു സ്ഥലത്ത് കോഴ്സിന് പഠിച്ചിട്ട് അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഒരു വൈ അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അതാണ്. പുറത്തൊരു സെൻറ്ററിൽ നിങ്ങളുടെ മാക്സിമം കാലിബർ ഉപയോഗിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് 550 മാർക്കാണ് എത്തുന്നതെങ്കിൽ ഇവിടെ എത്തിയത് 650 ആവും. അവിടെ നിങ്ങൾ 650 ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 700-ലേക്കോ 720-ലേക്കോ എത്തും. ആ ഒരു സാധനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ക്ലിയർ ആണോ? ക്ലാസ് ആർ ഓൾമോസ്റ്റ് ഓവർ. യെസ് ഗൈസ്, നമ്മൾ ക്ലാസ് തീരാൻ പോവാം. കുറച്ച് കാര്യം കൂടിയേ ഉള്ളൂ കേട്ടോ. ഒരു ചാപ്റ്ററും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇൻ എ സെൽ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. ഇത് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് യൂക്രോമാറ്റിൻ, വാട്ട് ഈസ് ഹെറ്ററോക്രോമാറ്റിൻ? നമ്മുടെ എന്താ ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ഭാഗത്ത് നമ്മുടെ DNA ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കാവുമല്ലോ ന്യൂക്ലിയസിൽ. ദാറ്റ് ഈസ് കോൾഡ് ക്രോമാറ്റിൻ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ DNA is scattered within the nucleus and that is called chromatin. But you can see there are some regions where the chromatin is very densely packed. അത്തരം റീജിയൻസിനെ ആയിരുന്നു നമ്മൾ എന്ത് വിളിച്ചേടാ? ഹെറ്റിറോക്രോമാറ്റിൻ എന്ന് വിളിച്ചല്ലേ? The regions of chromatin where it is very tightly packed is called heterochromatin. The regions where chromatin is loosely packed is called euchromatin. ക്ലിയർ ആണോ മക്കളെ? നൗ ഹെറ്റിറോക്രോമാറ്റിൻ്റെ പ്രത്യേകത എന്താ കുട്ടികളെ? ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ക്രോമാറ്റിൻ ആണ് ഇതെങ്കിൽ ഇതെന്താണ് കുട്ടികളെ? ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ഇതെന്താണ്? ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രോമാറ്റിൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത്, ഇൻ യൂകാരിയോട്സ് ദ ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റ്. ഈ 2 പോയിന്റ് എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. നൗ in eukaryotes the gene expression can be regulated at several levels.
റൈറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ് വിച്ച് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ്. എപ്പോഴാണ് ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത്? വെൻ പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ജീൻ എക്സ്പ്രസ് ചെയ്തു നമ്മൾ പറയാം. ഇത് ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ നോക്കൂ, നമ്മുടെ യൂക്യാരിയോട്ടിൻ്റെ കേസിൽ നമ്മുടെ DNA എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ജീനുകൾ ന്യൂക്ലിയസിനകത്താണ് കിടക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ഒരു DNA ഉണ്ട്. ആ DNAയിലുള്ള ഒരു ജീനാണിത്. ഈ ജീൻ എക്സ്പ്രസ് ചെയ്യണ്ടെന്ന് നമ്മുടെ സെല്ല് തീരുമാനിച്ചാൽ, ആ സെല്ലിന് ആ ജീനിനെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തണ്ടെന്ന് തീരുമാനിച്ചാൽ പോരെ. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി നമ്മുടെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ ഒരു പ്രത്യേകത ഉണ്ട്. യൂക്യാരിയോട്ടിൻ്റെ കേസിൽ സപ്പോസ് ദിസ് ഈസ് എ DNA. നമ്മുടെ DNAയിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ mRNA അല്ല ഉണ്ടാവുക, പകരം HNRNA എന്ന് പറയുന്ന RNA ആണ് ഉണ്ടാവുക. ആ HNRNAക്ക് ചില പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? mRNA കിട്ടുക. അപ്പോൾ HNRNAക്ക് പ്രോസസ്സിങ് നടത്തണ്ടെന്ന് തീരുമാനിച്ചാൽ പോരെ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ നമ്മുടെ കേസിൽ DNAയിൽ നിന്ന് നേരെ കിട്ടുക HNRNA ആണ്. അയാൾ പ്രോസസ്സിങ് നടക്കണം mRNA ആവണമെങ്കിൽ. അപ്പോൾ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് പ്രോസസ്സിങ് ലെവൽ. അല്ലേ മക്കളെ? പ്രോസസ്സിങ് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോസസ്സിങ്ങും നടന്ന് mRNA ഉണ്ടായി. അങ്ങനെ mRNA ഇപ്പോൾ ഇവിടെ നോക്ക്, HNRNA ഉണ്ടായി, അയാൾ പതിയെ mRNA ആയിട്ട് മാറി. അപ്പോൾ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. അങ്ങനെ mRNA ആയി മാറിക്കഴിഞ്ഞാൽ ആ mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസ്റ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്പോർട്ട് ലെവൽ. അല്ലേ? ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്പോർട്ട് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്പോർട്ട് നടന്ന് സൈറ്റോപ്ലാസ്റ്റിലെത്തിയാൽ ട്രാൻസ്ലേഷൻ നടത്തണ്ടെന്ന് വെച്ചാൽ പോരെ. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ലേഷണൽ ലെവൽ. സോ ഇത്രയും ലെവലിലാണ് യൂക്യാരിയോട്ടിൻ്റെ കേസിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നൗ ഫിഗർ ഓഫ് ലാക്കോപ്രോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഈസ് ഗിവൺ ബിലോ. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ലാക്കോപ്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ് ആൻഡ് ലേബൽ ഇറ്റ്. ലേബൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ് വാട്ട് ഹാപ്പൻസ്? ലാക്ടോസ് റിപ്രസറിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അല്ലേ? ഇവിടെ ലാക്ടോസ് വരുന്നു, ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ് വന്നാലും മതി കേട്ടോ. അലോ ലാക്ടോസ് അയാൾ റിപ്രസറിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ റിപ്രസർ എന്താവും കുട്ടികളെ? റിപ്രസർ ഇനാക്ടിവേറ്റഡ് ആകും. റിപ്രസർ എന്താവും? ഇനാക്ടിവേറ്റഡ് ആകും. അങ്ങനെ റിപ്രസർ ഇനാക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്ക്, ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അങ്ങനെ ഇവിടുന്ന് ലാക്ക് mRNA ഉണ്ടാകും. എന്താ ഉണ്ടാവുക? ലാക്ക് mRNA. ആ ലാക്ക് mRNAയിൽ നിന്ന് 3 പ്രോട്ടീൻസ് ഉണ്ടാകും. ഏതൊക്കെയാ? 3 എൻസൈമുകൾ ഉണ്ടാവും. ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ട്രാൻസ് അസറ്റൈലേസ്. റെഡിയാണോ? റെഡിയാണോ മക്കളെ? പ്ലീസ് ഡു കമൻറ്റ്. Please do comment. Is that clear? Okay. Okay, very good. Now, one of the salient features of genetic code is universal. Right? Any two other salient features of genetic code? ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. ജനറ്റിക് കോഡിൻ്റെ ഏതെങ്കിലും 2 സാലിയൻ ഫീച്ചർ എഴുതാൻ. മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ജനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം from bacteria to humans. ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാവരുടെയും കേസിൽ ജനറ്റിക് കോഡ് സെയിം ആണ്, വിത്ത് വെരി ഫ്യൂ എക്സെപ്ഷൻസ്. വളരെ കുറച്ച് എക്സെപ്ഷൻസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാവരിലും ജനറ്റിക് കോഡ് സെയിം ആണ്. അതുകൊണ്ടാണ് ജനറ്റിക് കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും സാലിയൻ ഫീച്ചർ എഴുതാൻ പറയാൻ നമുക്ക് പറയാം. ഒന്ന്, ദ ജനറ്റിക് കോഡ് ഈസ് ദ കോഡോൺസ് ആർ ട്രിപ്ലറ്റ്. കോഡോൺസ് ആർ ട്രിപ്ലറ്റ് എന്ന് പറയാം. അല്ലെ? 3 ആളുകൾ കൂടി ചേർന്നിട്ടാണ് കോഡോൺ ഉണ്ടാവുന്നത്. സെറ്റല്ലേ ഗൈസ്? റെഡി അല്ലേ? ഇനി മറ്റൊരു ഫീച്ചർ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? ലുക്ക്, ദ ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ് എന്ന് പറയാം. വാട്ട് ഇറ്റ് മീൻസ്? എന്തുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് കോഡിനെ ഡീജനറേറ്റ് എന്ന് പറയുന്നത്? ലൈക്ക് മോർ ദാൻ 1 കോഡോൺ മേ കോഡ് ഫോർ സിംഗിൾ അമിനോ ആസിഡ്. ഒന്നിലധികം കോഡോണുകൾ ഒരു അമിനോ ആസിഡിന് തന്നെ കോഡ് ചെയ്യാം. ഒരു അമിനോ ആസിഡിന് തന്നെ ഒന്നിലധികം കോഡോണുകൾ ഉണ്ടാകാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഡോൺ, അടുത്ത കോഡോൺ, ഇങ്ങനെ 2ഓ 3ഓ ഒക്കെ കോഡോൺ ഒരു സിംഗിൾ അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യും. റെഡിയാണോ ഗൈസ്? പിന്നെ നിങ്ങൾക്ക് പറയാം there are 3 സ്റ്റോപ്പ് കോഡോൺസ്. അത് ഏതൊക്കെയാണെന്ന് പറയാം. then AUG act as ഇനീഷ്യേറ്റർ കോഡോൺ. ആ കാര്യം കൂടി പറയാം. now which is the initiator codon? AUG. and name the amino acid it codes. ഏതാടാ കുട്ടികളെ? മെത്തിയോണിൻ. സെറ്റ് അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മക്കളെ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഓക്കെ.
ക്ലിയർ അല്ലേ? പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നോക്ക് ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡും ഒക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്നല്ലേ? റൈറ്റ് ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ സ്ട്രാൻഡ്സ്. അതായത് യു ഹാവ് എ DNA, ഓക്കെ, യു ഹാവ് എ ഡബിൾ സ്ട്രാൻഡഡ് DNA. തൽക്കാലം നമുക്ക് ഇങ്ങനെ എടുക്കാം. യു ഹാവ് എ ഡബിൾ സ്ട്രാൻഡഡ് DNA, ഓക്കെ, ഗ്രേറ്റ്. അയാൾക്ക് റെപ്ലിക്കേഷൻ നടക്കുകയാണ്. അങ്ങനെ റെപ്ലിക്കേഷൻ നടന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ ഡോട്ടർ DNAകളുടെ പ്രത്യേകത എന്താ? ലുക്ക്, ദ ഡോട്ടർ DNAs ഹാവ് വൺ പാരൻ്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്, അല്ലേ? ഒരു പാരൻ്റൽ സ്ട്രാൻഡും ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഉണ്ടാകും. ആൻഡ് ദിസ് ഐഡിയ ഈസ് കോൾഡ്, വെരി ഗുഡ്, സെമി കൺസർവേറ്റീവ് DNA replication. This idea is called semi-conservative DNA replication. Clear ആണല്ലോ? അപ്പോൾ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കും, why DNA replication takes place semi-conservatively? Substantiate your statement എന്നൊരു ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? Look, during replication, look, both strands of a double-stranded DNA separate and ഇവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. ആൻഡ് ദേ ആക്ട് as template for the synthesis of new strands. During replication, both the strands of a double stranded DNA, ഇവർ ആദ്യം ചേർന്ന് നിന്ന ആളുകളാണ്, they separate and they act as template for the synthesis of new strand. പുതിയ സ്ട്രാൻഡ് ഉണ്ടാവാനുള്ള ടെംപ്ലേറ്റ് ആയിട്ട് ഇവർ ആക്ട് ചെയ്യും. such that at the end of replication നടന്നു കഴിയുമ്പോൾ the newly formed DNA have one parental strand and one newly synthesized strand. എന്താണ്? such that at the end of replication the newly formed DNA molecules have one parental strand and one newly synthesized strand. ആ ഒരു കാര്യം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഇനി ദിസ് ഈസ് റിഗാർഡിംഗ് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇത് ബാക്കിയെല്ലാം നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് വുഡ് ഹാപ്പൻ, എന്തായിരുന്നു സംഭവിക്കുക ഇഫ് ബോത്ത് ദ സ്ട്രാൻഡ്സ് ഓഫ് ദ DNA ആക്ട് as ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് സ്ട്രക്ചറൽ ജീനിലെ ഒരു സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, മറ്റേത് കോഡിംഗ് സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു. ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് മാത്രമേ റെപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ, കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം എന്തുകൊണ്ടാണ് രണ്ട് സ്ട്രാൻഡും ഒരേ സമയത്ത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തത്? അപ്പോൾ ഇതിന്റെ റീസൺ എന്താ കുട്ടികളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് കാരണം? നിങ്ങളൊന്ന് നോക്ക്. ഈ സ്ട്രാൻഡിനെ ബേസ്, ഇതിപ്പോൾ ഒരു DNA ആണ്, ഇതിൽ ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് RNA ഉണ്ടായിക്കഴിഞ്ഞാൽ ആ RNAയുടെ സീക്വൻസ് എന്തായിരിക്കും? ഇവിടെ A ആയതുകൊണ്ട് തന്നെ ആ RNAയിൽ എൻ്റെ കറസ്പോണ്ടിങ്, എൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് ഏതാ? തൈമിനാണ്. പക്ഷെ RNAയിൽ തൈമിൻ വരൂല. അപ്പോൾ പകരം ആരാ വരിക? യുറാസിലാണ് വരിക, U വരും. ജിയുടെ കറസ്പോണ്ടിങ് ആണ് C, സിയുടെ കറസ്പോണ്ടിങ് ആണ് G, ദെൻ ടിയുടെ കറസ്പോണ്ടിങ് ആണ് ടിയുടെ കറസ്പോണ്ടിങ് വീണ്ടും എയുടെ കറസ്പോണ്ടിങ് ടി ആണ്, പറ്റൂല, പകരം യുറാസിൽ വരും. സിയുടെ കറസ്പോണ്ടിങ് G, എയുടെ കറസ്പോണ്ടിങ് U. അപ്പോൾ ഈ സ്ട്രാൻഡ് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഇതിനെ ബേസ് ചെയ്ത് RNA ഉണ്ടായാൽ. ഇനി സപ്പോസ് ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് RNA ഉണ്ടായാലും നിങ്ങൾ നോക്കടാ, എന്താ കിട്ടുക? തൈമിൻ്റെ കറസ്പോണ്ടിങ് ആണ് അഡിനിന്, സൈറ്റോസിൻ്റെ കറസ്പോണ്ടിങ് ആണ് ഗ്വാനിന്, ഗ്വാനിൻ്റെ കറസ്പോണ്ടിങ് ആണ് സൈറ്റോസിന്, അഡിനിൻ്റെ കറസ്പോണ്ടിങ് ആണ് യുറാസിൽ, അല്ലേ? അഡിനിൻ്റെ കറസ്പോണ്ടിങ് ആണ് വീണ്ടും യുറാസിൽ, തൈമിൻ്റെ കറസ്പോണ്ടിങ് ആണ് അഡിനിന്, സൈറ്റോസിൻ്റെ കറസ്പോണ്ടിങ് ആണ്, ഗ്വാനിൻ്റെ കറസ്പോണ്ടിങ് ആണ് സൈറ്റോസിന്, വീണ്ടും അഡിനിൻ. So look, you got 2 RNA molecules but with different sequences. ഇയാളുടെ സീക്വൻസ് ഇങ്ങനെയും ഇയാളുടെ സീക്വൻസ് ഇങ്ങനെയുമാണ്. So from a single gene 2 different RNA molecules are formed. It is not possible. Clear ആണ് കുട്ടികളെ? So if both strands act as template for the synthesis of new strand, 2 different RNA molecules are formed from a single structural gene. ഒരു സിംഗിൾ സ്ട്രക്ചറൽ ജീനിൽ നിന്ന് 2 വ്യത്യസ്ത RNAകൾ രൂപപ്പെടും.
ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ്, both these RNA in case if two RNA molecules are formed, they will be complementary to each other. അവർ പരസ്പരം കോംപ്ലിമെന്ററി ആയിരിക്കും. അപ്പോൾ there is a possibility that these RNA molecules join together and form a double stranded RNA. ഇവർ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണ് കുട്ടികളെ? സെറ്റാണോ? ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദിസ് പ്രിവെന്റ് ട്രാൻസ്ലേഷൻ. നമ്മുടെ RNAക്ക് ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ RNA സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കണം. RNA ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് കാര്യമില്ല. സോ ദിസ് വിൽ പ്രിവെന്റ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇത്രയും കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രണ്ട് കാരണങ്ങൾ പറയാം. നമ്പർ 1, two different RNA molecules are formed from a single structural gene. That is not possible. രണ്ടാമത്തെ കാര്യം എന്താ? If the two RNA molecules are formed, they are complementary to each other. So then they join to form double-stranded RNA. This prevent translation. So these are the two reasons. Now, in a double-stranded DNA, the ratios between adenine and thymine and the ratios between guanine and cytosine equal to 1. Who observed this? ആരാണ് അത് ഒബ്സർവ് ചെയ്തത്? ആരാ? വേഗം പറ. വെരി ഗുഡ്. ചർഗാഫ് അല്ലേ? ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ചർഗാഫ് റൂൾ അല്ലേ കുട്ടികളെ? ഇതിനെ നമ്മൾ ചർഗാഫ് റൂൾ എന്ന് അതുകൊണ്ടാണ് വിളിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സ്ട്രാൻഡ്. ഐഡന്റിഫൈ ബോണ്ട്സ് ABCD. ഈ ബോണ്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്ഥിരം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് ദിസ് ബോണ്ട്? ലുക്ക് അറ്റ് ദിസ് A ബോണ്ട്. ഈ A എന്ന് പറയുന്ന ബോണ്ട് ഏതാടാ? ദ ബോണ്ട് ബിറ്റ്വീൻ നൈട്രജൻ ബേസസ് അല്ലേ? രണ്ട് സ്ട്രാൻഡിലെയും നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ടാണ്. വാട്ട് ഈസ് ദിസ് ബോണ്ട്? ദിസ് ബോണ്ട് ഈസ് ഹൈഡ്രജൻ ബോണ്ട് അല്ലേ? ഈ ബോണ്ടിനെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കാം. നൗ ദ ബോണ്ട് ബിറ്റ്വീൻ എ പെൻഡോസ് ഷുഗർ, ദ ബോണ്ട് ബിറ്റ്വീൻ എ പെൻഡോസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. പെൻഡോസ് ഷുഗറിൻ്റെയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെയും ഇടയിലുള്ള ബോണ്ട്, ദിസ് ബോണ്ട് ഈസ് കോൾഡ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാ വിളിക്കട്ടോ. ഫോസ്ഫോ ഡൈഎസ്റ്റർ അല്ലടാ, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് കേട്ടോ. നോക്കൂ, നിങ്ങളിങ്ങനെ ഒരു സിംഗിൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെ അത് നേരെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു പെൻഡോസ് ഷുഗറിലേക്ക്. സോ ദിസ് ബോണ്ട് ഈസ് കോൾഡ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ക്ലിയർ അല്ലേ? നൗ ലുക്ക് അറ്റ് ദിസ് ബോണ്ട്, ദ ബോണ്ട് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ്സ്. വൺ ന്യൂക്ലിയോടൈഡ് ഈസ് ഹിയർ, വൺ ന്യൂക്ലിയോടൈഡ് ഈസ് ഹിയർ. ദ ബോണ്ട് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ്സ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. എന്താ വിളിക്കുക? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ക്ലിയർ അല്ലേ? നൗ ദ ബോണ്ട് ബിറ്റ്വീൻ എ പെൻഡോസ് ഷുഗർ, ദിസ് ഈസ് എ പെൻഡോസ് ഷുഗർ ആൻഡ് ദെൻ യു ക്യാൻ സി നൈട്രജൻ ബേസ്. ഒരു പെൻഡോസിൻ്റെയും നൈട്രജൻ ബേസിൻ്റെയും കൂടി ഇടയിലുള്ള ബോണ്ട്, ദിസ് ഈസ് കോൾഡ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എന്താ വിളിക്കുക? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സെറ്റാണോ? സെറ്റാണോ ഗൈസ്? വെരി ഗുഡ്. വെറും ഗ്ലൈക്കോസിഡിക് എന്ന് എഴുതരുത്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. റെഡി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. Now, the following diagram shows a process in the ribosome. Identify the process and explain. ഈ പ്രോസസ്സ് ഐഡന്റിഫൈ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദിസ് പ്രോസസ്? ദിസ് ഈസ് ആക്ച്വലി എന്ത് പ്രോസസ്സാ? എന്ത് പ്രോസസ് അത്? ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ അല്ലേ? 1 second. വെരി ഗുഡ്. ദിസ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ അല്ലേ? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. വെരി ഗുഡ്. നൗ ട്രാൻസ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ ഗൈസ്, ട്രാൻസ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ട്രാൻസ്ലേഷൻ മൊത്തം നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഭയങ്കര സുഖ. അത് പണിയാ. ട്രാൻസ്ലേഷൻ കൺസിസ്റ്റ് ഓഫ് 3 steps. ഏതൊക്കെയാ? ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ദർ ഈസ് ഇനീഷിയേഷൻ ആൻഡ് ദെൻ there is elongation and there is termination. ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. 3 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ആൻസർ പറയാം. ഓക്കെ, ആദ്യം സംഭവിക്കുന്നത് ഇനീഷിയേഷൻ്റെ ഇലോങ്ങേഷൻ്റെ ഒക്കെ മുന്നേ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, നമ്മുടെ TRNA ആക്ച്വലി ആരാണ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ട്രാൻസ്ലേഷൻ നടക്കാൻ നമ്മളെ സഹായിക്കുന്നത്? റൈബോസോമാണ്. സോ റൈബോസോം എന്താ ചെയ്യാന്നറിയോ? റൈബോസോം mRNAയിലേക്ക് നോക്കും. mRNAയിലെ സ്റ്റാർട്ട് കോഡോൺ എത്തിക്കഴിഞ്ഞാലാണ് ഇയാൾ ഈ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് സ്റ്റോപ്പ് കോഡോൺ, ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ആവും. ശ്രദ്ധിക്കുക. അപ്പോൾ ഇയാൾക്ക് ട്രാൻസ്ലേഷൻ നടത്തണമെങ്കിൽ അമിനോ ആസിഡ് വേണം. അമിനോ ആസിഡ് കിട്ടണമെങ്കിൽ അമിനോ ആസിഡിനെ റൈബോസോമിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ലോറികൾ, കാരിയറുകളാണ് ഗുഡ്സ് ഓട്ടോറിക്ഷ. ഓക്കെ, അപ്പോൾ റൈബോസോമിന് അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാരിയറുകളാണ് ആക്ച്വലി tRNAകൾ. ആരുടെ? tRNAകൾ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ tRNAകളിലേക്ക് അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യണം. അമിനോ ആസിഡ് ബൈൻഡ് ടു tRNA യൂസിങ് ATP എനർജി. അതാണ് ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു കാര്യം. ആൻഡ് ദറ്റ് ഈസ് കോൾഡ്
amino acylation or charging of tRNA. So in the initial phase of translation, amino acids bind to their corresponding tRNAs. ഓരോ അമിനോ ആസിഡിനും അതിനെ കൊണ്ടുവരാൻ പ്രത്യേകം tRNAകൾ ഉണ്ടാവും. So amino acid bind to their corresponding tRNAs using ATP energy, and that is called amino. അപ്പോൾ നോക്കൂ, this is your amino acid. ഇതാണ് അമിനോ ആസിഡ് tRNAയിലേക്ക് കയറിയിരുന്നു യൂസിങ് ATP എനർജി, ആൻഡ് ദിസ് ഈസ് കോൾഡ് അമിനോ അസൈലേഷൻ. ദിസ് ഈസ് കോൾഡ് അമിനോ അസൈലേഷൻ ഓർ ചാർജിങ് ഓഫ് tRNA. So this is the first step. അങ്ങനെ ചാർജിങ് ഓർ അമിനോ അസൈലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനീഷ്യേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ വെൻ റൈബോസോം എൻകൗണ്ടർ സ്റ്റാർട്ട് കോഡോൺ, റൈബോസോം mRNAയുടെ മേലെ കയറിയിട്ട് ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും. എപ്പോഴും mRNAയുടെ 5' എൻഡിലേക്ക് അയാൾ കയറുക, എന്നിട്ട് അവിടെ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും. വെൻ ഇറ്റ് എൻകൗണ്ടർ എ സ്റ്റാർട്ട് കോഡോൺ or AUG, ലുക്ക് tRNA വിത്ത് മെഥിയോണിൻ കംസ്. അങ്ങനെ പറഞ്ഞാൽ മതി, tRNA വിത്ത് മെഥിയോണിൻ കംസ്. That lead to initiation of translation. tRNA ഇങ്ങനെ റൈബോസോമിലേക്ക് മെഥിയോണിനുമായിട്ട് വരും, and that lead to initiation of translation. Now what is elongation? During elongation phase, ribosome catalyze the polymerization of amino acids. amino acidന്റെ polymerization റൈബോസോം ഇങ്ങനെ കാറ്റലൈസ് ചെയ്ത് മുന്നോട്ട് പോകും. And when റൈബോസോം ഇതിൻ്റെ മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഇതാണ് റൈബോസോം കേട്ടോ, സഞ്ചരിച്ച് റൈബോസോം സ്റ്റോപ്പ് കോഡോണിലെത്തി. So when ribosome encounter a stop codon, റൈബോസോം മുന്നോട്ട് സഞ്ചരിച്ച് when it encounter a stop codon, then a special protein called release factor. Bind to stop codon. Release factor stop codonലേക്ക് ബൈൻഡ് ചെയ്യും. That lead to termination of translation. അത് ട്രാൻസ്ലേഷൻ്റെ ടെർമിനേഷനിലേക്ക് കാരണമാകും. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെറ്റ് ആണോ മക്കളെ? റെഡിയാണോ? സോ ഇതാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. അപ്പോൾ 3 സ്റ്റെപ്പുകളും നമുക്ക് പറയാം. ഓക്കെ, വെരി ഗുഡ്. നോ ഐഡന്റിഫൈ ദ ഫിഗർ. ഇതെന്താണ്? ന്യൂക്ലിയോസോം ആണ്. ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദ ഹിസ്റ്റോൺ കോർ? ഹിസ്റ്റോൺ കോർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടാമർ അല്ലേ? ഹിസ്റ്റോൺ കോറിനെ നമുക്ക് ഹിസ്റ്റോൺ ഒക്ടാമർ എന്നും പറയാം. അതിനകത്ത് എത്ര ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ കൂടി ചേർന്നാണ് ഈ ഒരു ഒക്ടാമർ ഉണ്ടാവുന്നത്. നൗ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ അബൌട്ട് ദ സസ്പെക്ട് ബേസ്ഡ് ഓൺ DNA ഫിംഗർ പ്രിന്റ് ഗിവൺ? നോക്കൂ, ഇത് 3 DNAകളുടെ ഫിംഗർ പ്രിന്റ് ആണ്. A എന്ന് പറയുന്നത് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA ആണ്. B എന്ന് പറയുന്നത് ഒന്നാമത്തെ സംശയിക്കുന്ന വ്യക്തിയുടെ DNA. രണ്ടാമത്തെ സംശയിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ DNA ആണ് ഈ C എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആരാണ് കുറ്റവാളി? വെരി ഗുഡ്, C ആണ് കുറ്റവാളി നമുക്ക് ഉറപ്പിക്കാം. കാരണം അതിനോട് സാദൃശ്യമുള്ളത് സിയുടേതാണ്. വാട്ട് ഈസ് VNTR? അപ്പോൾ എന്തായാലും ഫുൾ ഫോം എഴുതിയാൽ മതി. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അടുത്തത്, ഹു ഡെവലപ്ഡ് ദ ടെക്നിക് ഫസ്റ്റ്? ആരാടാ നമുക്ക് ഈ സർ ട്വിൻസിൻ്റെ DNA ഫിംഗർ പ്രിൻറ്റിങ് ഡിഫറൻ്റ് ആണോ? അല്ല, ട്വിൻസിൻ്റെ കേസിൽ DNA ഫിംഗർ പ്രിൻറ്റിങ് ഡിഫറൻ്റ് ആവില്ല. പക്ഷേ ട്വിൻസിൻ്റെ സാധാരണ ഫിംഗർ പ്രിൻ്റ് ഇല്ലേ, ഈ ഫിംഗർ പ്രിൻറ്റ് ട്വിൻസിൻ്റെ കേസിൽ വരെ ഡിഫറൻ്റ് ആയിരിക്കും. ബട്ട് DNA ഫിംഗർ പ്രിൻറ്റ് ട്വിൻസിൻ്റെ കേസിൽ എൻറ്റയർലി സെയിം ആയിരിക്കും കേട്ടോ, എക്സാക്ട്ലി സെയിം ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അലക് ജെഫ്രീസ് ആണ് അല്ലേ? അലക് ജെഫ്രീസ് ആണ് DNA ഫിംഗർ പ്രിൻറ്റിങ് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്ന ആൾ. ദെൻ നോക്കൂ, ലാക്കോപ്രോൺ നമുക്ക് പറഞ്ഞു തന്ന ആളുകൾ ആരൊക്കെ? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് അവിടെ നിൽക്കട്ടെ. ലാക്കോപ്രോൺ നമുക്ക് പറഞ്ഞു തന്ന ആളുകൾ ആരൊക്കെ? ഫ്രാങ്കോയിസ് ജേക്കബും ആൻഡ് ജാക്ക് മൊണോഡും ആണ് നമുക്ക് ലാക്കോപ്രോൺ പറഞ്ഞു തന്നത്. സർ ബീഡായിട്ട് ന്യൂക്ലിയോസോം പറ്റുമോ എന്ന് ചോദിക്കണ്ട അല്ലേ? നിങ്ങളൊരു പണി ചെയ്താൽ മതി. ഒരാൾ ചോദിച്ച ചോദ്യം കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചറിലെ ബീഡുകൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് എഴുതുക? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റിൽ ന്യൂക്ലിയോസോം എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ രണ്ടാണെങ്കിലും കറക്റ്റ് ആൻസർ ആയിട്ട് അവരെടുത്തോളും. ഏതാച്ചാൽ അവരെ മാർക്ക് തന്നോളും. പോരെ? ഇനി അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. യു ഗോട്ട് ദ പോയിന്റ്. നമുക്ക് ഒന്നിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടും എഴുതി വെക്കുക. കാരണം ഹിസ്റ്റോൺ ഒക്ടാമറും ന്യൂക്ലിയോസോമും എങ്ങനെ എഴുതിയാലും അത് ആ ഒരു ഉണ്ട ശരിക്കും ഒക്ടാമറുകളാണ്. Now, Human Genome Project is a mega project. Give 2 reasons. 2 reasons. ഒന്ന്, it was a 13-year project. ഒരു 13 വർഷ പ്രൊജക്റ്റ് ആയിരുന്നു ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എഴുതി വെക്കാം. The cost was
9 ബില്യൺ US ഡോളേഴ്സ്. അപ്പോൾ നിങ്ങൾ 9 ബില്യൺ ഇൻറ്റു 80 റുപ്പീസ് കൂട്ടി 80 90 റുപ്പീസ് കൂട്ടി ഇന്ത്യൻ റുപ്പിയിലേക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സോ ദാറ്റ് വാസ്. അപ്പോൾ അതുകൊണ്ട് മെഗാ പ്രൊജക്റ്റ് ആണെന്ന് പറയാം. വാട്ട് ഈസ് SNP ഗൈസ്? എന്താ SNP? സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം അല്ലേ മക്കളെ? സോ വാട്ട് ഈസ് SNP? സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. BSc YSc നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് EST? എന്താണ് മക്കളെ EST എന്ന് പറഞ്ഞാൽ എന്താ? ESTs എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ESTs? എന്താ EST എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് EST? എന്താ EST? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് അല്ലേ? EST എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സിനെയാണ് നമ്മൾ EST എന്ന് പറയുക കേട്ടോ. ഇതൊക്കെ ചോദിക്കും ഷോർട്ട് ഫോം എന്ന്. എക്സ്പ്രസ്ഡ് സീക്വൻസ് tags. Very good, very good. Next question. Expressed sequence in the gene is called. നോക്കൂ, ദാറ്റ് ഈസ് നമ്മുടെ DNA-യിൽ എക്സ്പ്രസ്ഡ് സീക്വൻസുകളും എക്സ്പ്രസ് ചെയ്യാത്ത സീക്വൻസുകളും ഉണ്ട് അല്ലേ മക്കളെ? എക്സ്പ്രസ്ഡ് സീക്വൻസുകൾ നമ്മൾ എന്താ വിളിക്കുക? ഇൻട്രോണോ? നോ, എക്സോൺസ് അല്ലേ മക്കളെ? എക്സ്പ്രസ്ഡ് സീക്വൻസിന് നമ്മൾ എക്സോൺസ് എന്ന് വിളിക്കും. ഈ എക്സ്പ്രസ്ഡ് സീക്വൻസിന്റെ ഇടയിലുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ഇൻട്രോൺ എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ ആക്ച്വലി ലുക്ക്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ്പ്രസ്ഡ് സീക്വൻസിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ദേ ആർ കോൾഡ് ഇൻട്രോൺസ്. അപ്പോൾ ഇവരെ നമുക്ക് ഇൻട്രോൺസ് അല്ലെങ്കിൽ ഇൻ്റർവീനിങ് സീക്വൻസസ് എന്ന് വിളിക്കാം. ഇവരൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോൺസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ ഐഡൻറ്റിഫൈ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് RNA ഓവർ DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എന്തുകൊണ്ടാണ് DNA RNA-നേക്കാൾ ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? ബിക്കോസ് RNA ഈസ് അൺസ്റ്റേബിൾ വെൻ കമ്പയർഡ് ടു DNA ഡ്യൂ ടു 2 റീസൺസ്. ആ റീസൺ ആണ് ഇവർ ചോദിക്കുന്നത്. നമ്പർ 1, the 2'OH group in ribose is reactive. അപ്പോൾ ഒരാൾ മോർ റിയാക്റ്റീവ് ആണെങ്കിൽ അയാൾ ലെസ് സ്റ്റേബിൾ ആണെന്നാണ് അർത്ഥം. അതായത് RNA-യിലുള്ള പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ആണ്. അതേ സമയത്ത് DNA-യിലെ പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്? ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഡിയോക്സി റൈബോസ് ഇപ്പോൾ നോക്കൂ, ഇത് ഒരു പെൻഡോസ് ഷുഗർ ആണ്. ഇതിലെ കാർബണിന് നമ്പർ ഇട്ട് കൊടുക്കാം 1 2 3 4 5. പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബണുള്ള ഷുഗർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിന് നമ്പർ ഇടാം 1 2 3 4 5. നോക്കൂ, റൈബോസിന്റെ പ്രത്യേകത, അവിടെ രണ്ടാമത്തെ കാർബണിൽ ഇവിടെ ഒരു എച്ചും ഇവിടെ OH ആയിരിക്കും. അതേസമയത്ത് ഡിയോക്സി റൈബോസിന് മുകളിൽ എച്ചും താഴെയും H ആയിരിക്കും. അപ്പോൾ ഈ OH ഗ്രൂപ്പ്, രണ്ടാമത്തെ കാർബണിലെ OH ഗ്രൂപ്പ് റൈബോസിന്റെ മാത്രം പ്രത്യേകതയാണ്. RNA-യിൽ നമുക്ക് റൈബോസ് ആണ് കാണാൻ പറ്റുക. സോ RNA-യിലെ റൈബോസിൽ ഒരു 2'OH ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ദിസ് 2'OH ഗ്രൂപ്പ് ഈസ് എ റിയാക്റ്റീവ് ഗ്രൂപ്പ്. ഈ 2'OH ഗ്രൂപ്പ് ഒരു റിയാക്റ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ RNA കൂടുതൽ റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് ലെസ് സ്റ്റേബിൾ ആണെന്ന് പറയാം. രണ്ടാമത്തെ റീസൺ, RNA ആക്ട് as catalyst. So reactive. So it is reactive. ഒരാൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അയാൾക്ക് കുറച്ച് റിയാക്ടിവിറ്റി ഉണ്ട് എന്നാണ്. അപ്പോൾ അയാൾ ലെസ് സ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് DNA ഈസ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ദാൻ DNA ഈസ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ദാൻ RNA. ക്ലിയർ അല്ലേ കുട്ടികളെ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പ്രസൻസ് ഓഫ് തൈമിൻ മേക്ക് DNA മോർ സ്റ്റേബിൾ ഇൻസ്റ്റെഡ് ഓഫ് യുറാസിൽ പ്രസൻസ് ഓഫ് തൈമിൻ മേക്ക് DNA മോർ സ്റ്റേബിൾ. പിന്നെ എന്തുകൊണ്ടാണ് ബിലാൽ സാർ ഈ 2 മാത്രം പറയുന്നത് എപ്പോഴും? ഒന്നുമില്ല, ഇതൊരു തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻ കൊടുത്ത ഓപ്ഷൻസ് ഇതായിരുന്നു. ഓക്കെ, തെറ്റിതിരുത്തി എഴുതാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുത്തത്. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാം. നോക്കൂ, DNA-ക്ക് പ്രത്യേക മെക്കാനിസം ഉണ്ട്. ഇൻ കേസ് DNA-യിൽ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ DNA ഹാസ് സ്പെഷ്യൽ കറക്ഷൻ മെക്കാനിസം, ഓക്കെ, ടു ചേഞ്ച് എനി മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ടു കറക്റ്റ് മ്യൂട്ടേഷൻസ്. അത്തരം മെക്കാനിസങ്ങളൊന്നും RNA-യിലില്ല. പിന്നെ പ്രസൻസ് ഓഫ് തൈമിൻ ഇൻ DNA ഇൻസ്റ്റെഡ് ഓഫ് യുറാസിൽ മേക്ക് DNA മോർ സ്റ്റേബിൾ. ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ട് തന്നെ DNA ഈസ് മോർ സ്റ്റേബിൾ. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. യെസ്, സ്പെഷ്യൽ റിപ്പയർ കറക്റ്റീവ് മെക്കാനിസങ്ങൾ DNA-ക്ക് ഉണ്ട്, വിച്ച് ഈസ് ആബ്സെൻറ്റ് ഇൻ RNA-യിലില്ല. നോക്കൂ, എ ഫിഗർ ഷോയിങ് ദ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വെർട്ടിബ്രേറ്റ്സ് ആർ ഗിവൺ. ഐഡന്റിഫൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. നോക്കൂ, വെർട്ടിബ്രേറ്റ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ടീം ആരാടാ? ഇറ്റ് ഈസ് നോബഡി അതർ ദാൻ ഫിഷസ്.
ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ കൂട്ടത്തിലോ? ദറ്റ് ഈസ് ഇൻസെക്ട്സ് അല്ലേ, ഇൻസെക്ട്സ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഏതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റിയുടെ 3 ലെവൽസ്? നമ്പർ 1 വി ഹാവ് ജനറ്റിക് ലെവൽ, ആണോ മക്കളെ? ജനറ്റിക് ലെവൽ. നമ്പർ 2 വി ഹാവ് സ്പീഷീസ് ലെവൽ. നമ്പർ 3 വി ഹാവ് എക്കോളജിക്കൽ ലെവൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ലെവൽ. These are the 3 levels of biodiversity. ജനറ്റിക് ലെവലിൻ്റെ എക്സാമ്പിൾ നമ്മുടെ NCERT പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റൗൾഫിയ വൊമിറ്റോറിയയുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? റൗൾഫിയ വൊമിറ്റോറിയയുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൗൾഫിയ വൊമിറ്റോറിയ ഇൻ ഹിമാലയ. നമ്മുടെ ഹിമാലയത്തിൽ വളരുന്ന റൗൾഫിയ വൊമിറ്റോറിയ. ഈ റൗൾഫിയ വൊമിറ്റോറിയയിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ് റിസർപ്പൈൻ. നോക്കൂ, ചില റൗൾഫിയകളിൽ ധാരാളം റിസർപ്പൈൻ ഉണ്ടാകും, പക്ഷേ ചില റൗൾഫിയകളിൽ കുറച്ച് റിസർപ്പൈനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് ഈ പ്ലാന്റുകളെല്ലാം ഒരേ സ്പീഷീസാണ്, പക്ഷേ ആ എല്ലാത്തിൽ നിന്നും നമുക്ക് ഒരേ അളവിലല്ല റിസർപ്പൈൻ കിട്ടുന്നത്, ഒരേ കോൺസെൻട്രേഷനിലുള്ള റിസർപ്പൈൻ അല്ല കിട്ടുന്നത്, ഒരേ പൊട്ടൻസിയുള്ള, അതായത് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു സാധനം എത്രത്തോളം എഫിക്കേഷ്യസ് ആണ്, അയാൾ എത്രത്തോളം പൊട്ടൻ്റ് ആയിട്ടുള്ള മരുന്നാണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിലൊക്കെ വ്യത്യാസമുണ്ട്. സോ ദാറ്റ് ഈസ് ജനറ്റിക് ലെവൽ. നൗ സ്പീഷീസ് ലെവലിൻ്റെ ഉദാഹരണമായിട്ട് NCERT പറയുന്നത് അവരോൺ വെസ്റ്റേൺ ഘട്ട്, നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ പശ്ചിമഘട്ടം, അവർ വെസ്റ്റേൺ ഘട്ട് ഹാവ് മോർ ആംഫീബിയൻ ഡൈവേഴ്സിറ്റി, കൂടുതൽ ആംഫീബിയൻ സ്പീഷീസുകൾ വെസ്റ്റേൺ ഘട്ടിലാണുള്ളത് ദാൻ ഈസ്റ്റേൺ ഘട്ട്. ഓക്കെ, ഈസ്റ്റേൺ ഘട്ട് മലയാളത്തിൽ എന്തായിരുന്നു പറയാന്ന് വെച്ചാൽ പൂർവ്വഘട്ടം എന്ന് പറയും. പൂർവ്വഘട്ടം നമ്മുടെ ഈ അപ്പുറത്താണ്, കുറച്ചുകൂടെ ആ ബംഗാൾ ഉൾക്കടലിൻ്റെ ആ സൈഡിലേക്കുള്ള ഒരു ഭാഗമാണ് പൂർവ്വഘട്ടം എന്ന് പറയും. സോ ഈസ്റ്റേൺ ഘട്ടിനേക്കാളും നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലാണ് മോർ ആംഫീബിയൻ സ്പീഷീസ് ഉള്ളത് എന്ന് പറയാം. അപ്പോൾ സ്പീഷീസുകളുടെ എണ്ണം, അതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. എക്കോളജിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ്, അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. Very good. Now, the given illustration shows evil quartet of biodiversity laws. Fill up A and B. ഏതൊക്കെയാണ് നമ്മുടെ ഈവിൾ ക്വാർട്ടറ്റിൽ വരുന്ന കാര്യങ്ങൾ? പറഞ്ഞ എ ഏതായിരിക്കും? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ്. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ അല്ലേ മക്കളെ? രണ്ടാമത്തെ കോസ് എന്താ? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അല്ലേ? ഇനി വാട്ട് ഈസ് ബി? ഓക്കെ, what is B? Over exploitation. നോക്ക്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. വെരി ഗുഡ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. സോ ദീസ് ആർ കോൾഡ് ഈവിൾ ക്വാർട്ടറ്റ്. ഇനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്ക്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം എക്സ്പ്ലെയിൻ കോ എക്സ്റ്റിങ്ഷൻ ആൻഡ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കൂ, ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ലേക്ക് വിക്ടോറിയ എന്ന് പറയുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു ഈസ്റ്റ് ആഫ്രിക്കയിലെ. എന്താണ് വിക്ടോറിയ ലേക്ക്? ഈസ്റ്റ് ആഫ്രിക്കയിലെ വിക്ടോറിയ ലേക്കിൽ ആരെയും ശല്യം ചെയ്യാതെ നോക്കൂ ഉല്ലസിച്ച് നടന്നിരുന്ന പാവം കൊച്ചു ഫിഷുകളായിരുന്നു, ചെറിയ ഫിഷുകളായിരുന്നു, കിച്ചിലിഡ് ഫിഷസ്. അവരാരെയും ശല്യം ചെയ്യാതെ അവിടെ ജീവിക്കുന്ന, അവിടെ കുടുംബസമേതം ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിക്ടോറിയ ലേക്കിലേക്ക്, ഈസ്റ്റ് ആഫ്രിക്കയിലെ വിക്ടോറിയ ലേക്കിലേക്ക് നൈൽ പർച്ച് എന്ന് പറയുന്ന ഒരു ഭീമാകാരൻ ഫിഷിനെ കൊണ്ടുവന്നിടുന്നത്. ഈ നൈൽ പർച്ചുകൾ ഈ കിച്ചിലിഡ് ഫിഷുകളെ എല്ലാം തിന്ന് നശിപ്പിച്ചു. അപ്പോൾ നോക്കൂ, ഇവിടെ ഇല്ലാത്ത മറ്റൊരു സ്പീഷീസിനെ, ഈ വലിയ തടാകം, അത് ഒരു സമുദ്രം പോലെ വ്യാപിച്ചെടുക്കുന്ന തടാകം, ഈ തടാകത്തിലില്ലാത്ത മറ്റൊരു സ്പീഷീസിനെ ഇവിടെ കൊടുന്നിട്ടു. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് നൈൽ പർച്ച് ടു ലേക്ക് വിക്ടോറിയ led to extinction of കിച്ചിലിഡ് ഫിഷസ്. ആ തടാകത്തിലുള്ള കിച്ചിലിഡ് ഫിഷുകൾ പൂർണ്ണമായി ഇല്ലാതായി. അപ്പോൾ ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഏലിയൻ സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള, സോ വെൻ an alien species is introduced into an area that lead to extinction of indigenous species. എന്താ ഇൻഡിജനസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? അവിടെ താമസിക്കുന്ന, ഇൻഡിജനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള ആളുകൾ എന്നാണ് അർത്ഥം. ഓക്കെ, അവിടെ ഓൾറെഡി ഉള്ള ഇൻഡിജനസ് സ്പീഷീസുകളുടെ നാശത്തിലേക്ക് കാരണമാകും. സോ വെൻ an alien species is introduced into an area that lead to extinction of indigenous species in that area. ആ ഏരിയയിലെ ഇൻഡിജനസ് സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷന് കാരണമാകും. ഇനി നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലെ വന്ന ഒരാളാണ് ക്ലാരിയാസ് ഗാരിയപ്പിനസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആഫ്രിക്കൻ മുഷി. ഓക്കെ, നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളാണ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഓർ
ക്ലാരിയാസ് ഗാരിയപ്പിനസ്. ഈ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് കാരണം നമ്മുടെ നാട്ടിലെ സാധാരണ കാറ്റ് ഫിഷ്, അതാണ് അവർ ഇൻഡിജനസ് കാറ്റ് ഫിഷ്, നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന കാറ്റ് ഫിഷ്, ആ മുഷി എന്നാണ് അല്ലെ, മുഷി എന്ന് പറയാം, ആഫ്രിക്കൻ മുഷി, സാധാരണ മുഷി എന്നൊക്കെ, നമ്മുടെ ഇൻഡിജനസ് കാറ്റ് ഫിഷുകൾ നശിച്ചു പോവാൻ കാരണമാകും. ക്ലിയർ ആണ് കുട്ടിയെ? ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. നമ്മുടെ നാട്ടിലേക്ക് വന്ന മറ്റ് ഏലിയൻ സ്പീഷീസുകളാണ് ലെൻഡാന, അതുപോലെ തന്നെ വാട്ടർ ഹയാസിന്ത്, കേട്ടിട്ടുണ്ടാവില്ലേ? ടെറർ ഓഫ് ബംഗാൾ എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ എയ്ക്കോർണിയ എന്ന് പറയും. ഓക്കെ, അതുപോലെ പാർത്തീനിയം, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്ന മറ്റ് ഇൻവേസീവ് അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസുകളാണ്. ഇങ്ങനെ പുറമെ രാജ്യങ്ങളിൽ നിന്ന്, പുറം പ്രദേശത്തു നിന്ന് ഇങ്ങോട്ട് പുതിയ ആളുകൾ വന്നാൽ അവരിവിടെ വ്യാപിക്കുകയും നമ്മുടെ നാട്ടിലെ നോർമൽ സ്പീഷീസുകൾ, നമ്മുടെ നാട്ടിലുള്ള സ്പീഷീസുകൾ നശിക്കാൻ കാരണമാവുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് അവർ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. അതിൻ്റെ ഉദാഹരണങ്ങൾ എത്രയും പറയാം. നൗ വാട്ട് ഈസ് എക്സാമ്പിൾ ഓഫ് കോ എക്സ്റ്റിങ്ഷൻ? എന്താ കുട്ടികളെ? ഇഫ് എ ഹോസ്റ്റ് ഫിഷ് ബിക്കം എക്സ്റ്റിങ്ക്ട്, ഒരു ഹോസ്റ്റ് ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ പാരസൈറ്റ്സ് ഓൾസോ എക്സ്റ്റിങ്ക്റ്റ്. കാരണം ആ ഫിഷ് ഇല്ലാതെ പാരസൈറ്റിന് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പറ്റില്ല. അതിപ്പോൾ ഏത് കേസിലും. ഇപ്പോൾ നോക്കൂ, ഒരു ഉദാഹരണം പറയാം. നമ്മൾ മലേറിയ പാരസൈറ്റ് ഉണ്ടല്ലോ, മലേറിയ ഉണ്ടാക്കുന്ന ജീവി അല്ലേ, ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിന് ജീവിക്കണമെങ്കിൽ ഈ ലോകത്ത് അനോഫിലസ് മൊസ്കിറ്റോ വേണം, മനുഷ്യനും വേണം. ഈ ലോകത്തുനിന്ന് മനുഷ്യരും അനോഫിലസ് മൊസ്കിറ്റോയും ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും പ്ലാസ്മോഡിയത്തിന് ജീവിക്കാൻ പറ്റൂല. സോ വെൻ എ ഹോസ്റ്റ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ദ പാരസൈറ്റ് ഓൾസോ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. സോ ദാറ്റ് ഈസ് കോ എക്സ്റ്റിങ്ഷൻ. മറ്റൊരു എക്സാമ്പിൾ, വെൻ എ പോളിനേറ്റർ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. ഞാനൊരു ചെടിയാണ്, എന്നെ പോളിനേറ്റ് ചെയ്യാനൊരു പോളിനേറ്റർ ഉണ്ട്. ആ പോളിനേറ്റർ ഇല്ലാണ്ടായാൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ പോളിനേഷൻ നടക്കുക? സോ യെസ്, ഞാനും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. സോ വെൻ എ പോളിനേറ്റർ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ദ പ്ലാന്റ് ഓൾസോ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ നിങ്ങൾക്ക് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം എക്സ്റ്റിങ്ഷൻ സംഭവിച്ചതിനൊരു ഉദാഹരണം പറയാൻ പറ്റുമോ കുട്ടികളെ? സ്റ്റെല്ലേഴ്സ് സീ കൗ. നോക്കൂ, ഈ അടുത്ത കാലത്ത് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചൊരു ജീവിയാണ് സ്റ്റെല്ലേഴ്സ് സീ കൗ. അയാൾക്ക് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാനുള്ള കാരണം ആ സ്റ്റെല്ലേഴ്സ് സീ കൗവിനെ വല്ലാണ്ട് പിടിച്ച് കഴിച്ച് തിന്ന് ഇല്ലാണ്ടാക്കിയതാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് പാസഞ്ചർ പീജിയൻ. ഇതൊക്കെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം നശിച്ചുപോയ ജീവികളാണ്, ഇല്ലാണ്ടായ ജീവികളാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? വെരി ഗുഡ്. നോ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻ സിറ്റു ആൻഡ് എക്സ് സിറ്റു അപ്രോച്ചസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വിത്ത് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. എന്താ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? ഓൺ സൈറ്റ് കൺസർവേഷൻ അല്ലേ, ഓൺ സൈറ്റ് കൺസർവേഷൻ. സോ ഹിയർ ദ ഓർഗാനിസംസ് ആർ, അല്ലെങ്കിൽ യെസ് അങ്ങനെ പറഞ്ഞാൽ മതി, ദ പ്ലാന്റ്സ് ഓർ ആനിമൽസ് അല്ലെങ്കിൽ ദ ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്. ഇൻ ഇൻസിറ്റു കൺസർവേഷൻ ദ ഓർഗാനിസംസ്, നമുക്ക് ഏത് ഓർഗാനിസത്തെയാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അയാളെ, ദ ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റേറ്റ്, അയാളുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. ബട്ട് ഇൻ എക്സിറ്റു കൺസർവേഷൻ ദ ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഓഫ് സൈറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ് അണ്ടർ സ്പെഷ്യൽ കെയർ, അണ്ടർ ഹ്യൂമൻ കെയർ. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ, when an organism become extinct അല്ലെങ്കിൽ almost extinct, the organism is almost becoming extinct and that need urgent conservative measures. വളരെ അർജന്റ് ആയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആകെ ലോകത്ത് വളരെ കുറച്ച് ജീവികൾ അവശേഷിക്കുന്നുള്ളൂ. സോ വി നീഡ് അർജന്റ് പ്രൊട്ടക്ഷൻ. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ഇൻസിറ്റു ആണോ എക്സിറ്റു ആണോ ചെയ്യുക? ഒരു ഓർഗാനിസം ഈസ് എക്സ്ട്രീംലി ത്രെറ്റൻഡ്, ആ ജീവി ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അർജന്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എക്സിറ്റു കൺസർവേഷൻ ആണ്. സോ ഇഫ് ദർ ഈസ് അർജന്റ് കൺസർവേറ്റീവ് മെഷർ നീഡഡ്, അർജന്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട മെഷർ ആവശ്യമുണ്ടെങ്കിൽ വി ഓൾവേസ് പ്രിഫർ എക്സിറ്റു മെത്തേഡ്. കാരണം നമുക്ക് വൈൽഡിൽ അതിനെ ഉപേക്ഷിക്കാൻ പറ്റൂല. അതിന് ഏതെങ്കിലും ജീവി വന്ന് പ്രിഡേഷൻ നടത്തിയാൽ പോലും, അതിന് മറ്റൊരു ജീവി വന്ന് ഭക്ഷിച്ചാൽ പോലും നമുക്ക് പ്രശ്നമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മുടെ കെയറിൽ കൊണ്ടുവന്ന് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. സോ ഇൻ സച്ച് കേസസ് വി പ്രിഫർ എക്സിറ്റു കൺസർവേഷൻ ഓർ ഓഫ് സൈറ്റ് കൺസർവേഷൻസ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ്, ഇതൊക്കെ ബേസ് ചെയ്ത് ചോദ്യം വരുന്നതുകൊണ്ടാട്ടോ. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ? പറയടാ. ബയോഡൈവേഴ്സിറ്റി, ഹോട്ട് സ്പോട്സ്, പിന്നെന്താടാ? വി ഹാവ് നാഷണൽ പാർക്സ്, വി ഹാവ് ബയോസ്ഫിയർ റിസർവ്സ്, പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ബയോസ്ഫിയർ റിസർവ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വെരി ഗുഡ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. പിന്നെന്താ ഉള്ളത്? വി ഹാവ് സാക്രഡ് ഗ്രൂവ്സ് അല്ലെ, സേക്രഡ് ഗ്രൂവ്സ്.
നമ്മുടെ ട്രഡീഷനിൽ, നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജീവികളെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കാവുകൾ എന്ന് പറയും. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് അനേകം കാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചില ടൗണിലൊക്കെ നടുവിൽ നമുക്ക് സർപ്പം. ഇപ്പോൾ എൻ്റെ വീട് കാടാമ്പുഴയാണ്. അപ്പോൾ കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു വലിയ കാടുണ്ട്. ആ കാടിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സോ ദ എൻറ്റയർ ഫോറസ്റ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഡ്യൂ ടു റിലീജിയസ് ബിലീഫ്സ്. സോ വാട്ട് എവർ ബി ദ റിലീജിയസ് ബിലീഫ്, സംതിങ് ഈസ് ഗെറ്റിംഗ് പ്രൊട്ടക്റ്റഡ് അല്ലേ. ദ നേച്ചർ ഈസ് ഗെറ്റിംഗ് പ്രൊട്ടക്റ്റഡ്. സോ ദാറ്റ് ഈസ് സേക്രഡ് ഗ്രൂവ്സ്. അപ്പോൾ ഇതും ഒരു ഇൻസിറ്റു കൺസർവേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒന്നാണ്. ഗവൺമെൻറ് അല്ല ചെയ്യുന്നതെങ്കിൽ പോലും it is also an in situ conservation method. So let's talk about off-site conservations. Can you give some examples of off-site conservation? Yes, very good. Zoological park അല്ലെങ്കിൽ zoo. Okay. Any other example? Botanical garden. Very good. Botanical garden. Any other example? എടാ സീഡ് ബാങ്ക്, സീഡ് ബാങ്ക്, നമ്മൾ സീഡുകളൊക്കെ സൂക്ഷിച്ച് വെക്കൂലേ, ഇറ്റ് ഈസ് ഓൾസോ ഒരു എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡാണ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അതിന് മുമ്പ് നമുക്ക് പറയേണ്ട ഒരു കാര്യമായിരുന്നു വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. ചിലപ്പോൾ ഇതൊക്കെ തന്നിട്ടേ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറയും. നമുക്കൊരു 3 മാർക്കിന് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മിക്കവാറും ലൈക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ വെയിറ്റേജ് ഓൾമോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്രാവശ്യം 3 മാർക്കോ 4 മാർക്കോ ആണ് മാക്സിമം. പക്ഷേ ഒരു 3 മാർക്ക് വരാൻ സാധ്യത ഉണ്ട് ഈ ചാപ്റ്ററിന്. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ 3 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ വി ഹാവ് വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്. And then we have cryopreservation technique of gametes. നമ്മൾ ജീവികളുടെ ഗാമീറ്റിനെ ക്രയോ പ്രിസർവേഷൻ അണ്ടർ -196°C വളരെ ചെറിയ ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ ഗാമീറ്റിനെ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഗാമീറ്റ് വയബിളായിട്ട് ജീവനോട് കൂടി അതിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഓൾ ദീസ് കംസ് ഇൻ ഓഫ് സൈറ്റ് കൺസർവേഷൻ. ഈ ഓഫ് സൈറ്റ് കൺസർവേഷൻ്റെ ചില ന്യൂ മെത്തേഡുകളാട്ടോ ഇതൊക്കെ. ഈ സീഡ് ബാങ്ക് ഒന്നും പണ്ടുള്ള കോൺസെപ്റ്റ് അല്ല. അതുപോലെ ക്രയോ പ്രിസർവേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എക്സിറ്റീവ് കൺസർവേഷൻ്റെ പുതിയ മെത്തേഡുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് രണ്ടും പറയാം. സീഡ് ബാങ്കും ക്രയോ പ്രിസർവേഷൻ ടെക്നിക്കുകളും പറയാൻ പറ്റും. Now the term biodiversity was popularized by which scientist? ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ ഇന്നലെ രാവിലത്തെ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹം ചിത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആരടാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിനെ പോപ്പുലറൈസ് ചെയ്തത്? വെരി ഗുഡ്, നമ്മുടെ വിൽസൺ സാർ അല്ലേ, എഡ്വേർഡ് വിൽസൺ. എഡ്വേർഡ് വിൽസൺ ആണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തത്. മറ്റൊരു ചോദ്യം, ആരെ മക്കളെ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പറഞ്ഞു തന്നത്? റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്, that is importance of species diversity to ecosystem. Who proposed? Very good, പോൾ ഏർലിച്ച് അല്ലേ. പോൾ ഏർലിച്ച് ആണ്, പോൾ ഏർലിച്ച് ആണ് അത് പ്രപ്പോസ് ചെയ്തത്. അനദർ ക്വസ്റ്റ്യൻ, ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്സ് ആരാ ചെയ്തത്? ഓർമ്മയുണ്ടാ? ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്സ് ആരാ ചെയ്തത്? ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്സ്, വെരി ഗുഡ്, ഡേവിഡ് ടിൽമാൻ. നമ്മുടെ ആദിത്യൻ MS, ആദിത്യൻ നമ്മളെ പണ്ട് മുതലുള്ള ചങ്കാണ് അല്ലേ. അപ്പോൾ ആദിത്യൻ ആദ്യമേ ആൻസർ പറഞ്ഞു, ഡേവിഡ് ടിൽമാൻ. നിങ്ങൾ വേറെ പലരുടെയും പേര് ഞാൻ വിളിക്കാത്ത ഉണ്ടാവും കേട്ടോ, ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് നോക്കുമ്പോൾ ആരെയാണോ കാണുന്നത് അവർ വിളിക്കുന്നതാണ്. പിന്നെ ആദിത്യനൊക്കെ നമ്മുടെ എല്ലാ ലൈവും പ്രത്യേകം പറയണ്ട, നമ്മുടെ എല്ലാ ലൈവും ഇപ്പം എജുപോർട്ട് ഇങ്ങനെ എക്സാം സീസണിലൊക്കെ നമുക്ക് 1000-2000 ആൾക്കാരൊക്കെ ലൈവ് കാണുന്നതിൽ പോലും നമ്മൾ എപ്പോൾ ഒരു ലൈവ് വെച്ചാലും ആ ലൈവിന് വരുന്ന കുറേ കുട്ടികളുണ്ട്, കുറേ അടിപൊളി പിള്ളേരുണ്ട്, ആൻഡ് അവർക്ക് അതിൻ്റെ മാർക്ക് കിട്ടാറുണ്ട് അല്ലേ. സോ എനിവേ, സോ നമ്മുടെ പാട്രിക് ഒക്കെ കുറേ വരുന്ന ആളാണ്. പാട്രിക് ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറയുമെങ്കിലും ഹീസ് നൈസ്, ഹി കം ടു ഓൾ ലൈവ്സ്. ഓക്കെ, ആൻസറും പറയും. സോ ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ് ചെയ്ത ആളാണ് ആര്? ഡേവിഡ് ടിൽമാൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ദെൻ ഓക്കെ, വേറൊരാൾ അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിക്കൂല, ഇന്നലെ ഫുള്ള് വർത്താനായിരുന്നു, ഞാൻ പേര് പറയില്ല. ഓക്കെ, ദെൻ ഇനി മറ്റൊരു ചോദ്യം നമുക്ക്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചോദ്യം വരാനുണ്ട്, തീരാൻ പോകും, ഇപ്പോൾ തീരും കേട്ടോ. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഇതാരാ പറഞ്ഞെന്ന്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ആരാ പറഞ്ഞെന്ന്? വെരി ഗുഡ്, വോൺ ഹംബോൾട്ട് അല്ലേ. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് നമുക്കിത് പറഞ്ഞു തന്നത്. ഓക്കെ, വെരി ഗുഡ്. സോ നൗ റൈറ്റ് 4 മേജർ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് നമ്മൾ പറഞ്ഞു. ഈവിൾ കോർട്ടറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നൗ ബയോഡൈവേഴ്സിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അറ്റ് 3 ലെവൽസ്. നമ്മൾ ഓൾറെഡി ആ ലെവൽസ് പറഞ്ഞിട്ടുണ്ട്. ഹൂ പോപ്പുലറൈസ്ഡ് ദ ടേം ബയോഡൈവേഴ്സിറ്റി? അവർ വിൽസൺ സാർ അല്ലേ, എഡ്വേർഡ് വിൽസൺ. Nowadays
The world is facing a problem of increased rate of species extinction due to human activities. Right, major causes നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് റിഗാർഡിങ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിനെ കുറിച്ചാണ് ഈ ചോദ്യം. എന്തായിരുന്നു ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്? നമ്മുടെ ഭൂമിയുടെ ഭൂമധ്യരേഖ, ഇക്വേറ്റർ. സോ ഈ ഇക്വേറ്ററിൽ നിന്ന്, ദിസ് ഈസ് യുവർ ഇക്വേറ്റർ, ഭൂമധ്യരേഖ. ഈ ഇക്വേറ്ററിൽ നിന്ന് നിങ്ങൾ 2 പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച്, ദീസ് ആർ പോൾസ് അല്ലേ, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ബയോഡൈവേഴ്സിറ്റി ഡിക്രീസസ്. സോ ദ ബയോഡൈവേഴ്സിറ്റി ഡിക്രീസസ് as we move away from equator towards poles. as we move from equator towards poles, നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. നോക്കൂ, ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ്. എന്താണ്? ട്രോപ്പിക്കൽ റീജിയൻ. ഇക്വേറ്ററിൻ്റെ പ്രദേശത്തെ, ഇക്വേറ്റർ അടങ്ങുന്ന ആ ഒരു റീജിയനെ മൊത്തത്തിൽ നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ് പറയുക. ഇനി അതിനപ്പുറത്തുള്ള ഈ ഒരു ഭാഗത്തെ ശൈത്യരാജ്യങ്ങൾ, ശൈത്യപ്രദേശങ്ങൾ എന്ന് പറയും, ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയും. എന്താ പറയുക? ഈ 2 ഭാഗത്തെ ട്രോപ്പിക്സ് കഴിഞ്ഞാൽ ടെമ്പറേറ്റ് റീജിയൻ, ശൈത്യരാജ്യങ്ങൾ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പോളാർ രാജ്യങ്ങൾ, അതിശൈത്യ രാജ്യങ്ങൾ, പോളാർ റീജിയൻ, അതിശൈത്യ പ്രദേശം. ഇങ്ങനെയാണ്. സോ വി ഹാവ് ട്രോപ്പിക്സ്, ടെമ്പറേറ്റ്, പോളാർ റീജിയൻ. അതിശൈത്യ പ്രദേശം, മിതശൈത്യ പ്രദേശം. അതാണ് മിതശീതോഷ്ണ പ്രദേശം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. മിതോഷ്ണ പ്രദേശങ്ങൾ, മിതശീതോഷ്ണ പ്രദേശങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ആക്ച്വലി ടെമ്പറേറ്റ് റീജിയൻ. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള ഭാഗം ട്രോപ്പിക്കൽ റീജിയൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രോപ്പിക്സിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ, അതാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്, ട്രോപ്പിക്കൽ റീജിയണിൻ്റെ പ്ലൂരലായിട്ട്. സോ ട്രോപ്പിക്സിൽ എന്തുകൊണ്ടാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മോർ എന്ന് ചോദിച്ചാൽ, യു ക്യാൻ ഗീവ് അറ്റ്ലീസ്റ്റ് 2 റീസൺസ്. എന്തൊക്കെയാ? നമ്പർ 1, ഒന്നാമത്തെ കാര്യം എന്താ കുട്ടികളെ? 3 റീസൺസ്. നിങ്ങൾ 3 റീസൺസും അങ്ങ് പഠിച്ചേക്കും. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ലുക്ക്, ഒരുപാട് കാലത്തെ എവല്യൂഷൻ നടന്നതാണല്ലോ പലതരം ജീവികൾ ഉണ്ടായത്. പക്ഷെ ഭൂമിയുടെ ഒരുപാട് കാലത്തെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ദ ട്രോപ്പിക്സ് വേർ ദ ടെമ്പറേറ്റ് റീജിയൻ വേർ അണ്ടർഗോൺ ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻസ് ഇൻ ദ പാസ്റ്റ്. ടെമ്പറേറ്റ് റീജിയനിൽ പാസ്റ്റ് ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ടെമ്പറേറ്റ് റീജിയൻ. സോ ദ ടെമ്പറേറ്റ് റീജിയൻ ഹാവ് അണ്ടർഗോൺ ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരുപാട് തവണ ഗ്ലേസിയേഷൻസ്, മഞ്ഞ് വീഴ്ച, മഞ്ഞിൽ മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ മഞ്ഞ് കട്ടാന്ന, മഞ്ഞ് പാളികളിൽ ഇങ്ങനെ മൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ജീവികൾക്കൊന്നും ഇവല്യൂഷൻ നടന്നു വരാൻ പറ്റിയിട്ടില്ല. അതേ സമയത്ത് ദ ട്രോപ്പിക്സ് വേർ relatively undisturbed. the tropics were relatively undisturbed. അത്തരം ഡിസ്റ്റർബൻസുകളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല? ട്രോപ്പിക്സിൽ ഉണ്ടായിരുന്നില്ല. സോ മോർ എവല്യൂഷൻ took place here. ഇവിടെ കൂടുതൽ എവല്യൂഷൻ നടന്നു. അത് കാരണം മോർ സ്പീഷീസ് ആർ അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്. 1 റീസൺ. സെക്കൻഡ് റീസൺ, ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ. നോക്കൂ, ഈ ടെമ്പറേറ്റ് റീജിയൻസിനൊക്കെ പ്രത്യേകത, അവിടെ ഇടയ്ക്ക് മഞ്ഞ് വീഴുന്ന മഞ്ഞുകാലമൊക്കെ വരും. അപ്പോൾ ഈ മഞ്ഞിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ജീവികൾക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. മഞ്ഞിലും മഞ്ഞില്ലാത്തപ്പോഴും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജീവികൾക്കും മഞ്ഞിനൊക്കെ ഫുള്ള് തണുപ്പിൽ സർവൈവ് ചെയ്യാൻ പറ്റും? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ നമ്മുടെ ഇവിടെ അങ്ങനെ മഞ്ഞൊന്നും വീഴല് വെരി വെരി റെയർലി അല്ലേ, അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. സോ വി ആർ ഹാവിങ് ലെസ് സീസണൽ എൻവയോൺമെൻറ്റ്. സോ ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ. സോ മോർ സ്പീഷീസ് ആർ അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്, മോർ സ്പീഷീസ് ആർ പ്രസൻറ്റ് ഇൻ ട്രോപ്പിക്സ്. അടുത്ത കാര്യം, മോർ സോളാർ എനർജി അവൈലബിൾ, മോർ സൺലൈറ്റ് അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്. ട്രോപ്പിക്സിലാണ് ഏറ്റവും കൂടുതൽ സോളാർ എനർജി കിട്ടുക. സോ ലുക്ക്, സൺ ഈസ് ദ സെലഷ്യൽ സോഴ്സ് ഓഫ് ഓൾ എനർജി ഇൻ ദ പ്ലാനറ്റ്. ഭൂമിയിലെ എനർജിയിലെ, ഭൂമിയുടെ ഫുഡിൻ്റെയും ഫുഡ് എനർജിയുടെയും ഒക്കെ സെലഷ്യൽ സോഴ്സ്, അൾട്ടിമേറ്റ് സ്രോതസ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ എക്കോസിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ, സൺ ഈസ് ദ അൾട്ടിമേറ്റ് സെലഷ്യൽ സോഴ്സ് ഓഫ് എനർജി എന്ന്. സണ്ണിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ടാണ് പ്ലാന്റുകൾ എന്തുണ്ടാക്കുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. ആ പ്ലാന്റിലെ ഫുഡ്, പ്ലാന്റുകളും ആൽഗകളും ഉണ്ടാക്കുന്ന ഫുഡിനെ ആശ്രയിച്ചിട്ടാണ് ഈ ലോകത്തെ ഓൾ ഓർഗാനിസംസ് അല്ലെ, എല്ലാ ജീവികളും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. എല്ലാ ഫുഡ് ചെയിനിൻ്റെയും തുടക്കം അവിടെ നിന്നാണ്. സോ മോർ plant production occur in tropics. So more solar energy available in tropics, that lead to more plant production. പ്ലാന്റുകൾ കൂടുതൽ, മോർ ബയോമാസ് പ്രൊഡക്ഷൻ ബൈ പ്ലാന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ലീഡ് ടു മോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്സ്. ഈ 3 പോയിന്റ്സ് എൻ്റെ കുട്ടികൾ എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് ദാറ്റ് 3 മാർക്ക്. You can back that 3 mark. Now select
a cause of extinction of kitchlid fish in Lake Victoria of East Africa? ഏതാടാ മക്കളെ? ഏതാടാ മക്കളെ? Very good. Very good. Alien species invasion. Now, the tropical Amazonian rainforest in South America has the greatest biodiversity on earth. Do you agree with this statement? Explain. അപ്പോൾ ഇത് ഒരു തവണ മാത്രം ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ എന്താ പറയുക, ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ സ്പീഷീസുകളുടെ എണ്ണമൊക്കെ NCERT തരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഈസ് ദ ഗ്രേറ്റ് അല്ലെങ്കിൽ ഈസ് ദ ലാർജസ്റ്റ് ഫോറസ്റ്റ് ഓൺ ദ പ്ലാനറ്റ്. പ്ലാനറ്റിലെ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. It has variety of organisms, all kind of variety of plants and animals, different varieties of plants and animals. അതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് it produce 20% of oxygen in എർത്ത്സ് അറ്റ്മോസ്ഫിയർ. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ അല്ലാതെ നിങ്ങൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. അവിടെയുള്ള ജീവികളുടെ എണ്ണമൊക്കെ NCERT തന്നിട്ടുണ്ട്. യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ഓൾ ദോസ് എണ്ണംസ്. ആ എണ്ണംസ് ഒന്നും ആ നമ്പേഴ്സും നിങ്ങൾ പഠിക്കേണ്ട. 20% of oxygen in എർത്ത് അറ്റ്മോസ്ഫിയർ is produced by this Amazon rainforest, and that's why it is called the lungs of the planet അല്ലെങ്കിൽ lung of the planet. നമ്മുടെ പ്ലാനറ്റിൻ്റെ നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് ഇയാളെ പറ്റി പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി. ഈ ചാപ്റ്റർ കഴിഞ്ഞു മോളെ, കഴിഞ്ഞു കേട്ടോ, ചാപ്റ്റർ കഴിഞ്ഞു. വിച്ച് എമംഗ് ദ ഫോളോയിങ് ബിലോങ്സ് ടു എക്സിറ്റീവ് കൺസർവേഷൻ? വൈൽഡ് ലൈഫ് സാങ്ച്വറി പറ്റൂല, ബയോസ്ഫിയർ റിസർവ് പറ്റൂല, സുവോളജിക്കൽ പാർക്ക് പറ്റും, സേക്രഡ് ഗ്രൂപ്പ് പറ്റൂല, നാഷണൽ പാർക്ക് പറ്റൂല. ക്ലിയർ ആണല്ലോ? വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് ആണെങ്കിൽ പറ്റുമായിരുന്നു. ഓക്കെ, ദിസ് ഈസ് അഗൈൻ ഈവിൾ കോർട്ടറ്റ്. അടുത്ത സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ചോദ്യമാണ്. നെയിം SAC ആൻഡ് Z ഇൻ ദ ഗ്രാഫ്. എന്താണ് ഈ ഗ്രാഫിൽ? നോക്കൂ, ആക്ച്വലി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ അദ്ദേഹം ഉണ്ടാക്കിയ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇക്വേഷൻ എന്ന് S=CA⁻Z. സോ വാട്ട് ഈസ് S=, സ്പീഷീസ് റിച്ച്നെസ് അല്ലേ, സ്പീഷീസ് റിച്ച്നെസ്. Okay, then what is A? A equal to area, C equal to y-intercept അല്ലേ. Now what is Z? Z എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. ക്ലിയർ ആണ് കുട്ടികളെ? സ്ലോപ്പ്. വെരി ഗുഡ്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ലോഗരിതം ഉപയോഗിച്ച് വരച്ച ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ഗ്രാഫിൻ്റെ തീറ്റ സ്ലോപ്പ് അതാണ് Z അല്ലേ. നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്നൊക്കെ പറയാം. നിങ്ങൾ സിംപ്ലി സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പഠിച്ചാലും മതി. നൗ നെയിം ദ സയൻറ്റിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. നോക്കൂ, വേറൊരു കാര്യം, ഈ Z-ൻ്റെ വാല്യൂ, ലുക്ക് ഗൈസ്, ദ വാല്യൂസ് ഓഫ് Z-ൻ്റെ വാല്യൂ ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ടാക്സോണമിക്കൽ ഗ്രൂപ്പ് ആൻഡ് ഏരിയ. നിങ്ങൾ ഏരിയ ഏതോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ കോഴിക്കോട്ടെ ബേർഡ്സിനെ കുറിച്ച് പഠനം നടത്തിക്കോ, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് വരച്ചോ, ഒരു ഗ്രാഫ് വരച്ചു നോക്കുക. അല്ലെങ്കിൽ മലപ്പുറത്തെ ആനിമൽസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ പാലക്കാട്ടെ പ്ലാന്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഫംഗസുകളെ കുറിച്ച്, ഏതെങ്കിലും ജീവികളെ കുറിച്ച്, ഇറസ്പെക്റ്റീവ് ഓഫ് ടാക്സോണമിക്കൽ ഗ്രൂപ്പ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ റീജിയൻ ഉൾപ്പെടുന്ന ഒരു പഠനം, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നടത്തുക. അങ്ങനെ ചെറിയ റീജിയൻ ഉൾപ്പെടുന്ന പഠനം നടത്തിയ ഈ Z-ൻ്റെ വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 0.1 to 0.2ൻ്റെ ഇടയിലായിരിക്കും Z-ൻ്റെ വാല്യൂ ഉണ്ടാവുക. ബട്ട് ഇഫ് യു ആർ കൺസിഡറിങ് ലാർജ് ഏരിയാസ് ലൈക്ക് എൻറ്റയർ കോണ്ടിനെൻറ്റ്, നിങ്ങളിപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ബേർഡ്സിനെ ഉൾപ്പെടുന്ന ഒരു വലിയ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ വലിയ ഏരിയകൾ എടുത്ത് നിങ്ങൾ പഠനം നടത്തിയാൽ Z-ൻ്റെ വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 0.6 to 1.2ൻ്റെ ഇടയിലായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ലൈക്ക് ഏരിയ ഏതാണ് അല്ലെങ്കിൽ ഏത് ജീവിയാണ് നിങ്ങൾ പഠിക്കുന്നത്, ദാറ്റ് നെവർ മാറ്റേഴ്സ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, ഇഫ് യു ആർ സ്റ്റഡിയിങ് സ്മോൾ ഏരിയാസ്, നിങ്ങൾ ചെറിയ ചെറിയ ഏരിയകൾ എടുത്ത് പഠനം നടത്തി കഴിഞ്ഞാൽ, ഏരിയകളുടെ സൈസ് ചെറുതാണെങ്കിൽ Z-ൻ്റെ വാല്യൂ ഈ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇഫ് യു ആർ കൺസിഡറിങ് ലാർജ് ഏരിയാസ് ലൈക്ക് എൻറ്റയർ കോണ്ടിനെൻറ്റ്, ഒരു കോണ്ടിനെൻറ്റ് മൊത്തമൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ Z-ൻ്റെ വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 0.6 to 1.2. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ചോദ്യം വരാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 3 സ്ഥലത്ത് Z വാല്യൂ തരികയാണ്, 0.1, ദെൻ 0.15, 0.2, 0.25, 4 സ്ഥലത്ത് Z-ൻ്റെ വാല്യൂ തന്നു. ഇതിൽ ഏത് സ്ഥലത്താണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ, എവിടെയാണോ Z-ൻ്റെ വാല്യൂ കൂടുതൽ അവിടെയായിരിക്കും സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. ക്ലിയർ ആണോ? ഈ 2 രീതിയിലുള്ള ചോദ്യം വരാം. എവിടെയാണ് Z-ൻ്റെ വാല്യൂ കൂടുതൽ അവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. ക്ലിയർ ആണല്ലോ? നൗ ദ ആക്സിലറേറ്റഡ് റേറ്റ്സ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ദാറ്റ് ദ വേൾഡ് ഈസ് ഫേസിംഗ് ടുഡേ ഈസ് ലാർജ്ലി ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. തള്ളി മറിക്കുക തന്നെ. ലുക്ക്,
there are actually mass extinctions before humans in this world. ഈ ലോകത്ത് മനുഷ്യൻ വരുന്നതിന് മുമ്പ് പലപ്പോഴും മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഫോസിലുകളായിട്ട് നമുക്ക് പലപ്പോൾ എന്താ പറയുക, ജിറാഫ്, ഐ എം സോറി, ഫോസിലുകളായിട്ട് നമുക്ക് വരുന്ന എന്താ പറയുക, ഡിനോസേഴ്സ് അല്ലേ, ഡൈനോസേഴ്സും അത്തരം പല ജീവികളുടെയും ഫോസിൽ കിട്ടാറില്ലേ. അവന്മാരൊക്കെ എങ്ങനെ നശിച്ചെന്നറിയോ? ത്രൂ സം മാസ് എക്സ്റ്റിങ്ഷൻസ്. ഈ ലോകത്തുള്ള ജീവികളൊക്കെ കൂടെ മാസ് എക്സ്റ്റിങ്ഷൻ ഒന്നിച്ചിങ്ങനെ പതിയെ പതിയെ നശിച്ചു പോകുന്ന ഒരുപാട് മാസ് എക്സ്റ്റിങ്ഷൻ എപ്പിസോഡുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ദർ വേർ മെനി എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ ഇൻ പ്രീ ഹ്യൂമൻ ടൈംസ്. ഈ ലോകത്തേക്ക് മനുഷ്യൻ എവല്യൂഷൻ നടന്ന് മനുഷ്യൻ ഉണ്ടായി വരുന്നതിന് മുൻപ് തന്നെ ഈ ലോകത്ത്, ഈ പ്ലാനറ്റിൽ ഒരുപാട് ദർ വേർ മെനി എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ ബിഫോർ ഹ്യൂമൻസ് ഇൻ പ്രീ ഹ്യൂമൻ ടൈംസ്. എന്താ പ്രീ ഹ്യൂമൻ ടൈംസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വരുന്നതിന് മുൻപുണ്ടായിരുന്നു. ബട്ട് the mass extinction taking place right now, ഇപ്പോഴും ഒരു മാസ് എക്സ്റ്റിങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ജീവികൾ ഇങ്ങനെ പതിയെ പതിയെ നശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് ഈ മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ബട്ട് നൗ the mass extinction in human time, in human era, മനുഷ്യനുള്ള സമയത്ത് നടക്കുന്ന this mass extinction is, the speed is much higher when compared to pre-human times. മനുഷ്യന്റെ മുൻപുള്ള പ്രീ ഹ്യൂമൻ ടൈമിന്, ഇതൊക്കെ വളരെ റെയർലി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ അതുകൂടെ ആഡ് ചെയ്താൽ, മനുഷ്യന് മുൻപുണ്ടായിരുന്ന എക്സ്റ്റിങ്ഷനേക്കാൾ എത്രയോ 1000 ഇരട്ടി സ്പീഡിലാണ് ഇപ്പോഴത്തെ എക്സ്റ്റിങ്ഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്. ഉദാഹരണത്തിന് നമ്മളുള്ള കാലത്ത് നമ്മുടെ ഡ്യൂ ടു അവർ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ദാറ്റ് ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് പാസഞ്ചർ പിജിയൻ, സ്റ്റെല്ലേഴ്സ് സീക്കൗ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഡ്യൂ ടു ഹാബിറ്റാറ്റ് ലോസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ദാറ്റ് ലീഡിങ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ്. സോ ദ ഹാബിറ്റാറ്റ് ലോസ് ഒക്കറിങ് ഡ്യൂ ടു അവർ ഡിഫോറസ്റ്റേഷൻ. നമ്മൾ നിരന്തരമായിട്ട് ഡിഫോറസ്റ്റേഷൻ നടത്തുകയാണ്. ഫോർ അവർ അഗ്രികൾച്ചറൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് വി ആർ ഡൂയിങ് മാസ് ഡിഫോറസ്റ്റേഷൻ. സോ ഓൾ ദീസ് കോൺട്രിബ്യൂട്ട് ടു എക്സ്റ്റിങ്ഷൻ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? റെഡിയാണോ? വെൻ വി കൺസർവ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹോൾ എക്കോസിസ്റ്റം, ഇറ്റ്സ് ബയോഡൈവേഴ്സിറ്റി അറ്റ് ഓൾ ലെവൽസ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഇത് ആരെക്കുറിച്ചാണ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരെക്കുറിച്ചാണ്? നമ്മളൊരു എക്കോസിസ്റ്റത്തെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യുക, അപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ആവും. ദാറ്റ് ഈസ് നമ്മളൊരു കാട് മൊത്തം സംരക്ഷിക്കുകയാണ്. ഒരു ജീവിനെ മാത്രമല്ല, ഒരു ജീവിനെ സംരക്ഷിക്കാൻ തന്നെ ഒരു കാടിനെ മൊത്തത്തിൽ സംരക്ഷിക്കുന്നു. അപ്പോൾ ആ ജീവിയും അവിടെയുള്ള എല്ലാ ജീവികളും സംരക്ഷിക്കപ്പെടും. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഇൻ സിറ്റു കൺസർവേഷൻ അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. നൗ സാക്രഡ് ഗ്രൂവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻ സിറ്റു കൺസർവേഷൻ. ശരിയല്ലേ? ശരിയാണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഹാവ് ലോ ഡിഗ്രി ഓഫ് എൻഡമിസം. ഇത് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? വാട്ട് ഈസ് എൻഡമിസം? വാട്ട് ഈസ് എൻഡമിസം? എന്താണ് എൻഡമിസം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എൻഡമിസം? എന്താണ് മക്കളെ എൻഡമിസം എന്ന് പറഞ്ഞാൽ? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ അത് കുഴപ്പമില്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് പോയിന്റ്സ് എല്ലാം തന്നെ ഓക്കെ. സോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം, ആരൊരാൾ ചോദിച്ചുകൊണ്ട്. എൻഡമിസം എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ചില ജീവികളുണ്ട്, അവർ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ഇല്ല. ഇപ്പം മനുഷ്യൻ ലോകത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ? മുയൽ ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ചില ജീവികൾ, ഇപ്പോൾ പാതാള തവള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില ജീവികളുണ്ട്, ദേ ആർ പ്രസൻറ്റ് ഓൺലി ഇൻ ദാറ്റ് റീജിയൻ. നിങ്ങൾക്ക് വേറെ എവിടെയും കാണില്ല. സോ ഓർഗാനിസംസ് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ ഏരിയ ആൻഡ് നോട്ട് സീൻ എനിവേർ എൽസ്. ഒരു പ്രത്യേക സ്ഥലത്ത് കാണുന്ന ജീവികൾ, ദേ ആർ നോട്ട് സീൻ എനിവേർ എൽസ്. സച്ച് ഓർഗാനിസംസ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എൻഡമിസം. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ അതിനാണ് നമ്മൾ എൻഡമിസം, അല്ലെങ്കിൽ അവർ നമ്മൾ എൻഡമിക് ഓർഗാനിസംസ് എന്ന് പറയും. ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു എ പർട്ടിക്കുലർ ഏരിയ നോട്ട് സീൻ എനിവർ എൽസ്. ഓക്കെ, അതാണ് എൻഡമിസം. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എൻഡമിസം വളരെ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ പശ്ചിമഘട്ടം നശിച്ചാൽ ഒരുപാട് ജീവികൾ നശിക്കും. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരുപാട് ജീവികൾ നശിക്കും. അപ്പോൾ ഹോട്ട്സ്പോട്ടുകളുടെ പ്രത്യേകത, ഹോട്ട്സ്പോട്ട് ഷോ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. അപ്പോൾ ഇത് തെറ്റാണ്. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് വെൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻ എ പർട്ടിക്കുലർ സ്പീഷീസ് ഇൻക്രീസസ്. ഇത് ശരിയാണോ? ഇപ്പോൾ ഒരുപാട് ആനകൾ ലോകത്തുണ്ട്, പക്ഷെ ബാക്കി ജീവികളെല്ലാം ചത്തുപോയി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് അർത്ഥം അല്ല. ഒരു സ്പീഷീസിൽ ഒരുപാട് ആൾ കൂടിയിട്ട് കാര്യമില്ല. എല്ലാ സ്പീഷീസുകളും, വ്യത്യസ്ത സ്പീഷീസുകൾ വേണം, അപ്പോഴാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുക. അപ്പോൾ ഇതും തെറ്റാണ്. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് വെൻ നമ്പർ ഓഫ് ഓർഗാനിസം ഇൻ എ പർട്ടിക്കുലർ സ്പീഷീസ്. ഒരു സ്പീഷീസിൽ ആളുടെ എണ്ണം കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ എലോൺ ഈസ് കറക്റ്റ്. അല്ല, എ മാത്രമാണ് കറക്റ്റ്, ബാക്കിയൊക്കെ തെറ്റാണ്. റെഡിയല്ലേ കുട്ടികളെ? വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? എന്താണ് ബയോഡൈവേഴ്സിറ്റി? യെസ്, ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി. ബാക്കിയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആട്ടോ. ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി. എന്താ മക്കളെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി?
ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത് കേട്ടോ. ഭൂമിയിലുള്ള നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത്. അതിന് നമ്മൾ മൊത്തത്തിൽ പലതരം ജീവികളെ, പല വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് ബയോ ഡൈവേഴ്സിറ്റി. ക്ലിയർ ആണോടാ? ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ എൻ്റെ കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, റെഡിയാണോ ഗൈസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞു തരട്ടെ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ, ഐ വിൽ ചേഞ്ച് ഇറ്റ് 1 സെക്കൻഡ്. ഓക്കെ, സോ ലുക്ക് ഗൈസ്. ഓക്കെ ശരി. സോ ഒരു കാര്യം വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരാം, എന്നിട്ട് പൊക്കോ. ദാറ്റ് ഈസ് റിഗാർഡിങ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? വാട്ട് ആർ ദ പ്രോഗ്രാംസ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രോഗ്രാം ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വളരെ പെട്ടെന്ന് ഏതൊക്കെയാണ്? ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? വെരി ഗുഡ്. ഒന്നാമത്തതാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. രണ്ടാമത്താണ് RCH പ്രോഗ്രാം. വെരി ഗുഡ്. ഒന്നാമത്തെ ചോദ്യം മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ആംനയോസെൻറ്റസിസ്, വൈ ഇറ്റ് ഈസ് ബാൻഡ്? എന്താണ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് തള്ളി ഉത്തരം എഴുതാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്, ആളുകൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അവയർനെസ് കൊടുക്കുക, സെക്സ് അബ്യൂസിനെ പറ്റി അവയർനെസ് കൊടുക്കുക, യൂസ് ഓഫ് കോണ്ടംസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, അവയർനെസ് റിഗാർഡിങ് സെക്സ് ഓർഗൻസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, അബൌട്ട് ചൈൽഡ് ബർത്ത് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തള്ളി മറിക്കാം. ഓക്കെ, അത് വിട്. ലെറ്റ്സ് ടോക്ക് ആംനിയോസെൻറ്റസിസ്. ആംനിയോസെൻറ്റസിസ് നമ്മൾ എന്താ ചെയ്യുന്നത്? സോ ലുക്ക്, ഓക്കെ, സോ ഒരു പ്രഗ്നൻറ്റ് മദറിനെ എടുത്തു കഴിഞ്ഞാൽ ഈ മദറിനകത്ത് കുട്ടി കിടക്കുന്നത് ആംനയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡിലാണല്ലേ ഈ ഫീറ്റസ് കിടക്കുന്നത്. സോ ദ ഫീറ്റസ് ലൈസ് ഇൻ എ ഫ്ലൂയിഡ് കോൾഡ് ആംനയോട്ടിക് ഫ്ലൂയിഡ്. സോ വിത്തിൻ ദ യൂട്രസ് ദ ഫീറ്റസ് ലൈസ് ഇൻ ആംനയോട്ടിക് ഫ്ലൂയിഡ്. സോ വി ആർ കളക്ടിങ് ദ ആംനയോട്ടിക് ഫ്ലൂയിഡ്. ദ ആംനയോട്ടിക് ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് ഫീറ്റൽ ക്രോമസോംസ്. സോ വി കളക്ട് ദ ആംനയോട്ടിക് ഫ്ലൂയിഡ് ആൻഡ് എക്സാമിൻഡ് ഫോർ ഫീറ്റൽ ക്രോമസോം. ഫീറ്റൽ ക്രോമസോം നോക്കാൻ വേണ്ടി നമ്മൾ ആംനയോട്ടിക് ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യുന്നു അല്ലേ. സോ ഇൻ amniocentesis, amniotic fluid is collected. Amniotic fluid is collected and examined for fetal chromosomes. നമുക്ക് എന്തിനൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും? എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും? ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ, കുട്ടിയുടെ സെക്സ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഫോർ ഡിറ്റക്റ്റിംഗ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഓർ ജനറ്റിക് ഡിസോർഡേഴ്സ്. കുട്ടിക്ക് ക്രോമസോമൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് ബാൻഡ് ഇൻ ഇന്ത്യ ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ. വൈ? ടു പ്രിവെൻറ്റ് എന്ത് പ്രിവെൻറ്റ് ചെയ്യാനാ? ഫീമെയിൽ ഫീറ്റിസൈഡ്സ് അല്ലേ. പണ്ടൊക്കെ ഇവർ ആംനിയോസെൻറ്റസിസ് ചെയ്തുകൊണ്ട് ഫീറ്റസ് പെൺകുട്ടികളാണെന്ന് അറിഞ്ഞാൽ MTP ചെയ്ത് ആ കുട്ടികളെ അബോർഷൻ നടത്തുമായിരുന്നു. അതാണ് MTP അല്ലേ. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഫീമെയിൽ ഫീറ്റസിനെ കൊല്ലുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ. ടു പ്രിവെൻറ്റ് ഫീമെയിൽ ഫീറ്റിസൈഡ് ആംനിയോസെൻറ്റസിസ് ഈസ് ബാൻഡ് ഇൻ ഇന്ത്യ. വെരി ഗുഡ്, വെരി ഗുഡ്. അത് തീർന്നു. അടുത്ത നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ആർ ദ റീസൺസ് ഫോർ അവർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? We have better health care facilities right now. We have decreased death rate right now. We have decreased IMR right now and MMR. നമ്മുടെ IMR MMR ഒക്കെ കുറഞ്ഞു. What is IMR? Infant mortality rate.
വാട്ട് ഈസ് IMR? ഫുൾ ഫോം ചോദിക്കും, മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലേ. അതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ്. ഇതൊക്കെ കുറഞ്ഞു. അത് നമ്മുടെ പോപ്പുലേഷൻ ഭയങ്കര കൂടുകയാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കുന്നത്? നമ്പർ 1, പ്രൊമോട്ടിംഗ് സ്മോളർ ഫാമിലീസ് ത്രൂ വേരിയസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഗവൺമെൻറ് ആളുകളിലേക്ക് നിരന്തരമായിട്ട് അവയർനെസ് കൊടുക്കുന്നത് റിഗാർഡിംഗ് സ്മോളർ ഫാമിലീസ്. സോ പ്രൊമോട്ടിംഗ് സ്മോളർ ഫാമിലീസ് ത്രൂ വേരിയസ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ദെൻ റേസിംഗ് ഓഫ് മാരിയജബിൾ ഏജ് ഓഫ് മെയിൽസ് ടു 21 ആൻഡ് ഫീമെയിൽസ് ടു 18. പെൺകുട്ടികളുടേത് 18 ആയിട്ടും ആൺകുട്ടികളുടെ 21 ആയിട്ടും ഗവൺമെൻറ് പണ്ട് ഉയർത്തിയത് ഈ കാര്യം കൂടെ മുന്നിൽ കണ്ടിട്ടായിരുന്നു. ദെൻ ഇൻസെൻറ്റീവ്സ് ഗിവൺ ടു കപ്പിൾ വിത്ത് സ്മോളർ ഫാമിലീസ്. 1-2 കുട്ടികൾ മാത്രമുള്ള കപ്പിൾസിന് നമ്മുടെ രാജ്യം ഇപ്പോൾ ചെയ്യുന്നില്ല, ബട്ട് പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻസെൻറ്റീവ്സ് ഗിവൺ ടു കപ്പിൾ വിത്ത് സ്മോളർ ഫാമിലീസ്. സ്മോളർ ഫാമിലിയുള്ള കപ്പിളിന് എന്തെങ്കിലുമൊക്കെ പുതിയ എന്താ പറയുക, അവർക്ക് പുതിയ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ്, പരിഗണനകൾ കൊടുക്കുക എന്നുള്ളത് ക്ലിയർ അല്ലേ. അതുപോലെ ഇത് ചോദിക്കും, ഹം ദോ ഹമാരേ ദോ. ഇത്തരം സ്ലോഗൻ എന്തുമായി ബന്ധപ്പെട്ടാണ്? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് സ്മോളർ ഫാമിലീസ്. സ്മോളർ ഫാമിലീസിനെ കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കാനാണ് നാം 2 നമുക്ക് 2 അല്ലേ. ഇപ്പോൾ നാം 1 നമുക്കൊന്നാണ്. പക്ഷെ നമുക്ക് 1 വേണ്ട. കാരണം എന്താ പറയുക, എൻ്റെ അഭിപ്രായത്തിൽ 2 ഒക്കെ ഉണ്ടായിക്കോട്ടെ. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്ര നല്ലോണം നോക്കിയാലും മനുഷ്യന്മാരാണ്. ഏതൊരു ഹെർഡിലും ചില മനുഷ്യന്മാർ ചിലപ്പോൾ അലമ്പായി പോകും. അങ്ങനെ നമുക്ക് ഉണ്ടായതാകെ അലമ്പായി നമ്മൾ അടിച്ചു കൊല്ലാൻ നോക്കിയാലോ? അപ്പോൾ അതിന് സംരക്ഷിക്കാനല്ലേ ഒരുത്തുണ്ടായ നല്ലതല്ലേ. അപ്പോൾ 2 ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഹം ദോ ഹമാരെ ദോ ഈസ് ബെറ്റർ ദാൻ ഹം 1 ഹമാരെ 1 അല്ലേ. ദോ ഉണ്ടായിക്കോട്ടെ, 1 ആക്കണ്ട. പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ശരി, ലീവ് ഇറ്റ്. ഓക്കെ, റെഡി അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? സ്ട്രാറ്റജിക് മൂവ്. അതാണ് കാരണം, നമുക്ക് പറയാൻ പറ്റൂലല്ലോ. 1 മാത്രമായിട്ട് 1 ഇതായി പിന്നെ ആകെ സങ്കടമാവും അല്ലേ. വാഴ വെച്ചാൽ മതിയെന്ന്, പിന്നെ രാത്രി 12 മണിക്ക് വാഴ വെക്കുകയല്ലേ. പക്ഷെ എന്നാലും അത് തമാശക്ക് നമ്മൾ വാഴേൻ്റെ കാര്യമൊക്കെ പറയുമെങ്കിൽ നമുക്കൊരു സങ്കടമാവും. അപ്പോൾ 1 എന്താ പറയുക, മുടിഞ്ഞു പോയാലും ഒന്നേലും നല്ലതുണ്ടെന്ന് പറയാമല്ലോ. 2 കൂടി ടീംസപ്പ് ആയി വരും. അത് പറയാൻ പറ്റില്ലല്ലേ, 2 കൂടി ടീമായിട്ട് നമ്മൾ അടിച്ചു ഓടിക്കുമെന്ന്. ഓക്കെ, വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ടു നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമുക്കുണ്ട്? വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ ഫോർ അസ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഓർമ്മയുണ്ടോ? എന്തൊക്കെ അവൈലബിൾ ആടാ? വി ഹാവ് നാച്ചുറൽ മെത്തേഡ്സ് അല്ലേ. നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നാച്ചുറൽ മെത്തേഡ്സ്? ഓർമ്മയുണ്ടോ? ലാക്ടേഷണൽ അമെനോറിയ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലാക്ടേഷണൽ അമെനോറിയ. പിന്നെ ഏതാ? പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. വെരി ഗുഡ്. അടുത്തത് ഏതാ? ലാസ്റ്റത്തെ ഏതാ? വിത്ത്ഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് അല്ലേ. വിത്ത്ഡ്രോവൽ മെത്തേഡ് ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്. എടാ, ലാക്ടേഷണൽ അമെനോറിയ എത്രാം മാസം വരെ പറ്റും? അപ് ടു 6 months ഫോളോയിങ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ കഴിഞ്ഞ 6 മാസം വരെ ഇഫ് യു ഇൻറ്റൻസ്ലി ബ്രസ്റ്റ് ഫീഡ് ദ ചൈൽഡ്, നിങ്ങൾ ചൈൽഡിന് നന്നായിട്ട് പാല് കൊടുത്താൽ മതി. നിങ്ങളുടെ കുട്ടിക്ക് ഇഫ് യു ഇൻറ്റൻസ്ലി ബ്രസ്റ്റ് ഫീഡ് ദ ബേബി, നിങ്ങൾ ബേബിക്ക് നന്നായിട്ട് പാല് കൊടുത്താൽ ദ ചാൻസ് ഓഫ് അല്ലെങ്കിൽ ദ എൻറ്റയർ ഇവൻറ്റ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്സ്. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ എല്ലാ ഇവൻറ്റും സ്റ്റോപ്പ് ചെയ്യും ഫോർ 6 months ഫോളോയിങ് പാർച്ചുറേഷൻ. സോ ദാറ്റ് ഈസ് ലാക്ടേഷണൽ അമെനോറിയ. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഏത് പീരീഡിലാണ് നിങ്ങൾ ആബ്സ്റ്റെയിൻ ചെയ്യേണ്ടത്? ഫ്രം ഡേ 10 to 17 അല്ലേ. ഡേ 10 to 17 ഈസ് കോൾഡ് ഫെർട്ടൈൽ പീരീഡ്. ഈ ഫെർട്ടൈൽ പീരീഡിൽ കോയിറ്റസിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ശരിയല്ലേ? വിത്ഡ്രോവൽ എന്താ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയില്ല കേട്ടോ. ഇനി അടുത്തതാണ് ബാരിയർ മെത്തേഡ്. ഏതൊക്കെയാടാ? ഒന്ന് കോണ്ടംസ്. കോണ്ടത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട് കോണ്ടത്തിന്. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ആൻഡ് കോണ്ടത്തിന് ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഇറ്റ് പ്രിവെൻറ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് STI, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിൻ്റെ ട്രാൻസ്മിഷൻ തടയുന്ന ഒരേ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആരാണ്? കോണ്ടമാണ്. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? സെർവൈക്കൽ ക്യാപ്പ് ഉണ്ട്, വാൾസ് ഉണ്ട്, വാൾട്ട്, സെർവൈക്കൽ ക്യാപ്പ്, പിന്നെ അതുപോലെ ഡയഫ്രം. ഇതൊക്കെ ആർക്കാ? ഓൺലി ഫോർ ഫീമെയിൽ. ടു കവർ ദ സെർവിക്സ്. ഉള്ളിലേക്ക്, വജൈനയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കും. അപ്പോൾ എന്താ? മുകളിൽ സെർവിക്സ് ഉണ്ട്, വജൈന, മുകളിൽ സെർവിക്സ്. ആ സെർവിക്സിൻ്റെ ആ ഭാഗം കവർ ആവും അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. സോ യു ക്യാൻ യൂസ് ക്രീംസ് അലോങ് വിത്ത് ദിസ്. ഈ സെർവിക്കൽ ക്യാപ്പുമൊക്കെ സ്പേമിസൈഡൽ ക്രീം, സ്പേമിനെ കൊല്ലുന്ന ക്രീമൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതാണ് IUDകളെ കുറിച്ച്. ഞാൻ പറയില്ല കേട്ടോ, IUDകളുടെ ക്ലാസിഫിക്കേഷനാണ് സാധാരണ ചോദിക്കുക. നിങ്ങൾക്കറിയാം, നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD, ഹോർമോൺ റിലീസിങ് IUD. രാവിലെ ഞാൻ പഠിപ്പിച്ചെന്നാണ്, രാവിലെ ഡിസ്കസ് ചെയ്തെന്നാണ്, ഞാൻ പറയൂല. ഓക്കെ, IUDകൾ പഠിച്ചു. ദെൻ വി ഹാവ് ഹോർമോണൽ മെത്തേഡ്സ്.
ഹോർമോൺ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എടുക്കാം കുട്ടികളെ? ഹോർമോൺ നിങ്ങൾക്ക് ഒന്നുകിൽ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അടിയിൽ ഇംപ്ലാന്റ്. ഇതിൻ്റെയൊക്കെ പിക്ചർ NCERT ഉണ്ട് കേട്ടോ. ആ പിക്ചർ എന്നിട്ട് ചോദിക്കും ഇത് എന്താണെന്ന് ചോദിക്കും. കോപ്പർ ടീയുടെ പിക്ചർ ഒരു ടീ ആണ്, 2 നൂലുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇംപ്ലാന്റ് കുറേ ഒരാളുടെ കയ്യിൽ കുറേ കൊള്ളി കഷ്ണം പിടിച്ചിരിക്കുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇംപ്ലാന്റിൻ്റെ. പിന്നെ കോണ്ട നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. ആ പിക്ചർ വന്നത് എന്താ ചോദിക്കും. ഇംപ്ലാന്റ്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൽസ് ആയിട്ട് ടാബ്ലറ്റ് ആയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ പിൽസിനൊക്കെ അകത്ത് എന്താ ശരിക്കും ഉള്ളത്? ഹോർമോണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നുകിൽ പ്രൊജസ്റ്റോജൻ ഓൺലി, പ്രൊജസ്റ്റിറോൺ മാത്രം. പ്രൊജസ്ട്രോജൻ എന്ന് പറഞ്ഞാൽ പ്രൊജസ്റ്റിറോണിൻ്റെ ആക്ഷനുള്ള മോളിക്യൂൾ എന്നാണ് അർത്ഥം. പ്രൊജസ്ട്രോജൻ ഓൺലി ഓർ ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻ. 2 രീതിയിലും നിങ്ങൾക്ക് ഈ ഹോർമോണൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. പക്ഷെ ഹോർമോൺ ഇല്ലാത്ത ഒരു പില്ലുണ്ട്. നോക്കൂ, നോൺ സ്റ്റിറോയിഡൽ കോൺട്രാസെപ്റ്റീവ് പിൽ. സ്റ്റിറോയിഡ് ഹോർമോൺ ഇല്ലാത്ത നോൺ സ്റ്റിറോയിഡൽ കോൺട്രാസെപ്റ്റീവ് പില്ലുണ്ട്. ഹോർമോൺ ഇല്ലാത്ത ഒരു കോൺട്രാസെപ്റ്റീവ് പില്ല്. അതേതാ കുട്ടികൾ? വെരി ഗുഡ്, അവറോൺ സഹേലി അല്ലേ? സഹേലി. ഇത് എവിടെയാണ് ഉണ്ടാക്കിയത്? നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലക്നൗ. നമ്മുടെ ലക്നൌവിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലക്നൌവിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സഹേലി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ നോൺ സ്റ്റിറോയിഡൽ പിൽ. സ്റ്റിറോയിഡ് ഹോർമോൺ ഇല്ലാത്ത പില്ലാണ്. വൺസ് എ വീക്ക്, ആഴ്ചയിൽ ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതി. വൺസ് എ വീക്ക് പില്ലാണിത്. അവസാനത്താണ് സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡ് രാവിലെ ഞാൻ പഠിപ്പിച്ചത്. വാസെക്ടമി, ട്യൂബെക്ടമി അല്ലേ? മെയിലിൻ്റെ കേസിൽ വാസെക്ടമി, ഫീമെയിലിൻ്റെ കേസിൽ ട്യൂബെക്ടമി. സർജിക്കൽ മെത്തേഡിൻ്റെ മൊത്തത്തിൽ വാസെക്ടമിയും ട്യൂബെക്ടമിയും നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ. ഇതൊരു ഫൈനൽ മെത്തേഡാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സർജറി ഏറ്റവും അവസാനത്തെ മെത്തേഡാക്കി വെക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഒരിക്കൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവ് പോസിബിൾ അല്ല. വീണ്ടും കുട്ടി ഇപ്പോൾ കോണ്ടം ഒരു കൊല്ലമായിട്ട് കോണ്ടം യൂസ് ചെയ്യുന്നുണ്ട്, അടുത്ത കൊല്ലം കോണ്ടം യൂസ് ചെയ്തില്ലെങ്കിൽ 9 മാസം കഴിഞ്ഞാൽ കുട്ടിയായി അല്ലേ? നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റും. ബട്ട് ഒരിക്കൽ നിങ്ങൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ വാസെക്ടമിയോ ട്യൂബെക്ടമിയോ ചെയ്താൽ പിന്നെ നിങ്ങൾ കുട്ടി ഉണ്ടാവണമെന്ന് എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി മച്ച് ഡിഫിക്കൽട്ട്. യു ഗോട്ട് ദ പോയിന്റ്. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഒരു തിരിച്ചുവരവില്ല ശശിയെ അല്ലേ? ഒരു കുഞ്ഞിരാമായണം സിനിമയിൽ പറഞ്ഞ പോലെ ഇനി ഒരു തിരിച്ചുവരവില്ല ശശിയെ എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നോക്കൂ, എമർജൻസി കോൺട്രാസെപ്ഷൻ. ദാറ്റ് ഈസ്, നിങ്ങൾ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡും ഉപയോഗിക്കാതെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടായി. അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചിലപ്പോൾ കുട്ടി ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിത്തിൻ 72 hours, 72 ഹവേഴ്സിൻ്റെ ഉള്ളിൽ യു യൂസ് ഹോർമോണൽ മെത്തേഡ്സ്. ഏതെങ്കിലും ഹോർമോണൽ മെത്തേഡ് യൂസ് ചെയ്ത്, പില്ലോ ഇഞ്ചക്ഷനോ ഇംപ്ലാന്റ് ഏതായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ IUD ഇൻസേർട്ട് ചെയ്യുക വിത്തിൻ 72 hours. ഇങ്ങനെ ഇട്ടാൽ വിത്ത് എന്നാട്ടോ നിങ്ങൾ വായിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ ഇട്ടാൽ വിത്ത് എന്ന് വായിക്കണേ. വിത്തിൻ 72 hours. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇത് പിൽസ് ആവാം, ഇഞ്ചക്ഷൻ ആവാം, ഇംപ്ലാന്റ് ആവാം, IUD ആവാം. ഇതിൽ ഏതെങ്കിലും ചെയ്താൽ മതി. നമ്മൾ സാധാരണ പില്ലാണ് യൂസ് ചെയ്യാറില്ല. IPIL എന്ന് പറയുന്ന പില്ല് വാങ്ങിക്കാൻ കിട്ടും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. കീപ്പ് ഇൻ മൈൻഡ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കാര്യം ഗൈസ്, ചിലരൊക്കെ ഈ IPIL ഇങ്ങനെ വാങ്ങി കഴിക്കും. അപ്പോൾ ഇവരെ വിചാരം ഇത് ശരിക്കും ലീവോനോർജസ്ട്രൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 150 മൈക്രോഗ്രാം എന്തോ ആണ് അതിനകത്തുള്ളത്. പക്ഷേ IPILൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസിയിലെ പ്രശ്നം നാട്ടുകാർ മൊത്തം അറിയില്ല. ലാസ്റ്റ് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. ഓക്കെ, സോ ലൈക്ക് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സൈഡ് എഫക്ട്സ്. ഓക്കെ, ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, എനിവേ ദാറ്റ്സ് ഓൾ അബൌട്ട് contraceptive methods. Set അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടോ. Now let's talk about MTP. Let's talk about MTP. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഗുഡ്. MTP നമ്മൾ എപ്പോഴാണ് എന്തൊക്കെ കണ്ടീഷനിലാണ് ചെയ്യുക? ഇഫ് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് കോസിങ് ഹാം ടു മദർ ഓർ ഫീറ്റസ്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഹാർട്ടിന് രോഗമുള്ളൊരു സ്ത്രീ മരിച്ചുപോയിന്ന്. അതായത് ചിലപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഹാർട്ടിനൊക്കെ രോഗമുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഹാർട്ടിൻ്റെ രോഗം മൂർച്ഛിക്കാനും മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി കോസ് ഹാം ടു മദർ. അപ്പോൾ നമ്മൾ അബോർഷൻ ചെയ്യേണ്ടി വരും. MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടിക്കൊരു സീരിയസ് ആയിട്ടുള്ള ഡിഫക്റ്റ് ഉണ്ട്, അപ്പോൾ ഈ പ്രഗ്നൻസി തുടർന്നാൽ അത് കുട്ടിക്ക് പ്രശ്നമാവും. സോ ഇഫ് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി കോസ് ഹാം ടു മദർ, ഹാം ടു ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിന് പ്രശ്നമാവുമെങ്കിൽ നമുക്ക് MTP ചെയ്യാം. പല കണ്ടീഷൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇൻ കേസ് ഓഫ് റേപ്പിൽ പ്രഗ്നൻ്റ് ആയാലും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തീരും. നമ്മൾ ഓൾറെഡി തീർന്നതാണ്. പക്ഷേ ഒരു ചോദിച്ചുകൊണ്ട് ഞാൻ 1-2 കാര്യം കൂടെ ഡിസ്കസ് ചെയ്ത് കൊടുക്കുകയാണ്. MTP എപ്പോഴാണ് സേഫ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലേ? ആദ്യത്തെ ട്രൈമസ്റ്ററിലാണ് സേഫ്.
ബട്ട് ക്യാൻ ബി ഡൺ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇൻ സെക്കൻഡ് ട്രൈമസ്റ്ററിലും വേണമെങ്കിൽ ചെയ്യാം. നെവർ ഡൺ ഇൻ തേർഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഒരിക്കലും MTP ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ കുട്ടികളെ? വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് MTP? ഇറ്റ് ഈസ് ഓഫൺ ഡൺ ബൈ അൺക്വാളിഫൈഡ് ക്വാക്സ്. പലപ്പോഴും MTP ചെയ്യുന്നത് അൺക്വാളിഫൈഡ് ക്വാക്സ് ആണെന്നുള്ളത് MTPയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ പലരും MTP എപ്പോഴാവും ചെയ്യുക, പലരും കല്യാണമൊന്നും കഴിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെയാണ് പലപ്പോഴും MTP ചെയ്യുക. അങ്ങനെ MTP ചെയ്യുമ്പോൾ ഇവർ ഏതെങ്കിലുമൊക്കെ ലോക്കൽ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കാരണം ആരും 4 ആൾ അറിയാണ്ട് ചെയ്യണമല്ലോ, വലിയ ഹോസ്പിറ്റലിലൊക്കെ ആയ ആളുകൾ അറിയില്ലേ, അങ്ങനെ ലോക്കൽ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടൊക്കെ ചെയ്യും. അപ്പോൾ പലപ്പോഴും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം വിത്ത് MTP. അപ്പോൾ ഫീമെയിൽ മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികൾ? അപ്പോൾ MTP കഴിഞ്ഞു കേട്ടോ. റെഡിയാണോ? നോ റിഗാർഡിങ് STI. ഞാൻ പറഞ്ഞു STI പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും രാവിലെ പഠിപ്പിച്ചാണ് ക്യൂർ ചെയ്യാൻ പറ്റാത്ത, കനോട്ട് ബി കംപ്ലീറ്റ്ലി ക്യൂവേർഡ് STI ഏതൊക്കെയാണ്? HIV, H വെച്ച് തുടങ്ങുന്ന ആളുകൾ, ഹെപ്പറ്റൈറ്റിസ് B, പിന്നെ അതുപോലെ ജനൈറ്റൽ ഹെർപ്പിസ്. അപ്പോൾ H വെച്ച് തുടങ്ങുന്ന ഈ 3 ആളെയും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റൂല. ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 2 പറ്റുമെങ്കിൽ പഠിക്കുമോ? ഗൊണേറിയ, പിന്നെ സിഫിലിസ് പഠിക്കാം, അതുപോലെ തന്നെ ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ് ഒക്കെ നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. നൗ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് STI? എന്തൊക്കെ സിംറ്റംസ്? ഇച്ചിങ്, സ്വെല്ലിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ് എറ്റ്സെട്ര ആൻഡ് പെയിൻ. സ്ലൈറ്റ് പെയിന്, ഇച്ചിങ്, സ്വെല്ലിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ് എറ്റ്സെട്ര ഫ്രം ദ ജനൈറ്റൽ റീജിയനിൽ ഫ്ലൂയിഡ് വരിക, സ്വെല്ലിങ് ഉണ്ടാവുക, ചെറിയ പെയിൻ ഉണ്ടാവുക, ചൊറിച്ചിലുണ്ടാവുക, ഇതൊക്കെയാണ് സിംറ്റംസ്. വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ്? നിങ്ങൾ STI ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന STI വിളിക്കുന്ന മറ്റൊരു പേരെന്താ? റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ, RTI എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെനേറിയൽ ഡിസീസ് എന്ന് വിളിക്കും. നിങ്ങളിത് ട്രീറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അതുപോലെ എക്ടോപിക് പ്രഗ്നൻസി, യൂട്രസിലല്ലാതെ ഫെലോപ്പിയൻ ട്യൂബിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന അവസ്ഥയാണ് എക്ടോപിക് പ്രഗ്നൻസി. സാധാരണ യൂട്രസിലാണ് ഇംപ്ലാന്റേഷൻ, അതിന് പകരം ഫെലോപ്പിയൻ ട്യൂബിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസി. റിക്കറന്റ് അബോർഷൻ, ക്യാൻസർ ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ക്യാൻസർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ, ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കും. നൗ ഹൗ ഇറ്റ് ക്യാൻ ബി പ്രിവെന്റഡ്? എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഓൾവേസ് യൂസ് കോണ്ടംസ്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഇവരുമായിട്ടൊന്നും സെക്സിൽ ഏർപ്പെടാണ്ടിരിക്കുക. ഓൾവേസ് യൂസ് കോണ്ടംസ് ആൻഡ് ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ആൻഡ് ഗെറ്റ് ട്രീറ്റഡ്. ഈസ് ദാറ്റ് ക്ലിയർ? ഓവർ. ആൻഡ് ദർ ഈസ് വൺ മോർ പോയിന്റ്. നോക്കൂ, റിഗാർഡിങ് യുവർ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ചിലപ്പോൾ ചോദിക്കുന്നതാണ് ART. എന്താ ARTയുടെ ഫുൾ ഫോം എന്ന് ചോദിക്കും. ARTയുടെ ഫുൾ ഫോം എന്താ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ART മുഴുവൻ ഞാൻ രാവിലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. രാവിലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ART മുഴുവനായിട്ട് കേട്ടോ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? ദർ മേ ബി എ പോസിബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്? വേഗം പറ. 1, വെരി ഗുഡ്, നോസിയ, ഓക്കാന് അല്ലേ, നോസിയ ഉണ്ടാകാം. പിന്നെന്താ? ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും പറയില്ല, നമുക്ക് വളരെ പണ്ട് ഏതോ മരുന്നിനൊക്കെ ചെറിയൊരു സാധ്യത ഉണ്ട് പറഞ്ഞാൽ നമ്മൾ പറയണ്ട, വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. നമ്മൾ ആ ഉത്തരം പോലും എഴുതണ്ടെന്ന് എൻ്റെ അഭിപ്രായം. യെസ്, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് അല്ലേ, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. അതായത് 2 പീരീഡ്സിൻ്റെ ഇടയിൽ, നമുക്കിപ്പോൾ സാധാരണ ഇന്ന് പീരീഡ്സ് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10-25 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് സാധാരണ പീരീഡ്സ് ആവുക. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് ബ്ലഡൊക്കെ വരും, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും, അതാണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. പിന്നെ ചിലപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആവുന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ പറയാടാ. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ, ഇവർക്ക് ഭ്രാന്ത, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറഗുലർ ആവുന്നില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ അങ്ങനെ പഠിച്ചു ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ. പിന്നെ ചിലർക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, ചിലർക്ക് വയറുവേദന ഉണ്ടാവും. ഓക്കെ, ആൻഡ് വെരി റെയർലി പണ്ടൊക്കെ ഏതോ മരുന്നിനൊക്കെ ഈസ്ട്രോജൻ മാത്രമൊക്കെ അടങ്ങിയ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിന് ഇൻഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൂടെ അവർ പറയുന്നുണ്ട് NCERT. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും 2 പഠിച്ചാൽ എന്താ വെച്ചാൽ 2 തവണ അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ മൈ ഡിയർ ബഡീസ്, വി ഹാവ് ഡിസ്കസ്ഡ് ഓൾമോസ്റ്റ് എവറിതിങ് റിഗാർഡിങ് യുവർ ചാപ്റ്റേഴ്സ്. സോ ഐ ഹോപ്പ് ഇന്നത്തെയും കൂടി ലൈവിൽ നിങ്ങൾ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര അറിയില്ല, നിങ്ങൾ എത്ര പഠിച്ചിട്ടില്ല ഒക്കെ നിങ്ങൾ വിചാരിച്ചാലൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ്. യു ഹാവ് സ്റ്റഡീഡ് എവറിതിങ്, സത്യമായിട്ടും. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടുമ്പോൾ ഇന്നത്തെയും ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറയാതെ ഒന്നും വിട്ടിട്ടില്ല. ഓൾമോസ്റ്റ് എവറിതിങ് ഐ ഹാവ് ടോട്ട് യു.
പിന്നെ ഇന്നലെ എനിക്ക് കുറച്ച് എനർജി പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇന്ന് നമ്മൾ അതെല്ലാം കീപ്പ് ചെയ്ത് പരമാവധി നന്നായി തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ 2 വർഷമായിട്ടില്ലേ നമ്മളിങ്ങനെ ഒന്നിച്ചിട്ടുണ്ട്. ഇന്ന് നാളെയും കൂടി ഉണ്ടാവും നമ്മൾ ക്ലാസ്. നാളെ എനിക്കൊന്ന് ലാസ്റ്റ് ക്ലാസ് അല്ലേ, മറ്റന്നാളത്തെ രാവിലത്തെ റോക്കറ്റ് റിവിഷനും കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണൂല. പക്ഷേ വി ഹാവ് ടു സീ സംവെയർ അല്ലേ. യെസ്, ബാക്കി നാളെ പറയാം. നാളെ കാണുമല്ലോ. നാളെ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. ആൻഡ് ഗൈസ്, ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, മാക്സിമം പഠിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളും നമുക്ക് പിന്നീട് വരില്ല അല്ലേ. ഇനി +2 എക്സാം നമുക്ക് വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്തൊക്കെ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം +2ൽ, എന്തൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ +2 എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇനി എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. ജീവിതത്തിൽ പലതും തിരിച്ചു വരാത്ത അവസരങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവുകയും വേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞ എക്സാമുകൾ ചിലത് ടഫായിരിക്കും, ചിലത് ടൈറ്റ് ആയിരിക്കും. ഗൈസ്, ഓൾവേസ് വർക്ക്. നമ്മൾ നമ്മുടെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ജീവിതത്തിൽ നമുക്ക് ഓരോ തവണയും നമുക്ക് ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കഴിഞ്ഞ എക്സാമുകൾക്ക്. അതിൻ്റെ അടുത്ത എക്സാം പഠിക്കാതിരിക്കുക. നോ, ഇന്ന് വരെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് വരെ പഠിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വരെ പഠിക്കാൻ പറ്റാത്തവരെന്തോ മഹാസംഭവമാണെന്നൊന്നും ഞാൻ പറയൂല. എന്തോ ഒരു പ്രശ്നമാണ്. പക്ഷെ നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാനെല്ലാം എന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയോ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ചില എക്സാമിന് ഞാൻ ഇതേപോലെ പഠിക്കാതെ ഇരുന്നിട്ടുണ്ട്. സംഭവിക്കാം, അത് തെണ്ടിത്തരാണ്, സത്യത്തിൽ ഒരു അബദ്ധമാണ്. പക്ഷെ അങ്ങനെ അബദ്ധം പറ്റിച്ചിട്ട് നമ്മൾ ഇനിയും പഠിക്കൂല എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. വി ക്യാൻ ഡു. പലപ്പോഴും പരീക്ഷയ്ക്ക് എനിക്കറിയാം, എൻ്റെ അനുഭവത്തിലുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മൻസൂറും ഞാനൊക്കെ കൂടെ ലാസ്റ്റ് എക്സാമിന് ഒന്നും പഠിക്കാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അതേപോലെ ഒരു സിയാവുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിലുണ്ട് സിയാവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. ഞങ്ങൾ ലാസ്റ്റ് എക്സാമിന് തലേന്ന് ഒരു പഠിപ്പ് അങ്ങോട്ട് പഠിക്കും. നമ്മൾ പഠിച്ചു തന്നെ വന്നാലോ, അങ്ങനെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എത്രയോ എക്സാമിന്. സോ ലൈക്ക് നമ്മൾ ഇന്നലെ വരെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞതിൽ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ എന്താവേണ്ട കാര്യമില്ല. നമുക്ക് ഒരു വാതിൽ അടയുമ്പോൾ അനേകം വാതിലുകൾ തുറക്കുന്നുണ്ടാവും. ജീവിതത്തിൽ വിജയിക്കുന്ന എല്ലാ മനുഷ്യരും അവർ ജീവിതത്തിൽ തോൽക്കാത്ത മനുഷ്യരൊന്നുമല്ല. ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റാത്ത മനുഷ്യരൊന്നുമല്ല. മനുഷ്യന്മാരെ അബദ്ധം പറ്റാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ. ഒരബദ്ധം പറ്റുമ്പോഴല്ലേ അടുത്ത അബദ്ധം പറ്റാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ്സ് ഓൾ ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ജയിച്ച എല്ലാ മനുഷ്യരുടെയും പ്രത്യേകത അവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും, അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. ആ തെറ്റുകളെ അവർ തിരുത്താൻ തയ്യാറായിട്ടുണ്ട്. ഒരു വാതിൽ അടയുമ്പോൾ അടുത്ത വാതിലുകളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ അല്ലെ, അന്വേഷിപ്പിൻ കണ്ടെത്തുന്നൊക്കെ ബൈബിളിലില്ലേ. അതേപോലെ ഞാൻ പറയുന്ന പോലെ അവർ പുതിയ 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 മാർഗങ്ങളെ നിരന്തരമായിട്ട് അന്വേഷിക്കും. ഒരു സ്ഥലത്ത് പരാജയപ്പെടുമ്പോൾ അടുത്ത 100 വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ടാവും എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. ആ പുതിയ വാതിലുകളെ കുറിച്ച് നിങ്ങൾക്ക് നിരന്തരമായിട്ട് അന്വേഷിക്കാനും ജീവിതത്തിൽ പറ്റുന്ന തെറ്റുകൾ തിരുത്താനൊക്കെ പറ്റുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാവുന്നത്. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മക്കളെ, നിങ്ങൾ പരമാവധി പഠിക്കുക. ഇനി നമുക്ക് ബയോളജി എക്സാം വരാനില്ല, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം. ഞാൻ പറയുന്നു, ഇന്നത്തെയൊക്കെ ക്ലാസ് കണ്ടാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ മാർക്ക്. ഇനി ഏതെങ്കിലും സാറ് സാഡിസ്റ്റൊക്കെ ആയിട്ടേ അന്താരാഷ്ട്ര ചോദ്യം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ആ എവല്യൂഷനിലൊക്കെ ഉണ്ട്. അതായത് നോക്കൂ, 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദ്യത്തെ സെല്ലുണ്ടായി, 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ടായി, പിന്നെ അതുപോലെ 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തിയോഫിസ് എന്ന് പറയുന്ന ഒരു ഇത്തിയോസോറസ് എന്ന് പറയുന്ന ജീവി ഉണ്ടായി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പെടും. അപ്പോൾ നിങ്ങൾ അതൊക്കെ വായിക്കേണ്ടി വരും. അതൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10-14 വർഷത്തിൽ ഒരു തവണ മാത്രം ഏതോ ഒരു സാഡിസ്റ്റ് അധ്യാപകനിട്ടാണ്. അതും പലപ്പോഴും ഈ എക്സാമിനൊക്കെ വരല്, സാധാരണ എക്സാമിന് വരാറില്ല. അങ്ങനെ സൈക്കോകളായിട്ട് ആരും ചോദ്യ പേപ്പർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഇന്നത്തെ ലൈവ് മാത്രം കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, സോ എനിവേ, ലവ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും നന്നായി വരട്ടെ, നല്ല കുട്ടികളാവട്ടെ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ കാണാം കേട്ടോ. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ എന്ത് വലിയ മനുഷ്യന്മാരായാലും എന്ത് റാങ്ക് കിട്ടിയാലും എന്ത് മാർക്ക് കിട്ടിയാലും ഇതിനൊക്കെ അപ്പുറത്ത് യു ഷുഡ് ബി ഹ്യൂമൻസ് അല്ലേ. നിങ്ങളപ്പുറത്തുള്ള മനുഷ്യന്മാരും നിങ്ങളെപ്പോലെ വേദനകളും നിങ്ങളെപ്പോലെ സന്തോഷിക്കാനും നിങ്ങളെപ്പോലെ വേദനിക്കാനും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണെന്ന് ഓർക്കുക. വെറുതെ ഇങ്ങനെ മനുഷ്യരോട് വെറുപ്പും വിദ്വേഷമൊക്കെ മനസ്സിൽ വെക്കാതിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വെറുപ്പും വിദ്വേഷമൊക്കെ പടരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യരോട് അവരുടെ ജാതിയുടെ പേരിൽ, അവരുടെ മതത്തിൻ്റെ പേരിൽ, അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ, അവരുടെ ആദർശങ്ങളുടെ പേരിലൊക്കെ മനുഷ്യരിങ്ങനെ പരസ്പരം വെറുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ലൈക്ക് നമ്മുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, നമുക്കെല്ലാം ഒരുപോലെയല്ലേ വേദന ആവുക. എനിക്ക് അടി കൊണ്ടാലും നിങ്ങൾക്ക് അടി കൊണ്ടാലും വേദന ആവും. എന്നെ വെട്ടിയാലും നിങ്ങളെ വെട്ടിയാലും ചോര വരും അല്ലേ. നമ്മൾ നേരിട്ട് കാണാത്ത വിശ്വാസം, നമ്മൾ നേരിട്ട് കാണാത്ത പലതിനെയും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. സത്യമായിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമില്ല നിങ്ങൾ അപ്പുറത്തെ മനുഷ്യനെ നിങ്ങൾ വെട്ടിയായക്ക് വേദന ആവുന്നു. നിങ്ങൾ അപ്പുറത്തെ മനുഷ്യനെ നിങ്ങൾ തള്ളി പറഞ്ഞാൽ വേദനിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പല്ലേ. നിങ്ങളുടെ അപ്പുറത്തെ മനുഷ്യൻ്റെ വീട് നിങ്ങൾ തകർത്താൽ ആ മനുഷ്യൻ വീടില്ലാതെ വിഷമിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പല്ലേ. നിങ്ങളെപ്പോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊരാൾ വെട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളൊരാൾ തല്ലിക്കഴിഞ്ഞാൽ, നിങ്ങളൊരാൾ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരാൾ മോശം വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുന്ന പോലെ അപ്പുറത്തെ മനുഷ്യർക്കും വേദനിക്കൂലടോ. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഒരു സെല്ല് അനിയന്ത്രിതമായിട്ട്, ഒരു കോശം, ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കോശം അനിയന്ത്രിതമായിട്ട് വളരാൻ തുടങ്ങിയാൽ താളം തെറ്റുന്ന അത്രയും ചെറിയ ജീവിതമാണ് മനുഷ്യരുടേത്. കീപ്പ് ഇൻ മൈൻഡ്.
അത്രയും ചെറിയ ജീവിതം. ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ എണീക്കുന്നതിന് മുമ്പ് ഹാർട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ഇടിക്കുന്ന ഹാർട്ട് ഇങ്ങനെ ഒന്ന് കുറച്ചു നേരം ഇടിച്ചാൽ തീരാവുന്ന ജീവിതമേ ഇതുള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിലുണ്ടല്ലോ മനുഷ്യന്മാരെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും, നിങ്ങളെപ്പോലെ വേദനിക്കുന്ന മനുഷ്യരാണ് അപ്പുറത്തുള്ളതെന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു മിനിമം മനസ്സ്, നിങ്ങൾ ആരും ഉപകാരം ചെയ്യേണ്ട, ഉപദ്രവിക്കാതിരിക്കാനുള്ള മനസ്സ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ നമുക്ക് മനോഹരമായൊരു ലോകം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളത്തെ ക്ലാസ്സിന് എല്ലാവരും കറക്റ്റായിട്ട് വരിക. നാളെ നമ്മൾ കുറച്ചുകൂടെ ഇന്നൊക്കെ പറയാത്ത ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്, നമ്മൾ ഒരുപാട് സമയം എടുത്ത് ഏറ്റവും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഞാൻ വീണ്ടും ഓരോ തവണയും ക്വസ്റ്റ്യൻസ് ഞാൻ മാറ്റാറുണ്ട്, ഒരേ ക്വസ്റ്റ്യൻ ഇട്ടൊന്നുമല്ല എപ്പോഴും ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ അത്രയും നല്ല ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നാളത്തെ നമ്മുടെ ക്ലാസ്സിൽ പരമാവധി കുട്ടികൾ വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ തീർക്കും. ഒരിക്കലും ഞാൻ ഭയങ്കര നീട്ടിക്കൊണ്ടുപോകില്ല. ഇന്നിപ്പോൾ നാളെ നമുക്ക് സമയമുണ്ടല്ലോ, സോ നാളെ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പരമാവധി ടോപ്പിക്സ് എടുത്ത് തീർക്കണം. സോ ലവ് യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നാളത്തെ എക്സാം, മറ്റന്നാളത്തെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ കേട്ടോ. അതിനുവേണ്ടി നമ്മൾ മാക്സിമം പ്രാർത്ഥിക്കാം. ലവ് യു ഓൾ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, ഇനി ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ക്ലാസ് എടുക്കുന്നത്, കാരണം ഇന്ന് തലവേദനയായിട്ട് കുറേ കിടന്നുണ്ടായത്. രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്ന് നല്ല റിലാക്സേഷൻ. നിങ്ങൾക്ക് രാവിലെ ക്ലാസ് എടുത്ത് പോയി കിടന്ന് നല്ല റിലാക്സ്ഡ് ആയി വന്ന് ക്ലാസ് എടുത്ത്, അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, സോ ആൻസർ PDF ഇട്ട്, ഓഫ് കോഴ്സ് യെസ്, ഇത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് PDF ആയി തന്നെ നിങ്ങൾക്ക് വിട്ടുതരും. പോരടാ. ഓക്കെ, ബൈ. ലവ് യു. കുറച്ച് ലവ് സിമ്പിളൊക്കെ തന്നേക്ക്, എനിക്കൊരു സന്തോഷമായിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഇതാണ് ആകെയുള്ള എനർജി. എജുപോർട്ടിൽ തന്നെ ശമ്പളമൊന്നുമല്ല, ശമ്പളമൊക്കെ നമുക്ക് എന്ത് പണിയെടുത്താലും കിട്ടൂലേ. ബട്ട് ദിസ് ഈസ് ദ ആക്ച്വൽ എനർജി. ഓക്കെ, താങ്ക് യു എടാ. നാളെ പാക്കില്ല, നാളെ നമ്മളെ ലാസ്റ്റ് ലൈവാ അല്ലേ. ഓക്കെ, വിഷമമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, നിങ്ങളൊക്കെ പോയി രക്ഷപ്പെട്ടാൽ മതി. പിന്നെ ഉണ്ടല്ലോ, നാളത്തെ ലൈവിന് വരാത്തവരുണ്ടെങ്കിൽ ഇന്ന് കേട്ടോ, നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ നിങ്ങൾ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഹായ് വിലാൽ സാർ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒരു മനസ്സുഖമാണ്, ഒരു സന്തോഷമാണ് കേട്ടോ. ഓക്കെ, സോ ഗ്രൂപ്പിൽ വേഗം ഇടും ആൻസർ കീ. ഓക്കെ, സോ ലവ് യു, ബൈ.